Hello everyone, how are you doing? Are you happy? I hope so. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഇംഗ്ലീഷ് സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കൾക്ക് വേണ്ടി നിങ്ങളുടെ വിദ്യാഭ്യാസം എന്തോ ആയിക്കോട്ടെ ഒരു കുഴപ്പമില്ല. ഇന്ന് ഇവിടെ വെച്ച് നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ തുടങ്ങുകയാണ്. നിങ്ങൾക്ക് തീരെ അറിയാത്ത ഒരാളാണെങ്കിലും ഒരു കുഴപ്പമില്ല. ഞാൻ ഇംഗ്ലീഷ് സംസാരിപ്പിക്കാൻ പഠിപ്പിക്കാം. എങ്ങനെയാണ് ഓരോ സെൻറ്റൻസുകളും നിങ്ങൾക്ക് കണക്ട് ചെയ്ത് സംസാരിക്കാൻ സാധിക്കുന്നത് എന്നൊക്കെ നമുക്ക് ഇവിടെ വെച്ച് പഠിക്കാൻ പോവാണ്. ഓൺലൈനിൽ 1-2 സുഹൃത്തുക്കളുണ്ട്. നോ പ്രോബ്ലം, അവരെ നമുക്ക് ഇങ്ങോട്ട് കണക്ട് ചെയ്ത് കൊണ്ടുവരാം. അതിനുശേഷം നമുക്ക് അവരുമായിട്ട് സംസാരിക്കാം. ഞാൻ അവരുമായിട്ട് സംസാരിക്കുമ്പോൾ നിങ്ങളോടാണ് സംസാരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിൽ കരുതണം. ഞാൻ അവരോട് ചോദിക്കുന്നത് നിങ്ങളോടാണ് ചോദിക്കുന്നത് നിങ്ങൾ കരുതണം. ഉറക്കെ നിങ്ങൾ സംസാരിക്കണം കേട്ടോ. ഇനി നിങ്ങളിപ്പോൾ തിരക്കുള്ള സമയമാണെങ്കിൽ ജസ്റ്റ് കുറച്ച് കഴിഞ്ഞിട്ട് വീഡിയോ കാണാം. കുറച്ച് ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആണ്. പക്ഷേ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. സ്കിപ്പ് ചെയ്ത് പോയാൽ നമ്മൾ ഈ വിചാരിച്ച റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കില്ല. ആദ്യം മുതൽ അവസാനം വരെ 1 by 1 ആയിട്ട് ജസ്റ്റ് കേൾക്കുക. ഞാൻ പറയുന്ന സമയത്ത് നിങ്ങൾ തിരിച്ചു വരാം. അങ്ങനെ മാത്രം ചെയ്താൽ മതി. ഈ ഒരു സെഷൻ കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് മാറ്റമാണ് വരിക എന്ന് നോക്കുക. വളരെ ബേസിക് ആയിട്ടുള്ള ആൾക്കാർക്കാണെങ്കിലും ഈ മെത്തേഡ് ഉപയോഗിച്ച് സംസാരിക്കാൻ സാധിക്കും. യു ഡോണ്ട് വറി, I'll help you how to speak English spontaneously and confidently. Okay? Whether you are a beginner or a pre-beginner, you don't worry about that. കേട്ടോ? അപ്പോൾ നിങ്ങളുടെ പ്രായം വിദ്യാഭ്യാസം ഒന്നും ഒരു പ്രശ്നമേ അല്ല. അപ്പോൾ നമുക്ക് അവരിന്ന് കണക്ട് ചെയ്യാം. യെസ്, അജയ് കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കാവോ അജയ്? കേൾക്കാം സാർ, കേൾക്കാം. അഭിനവ് കേൾക്കുന്നുണ്ടോ? കേൾക്കാം സാർ. ഓക്കെ. അപ്പോൾ നിങ്ങൾ രണ്ടാളും ഞാൻ ഓൺലൈനിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. യെസ്, ദാറ്റ്സ് റിയലി ഗുഡ്. ഓക്കെ. സോ അജയ്, എന്താണ് ഇംഗ്ലീഷ് സംസാരിക്കുന്ന സമയത്ത് അജയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രയാസം ഉണ്ടാവുന്നത്? ഇംഗ്ലീഷിൽ എന്താണ് ശരിക്കും ഇംഗ്ലീഷ് സംസാരിക്കുന്ന സമയത്ത് ബുദ്ധിമുട്ട് വരുന്നത് പറയാമോ? സാറേ, പലപ്പോഴും നമ്മൾ മലയാളം പറയുന്ന പോലെ പെട്ടെന്ന് അങ്ങനെ ഇംഗ്ലീഷ് പറയാൻ കിട്ടാറില്ല. മലയാളം പറയുന്നത് പോലെ നമുക്ക് പെട്ടെന്ന് വരുന്നില്ല അല്ലേ? ഓക്കെ, ദാറ്റ്സ് റിയലി ഓക്കെ. തീർച്ചയായിട്ടും അത് ശരിയായൊരു കാര്യമാണ്. ഓക്കെ, അഭിനവ്, വാട്ട് യു തിങ്ക് അബൌട്ട് ദാറ്റ്? എന്ത് പറയുന്നു? എന്താണ് ശരിക്കും അഭിനവിൻ്റെ പ്രശ്നം എന്താ ശരിക്കും ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ? സാർ, എനിക്ക് ഇംഗ്ലീഷിൽ വായിക്കാൻ കുഴപ്പമില്ല. പക്ഷേങ്കിൽ നമ്മളൊരു മനസ്സിൽ നിന്നൊരു കാര്യം എടുത്തിട്ട് അത് പറയാൻ ശ്രമിക്കുമ്പോൾ പലപ്പോഴും അത് പറ്റാറില്ല. പിന്നെ ഗ്രാമർ മിസ്റ്റേക്കുകൾ നല്ലോണം വരാറുണ്ട്. എഴുതാനും വായിക്കാനും ഓക്കെയാണ്, കുഴപ്പമില്ലാതെ നമുക്ക് ഓക്കെ ആയിട്ട് കിട്ടും. അതെ, അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്ക് പല ആൾക്കും ചിലപ്പോൾ ഇംഗ്ലീഷിൽ നന്നായി എഴുതാൻ കഴിയും. ഒരാൾ പറയുന്ന കേട്ടാൽ മനസ്സിലാവും, പക്ഷേ തിരിച്ചു പറയാൻ സാധിക്കില്ല. അത് നിങ്ങൾക്ക് അങ്ങനെ തോന്നാറില്ല? അഭിനവന് അങ്ങനെ തോന്നിയെന്നല്ലേ പറഞ്ഞേ? ഹലോ, അഭിനവൻ അങ്ങനെ തോന്നിയെന്നല്ലേ പറഞ്ഞത്? നമ്മൾ സംസാരിക്കുന്ന ഒരാൾ പറയുന്ന കേട്ടാലൊക്കെ മനസ്സിലാവും, എഴുതാനൊക്കെ പറ്റും, പക്ഷേ നമുക്ക് തിരിച്ചു പറയാൻ പറ്റില്ല. അതെ സാർ. യെസ്. അപ്പോൾ ഇതിനുള്ള കാരണം എന്താ അറിയോ? നമ്മൾ പലപ്പോഴും റിട്ടൺ ഇംഗ്ലീഷ്, എഴുത്ത് ഭാഷയാണ് നമ്മൾ പലപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഒരു പ്രശ്നം. പക്ഷെ നമുക്ക് വേണ്ടത് സംസാര ഭാഷയാണ് വേണ്ടത്. പ്രത്യേകിച്ച് സംസാരിക്കാൻ ആവശ്യമായിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ അങ്ങനെയുള്ള ചില വേർഡുകളോ അല്ലെങ്കിൽ യൂസേജുകളൊന്നും നമ്മൾ നോട്ട് ചെയ്ത് വെക്കാറില്ല. എന്നാൽ നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക, റൈറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇത് രണ്ടും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. നിങ്ങൾ മലയാളത്തിൽ നോക്കിയാൽ അറിയാം, ഒരു പത്രഭാഷയിലല്ല നമ്മൾ സംസാരിക്കുന്നത്, ഒരു ലേഖനം എഴുതുന്ന ഭാഷയിലല്ല നമ്മൾ സംസാരിക്കുന്നത്. കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. സോ യു ഡോണ്ട് വറി. എങ്ങനെയാണിത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുകയെന്ന് നമ്മൾ തീർച്ചയായിട്ടും പഠിക്കാൻ പോവുകയാണ്. ഇപ്പോൾ ഇവിടെ വെച്ച് നമ്മൾ പഠിക്കുകയാണ്. ആർ യു റെഡി? നിങ്ങൾ രണ്ടാളും റെഡിയാണോ? യെസ് സാർ. അതുപോലെ നമ്മൾ ഓഡിയൻസും റെഡി ആയിരിക്കുക. ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ഓരോ കാര്യങ്ങളും അതേപോലെ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ റെപ്പിറ്റേഷൻ ഈസ് ദ കീ ടു സക്സസ്. ഒരു ലാംഗ്വേജ് പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചോളം റിപ്പീറ്റ് ചെയ്യുക എന്ന് പറയുന്നത്, അത് പറയുന്ന കാര്യങ്ങൾ വീണ്ടും തിരിച്ചു പറയുക, അത്ര മാത്രമേ ഉള്ളൂ. അത് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ ഭാഷ പഠിക്കുന്നത് കേൾക്കുക, തിരിച്ചു പറയുക, അത് തന്നെയുള്ളൂ, വേറെ ഒന്നുമില്ല കേട്ടോ. സിമ്പിളായ കാര്യമാണ്. ഓക്കെ. അപ്പോൾ ഞാൻ ആദ്യം 1-2 കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ മനസ്സിൽ വരുന്നത് അത് രണ്ടാളും ഒന്ന് പറയാം കേട്ടോ. ഞാൻ നിങ്ങളോടും കൂടിയാണ് ചോദിക്കുന്നത്. ഓക്കെ. യെസ്. ഇപ്പോൾ ഞാൻ പറയാണ്, ഞാനൊരു ബസ് സ്റ്റാൻഡിലൂടെ നടക്കുകയായിരുന്നുണ്ടെങ്കിൽ ആരോ എന്നെ പുറകിൽ നിന്ന് വിളിച്ചു. അതെൻ്റെ സുഹൃത്തുക്കളിൽ ഒരാളായിരുന്നു. അഭിനവ് ഒന്ന് പറഞ്ഞേ. ഞാനൊരു ബസ് സ്റ്റാൻഡിലൂടെ നടക്കുകയായിരുന്നു, അപ്പോൾ ആരോ എന്നെ പുറകിൽ നിന്ന് വിളിച്ചു. അതെൻ്റെ സുഹൃത്തുക്കളിൽ ഒരാളായിരുന്നു. തെറ്റിപ്പോകുന്നുള്ളൊരു പേടി വേണ്ട. എന്താണോ തോന്നുന്നത് അതേപോലെ പറയാം. കാരണം ഈ ഭാഷ നമ്മുടെയല്ല. നിങ്ങൾ ആദ്യം അത് മനസ്സിലാക്കുക. അല്ലേ, നമ്മുടെ ഭാഷ മലയാളമാണ്. ഇംഗ്ലീഷ് എന്ന് പറയുന്നത് മറ്റൊരു ആളുടെ ഭാഷയാണ്, അല്ലെ വിദേശീയരായിട്ടുള്ള ആളുകളുടെ ഭാഷയാണ്. ഇംഗ്ലീഷുകാരോടൊന്ന് പറഞ്ഞു നോക്കിയാൽ മലയാളം സംസാരിക്കാൻ ഒരു വേർഡ് പറയാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം. ഓക്കെ. അഭിനവ് ഒന്ന് ട്രൈ ചെയ്യാവോ? വെള്ളമൊക്കെ നിങ്ങൾ എടുത്ത് അതുപോലെ വെള്ളമൊക്കെ നിങ്ങൾ എടുത്ത് വെക്കുക, ഇടയ്ക്ക് കുടിക്കുക, നമ്മൾ റിലാക്സ് ചെയ്ത് പറഞ്ഞ് പഠിച്ചു പോവാം. അങ്ങനെയാണ് കേട്ടോ. ഓക്കെ. അഭിനവ് പറയൂ. ഞാൻ ബസ് സ്റ്റാൻഡിലൂടെ നടക്കുകയായിരുന്നതിനിടയിൽ ആരും എന്നെ പുറകിൽ നിന്ന് വിളിച്ചു. അതെൻ്റെ സുഹൃത്തായിരുന്നു. അല്ലേ?
ഞാൻ എന്താ പറയുക ബാങ്കിലേക്ക് പോകുമായിരുന്നിടെ ആരും എൻ്റെ പുറകിൽ നിന്ന് വിളിച്ചു. അതെൻ്റെ ബ്രദറായിരുന്നു, അല്ലെങ്കിൽ അതെൻ്റെ നെയ്ബറായിരുന്നു, അങ്ങനെ എന്തും പറയാം. നമ്മൾ സാറിന് സംസാരിക്കുമ്പോൾ ഒരു സെൻറ്റൻസ് വെറുതെ എന്ന് പറഞ്ഞു. ഓക്കെ സാർ, പറയാം. ഐ ആം വാക്കിംഗ് ഇൻ എ ബസ് സ്റ്റാൻഡ്, സംവൺ കോൾഡ് മീ ഇൻ ബാക്ക്. അതായത് എന്താ അറിയോ, ഐ ആം വാക്കിംഗ് എന്ന് പറയുന്ന സമയത്ത് എന്താ സംഭവിക്കുകയെന്ന് ചോദിച്ചാൽ, ഞാനിപ്പോൾ നടക്കുകയാണ്. നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പോൾ ഞാൻ പറയുകയാണ് ഐ ആം ടീച്ചിങ് യു, ഞാൻ നിങ്ങളെ പഠിപ്പിക്കുകയാണ്, റൈറ്റ്? ഓക്കെ. അല്ലെങ്കിൽ ഐ ആം ലേണിംഗ് ഇംഗ്ലീഷ്, ഞാൻ ഇംഗ്ലീഷ് പഠിക്കുകയാണ്. ഓക്കെ. ഐ ആം വാക്കിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ നടക്കുകയാണെന്ന് അർത്ഥം, റൈറ്റ്? അപ്പോൾ നമ്മളിവിടെ കഴിഞ്ഞൊരു കാര്യമാണ്, ഞാൻ ബസ് സ്റ്റാൻഡിലൂടെ നടക്കുകയായിരുന്നതിനിടയിലാണ്. ഓക്കെ, ഡോണ്ട് വറി, അതെങ്ങനെ ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം. അജയ് ഒന്ന് ട്രൈ ചെയ്യാവോ? ഹലോ, അജയ് ഒന്ന് പറഞ്ഞു നോക്കാവോ? പറഞ്ഞു നോക്കാം. യെസ്, പറഞ്ഞോളൂ. ഐ വാക്കിംഗ് ഇൻ ദ ബസ് സ്റ്റാൻഡ്, സഡൻലി. ഓക്കെ. ഇവിടെ നിങ്ങൾക്ക് വന്ന ഒരു കൺഫ്യൂഷൻ ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. നമുക്ക് പലപ്പോഴും ഇപ്പോൾ ഈ സാമ്പാർ, വാസ്, വേറെ ഈ സംഭവങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കും. പക്ഷേ ഇത് എപ്പോൾ എവിടെ എങ്ങനെ ഉപയോഗിക്കുന്ന ഒരു കൺഫ്യൂഷൻ പലർക്കും ഉണ്ടാവാറുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പലപ്പോഴും സംഭവിക്കുന്നത്. അങ്ങനെ അത് കറക്റ്റായിട്ട് വന്നില്ലെങ്കിൽ മീൻസ് അത് നമ്മൾ ഗ്രാമറായിട്ടൊരു സംഭവം പഠിക്കേണ്ട ആവശ്യമില്ല. നമുക്കത് ഉപയോഗത്തിൽ എങ്ങനെ വരുന്നു അതാണ് പഠിക്കേണ്ടത്, അല്ലേ? നമ്മൾ പല ആളുകളും ഗ്രാമർ വേണം ഭയങ്കര ഇതായിട്ടൊക്കെ പഠിച്ച് കളയും. പ്രസൻറ്റ്, സിമ്പിൾ പ്രസൻറ്റ്, പെർഫെക്റ്റ് കണ്ടിന്യൂസ്, പ്രസൻറ്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നിങ്ങളോട് ഒരാൾ ചോദിക്കണം വാട്ട്സ് യുവർ നെയിം, എന്താ നിങ്ങളുടെ പേരെന്ന് ചോദിച്ചാൽ വാട്ട്സ് യുവർ നെയിം എന്ന് ചോദിച്ചാൽ ഉടനെ നിങ്ങൾ പറയുമോ ഏതാ ടെൻസ് എന്ന് ചോദിക്കുമോ? അങ്ങനെ ചോദിക്കുമോ അഭിനവേ? ഇല്ല സാർ, ചോദിക്കില്ല. ഇല്ല, നമ്മളെന്താ ഉത്തരത്തിനാണ് പ്രാധാന്യമുള്ളത്. അപ്പോൾ അത് നാച്ചുറലായിട്ട് അല്ലെങ്കിൽ സ്പോണ്ടേനിയസ് ആയിട്ട് അല്ലെങ്കിൽ എഫർട്ട്ലെസ് ആയിട്ട് നമുക്കത് പറയാൻ പറ്റണം. അതെങ്ങനെ പറയാം എന്നതാണ് നമുക്ക് പ്രാധാന്യമുള്ളൂ. ആ രീതിയിൽ തന്നെയാണ് നമ്മൾ പഠിച്ചു പോകുന്നതും. അപ്പോൾ ഇവിടെ നമുക്ക് ഏറ്റവും ബേസിക് മുതലുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു പോവുക. ഈ പറയുന്നതിൽ നമുക്ക് തോന്നും ഐ ആം ഗോയിങ് ടു ബസ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ എന്താ തെറ്റെന്ന് തോന്നും. അങ്ങനെ പറഞ്ഞാൽ മലയാളത്തിൽ എങ്ങനെയായിരിക്കും എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഞാൻ പറയാണ് നാളെ ഞാൻ ബാംഗ്ലൂരിൽ പോയി പറയുന്നത് ശരിയാണോ അജയ്? നാളെ ഞാൻ ബാംഗ്ലൂരിൽ പോയി എന്ന് മലയാളത്തിൽ പറഞ്ഞാൽ ശരിയാണോ? ശരിയല്ല സാർ. അതെന്താ പ്രശ്നം? മലയാളത്തിൽ പോയില്ല, നാളെ പോകും എന്നാണ് പറയാൻ പാടുള്ളൂ, അല്ലേ? നാളെ പോകും എന്നേ പറയാൻ പറ്റുള്ളൂ, പോയി എന്ന് പറയാൻ പറ്റില്ല. അത് തന്നെയാണ് ഇവിടുത്തെ പ്രശ്നം. നമ്മൾ നേരത്തെ സംസാരിച്ചാലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മൾ പറഞ്ഞ സംഭവം കംപ്ലീറ്റ്ലി അങ്ങ് മാറിപ്പോകും. എന്നാലും ചിലപ്പോൾ ഞാൻ പറയുകയാണ് നിങ്ങളോട് നാളെ ഞാൻ ബാംഗ്ലൂരിൽ പോയി, നിങ്ങൾ നാളെ വരുമോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നാളെ ബാംഗ്ലൂരിൽ പോകും എന്നാണ് ഉദ്ദേശിച്ചത്. പുള്ളിക്കാരൻ ചിലപ്പോൾ തെറ്റിപ്പോയതായിരിക്കും എന്ന് വെച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് സംസാരിക്കും. ഇതേപോലെയാണ് നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുന്ന സമയത്ത് പല സുഹൃത്തുക്കളും തിരിച്ച് നമ്മളോട് സംസാരിക്കുക. ഏകദേശം മനസ്സിലാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് പറയുകയാണ് ചെയ്യുക. എന്ന് വിചാരിച്ച് പെർഫെക്റ്റ് ഗ്രാമറിൽ അങ്ങനെയൊന്നും വേണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് തന്നെ സംസാരിക്കാം, എങ്കിലും അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ നമ്മൾ കൺഫ്യൂഷൻസ് ഉണ്ടാവരുത്. അതൊന്ന് കറക്റ്റ് ചെയ്ത് പോകണം, അത്ര മാത്രമേ ഉള്ളൂ ചെയ്യാൻ. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം എങ്ങനെയത് ചെയ്യണം. 1 by 1 ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഏറ്റവും തുടക്കം മുതൽ പറയാൻ പോകുന്നത് ഞാൻ എന്നുള്ളതിന് എന്താ പറയുക, നമ്മൾ ഐ എന്ന് പറയില്ലേ, എന്ത് പറയും അഭിനവ്? ഐ. വെരി ഗുഡ്. ഞാൻ ഇവരോട് ചോദിക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മുടെ സുഹൃത്തുക്കൾ പറയാം. അപ്പോൾ നിങ്ങൾ അയ്യോ ഇതൊക്കെ എനിക്ക് അറിയാവുന്ന, ഇതൊക്കെ എന്തിനാണ് ഞാൻ പഠിക്കുന്നത്, ഇതൊക്കെ സിമ്പിൾ കാര്യമല്ലേ എന്നൊന്നും ചിന്തിക്കേണ്ട. ഓരോന്നും നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഞാൻ അങ്ങോട്ട് പറയുമ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് പറയണം കേട്ടോ. ഓക്കെ. അപ്പോൾ ഞാൻ എന്നുള്ളതിന് എന്താ പറയുക? ഐ. വെരി ഗുഡ്. ഓക്കെ. ഇനി ഇപ്പോൾ പോയി എന്ന് പറയുന്നതാണ്. ഞാൻ പോയി. ഓക്കെ. പോയി എന്നുള്ളതിന് എന്താണ് പറയുക? പോയി. പല ആൾക്കാരും പറയാറുണ്ട് പോയി എന്ന് പറയുമ്പം ഗോയിങ് എന്ന് പറയാൻ. എന്താ നിങ്ങൾ പറയൂ? ഗോയാണ് അല്ലേ? പോയി എന്നുള്ള ഗോയാണ്. അപ്പോൾ ഗോ എന്നല്ല പോയി എന്ന് പറയാം. ഗോ എന്ന് പറഞ്ഞാൽ പോവുക എന്നാണ്. പോയി എന്നാണെങ്കിൽ ചില ആൾക്കാർ ഗോയിങ് എന്ന് പറയാനില്ല. ഐ ആം ഗോയിങ്, ഞാൻ പോയി എന്ന് പറയാറുണ്ട്. പക്ഷെ അങ്ങനെയല്ല. പോയി എന്ന് പറയുമ്പോൾ വെൻറ്റ്. എന്താ പറയുക? വെൻറ്റ്. ഓക്കെ. അപ്പം ഞാൻ പോയി എന്ന് പറഞ്ഞാൽ ഐ വെൻറ്റ്. പറഞ്ഞു നോക്കിയേ. ഐ വെൻറ്റ്. ഓക്കെ. ഒന്ന് അഭിനവ് ഒന്ന് പറഞ്ഞേ. ഐ വെൻറ്റ്. ഓക്കെ. ഐ വെൻറ്റ്. ഓക്കെ. അപ്പം ഞാൻ പോയി എന്ന് പറയുമ്പോൾ ഐ വെൻറ്റ്. അപ്പം ഞാനൊരു സ്ഥലത്തേക്ക് പോയി, ഞാൻ ബാംഗ്ലൂരിലേക്ക് പോയി എന്നാണ് പറയുന്നതെങ്കിൽ എങ്ങനെ പറയും? അഭിനവ് പറയും. ഐ വെൻറ്റ് ബാംഗ്ലൂർ. അവിടെ ഒരു കാര്യം കൂടി ചേർക്കണം. ടു, ഒരു സ്ഥലത്തേക്ക് എന്ന് കാണിക്കാൻ ടു ചേർക്കുക. ഐ വെൻറ്റ് ടു ബാംഗ്ലൂർ. ഐ വെൻറ്റ് ടു ബാംഗ്ലൂർ എന്ന് പറയരുത്. നമ്മൾ പറയുമ്പോൾ അതൊന്ന് കണക്റ്റ് ചെയ്ത് ചേർത്ത് വെച്ച് പറയുക. സംസാരിക്കുമ്പോൾ എപ്പോഴും നമ്മൾ അങ്ങനെയാണ് സംസാരിക്കുക. ഇപ്പോൾ പലരും ചോദിക്കാറുണ്ട് ഐ വെൻറ്റ് ടു ബാംഗ്ലൂർ എന്ന് പറഞ്ഞാൽ പോലെ എന്താ കുഴപ്പമെന്ന്. പക്ഷെ നിങ്ങൾ മലയാളം സംസാരിക്കുന്ന സമയത്തും ഇതേപോലെ വാക്കുകൾ തമ്മിൽ ചേർത്ത് വെച്ചാണ് സംസാരിക്കുക. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരാളുടെ പേര് ചോദിക്കുമ്പോൾ
എന്താണ് താങ്കളുടെ പേര് എന്നാണ് ചോദിക്കുക. അങ്ങനെയാണോ അജയ് ചോദിക്കുക? അങ്ങനെ നമ്മൾ മലയാളത്തിൽ ചോദിക്കാറുണ്ട് ഒരാളോട്, എന്താണ് നിങ്ങളുടെ പേര്? നമ്മൾ ചോദിക്കുക പേരെന്താ, എന്താണ് പേര്, പേരെന്താ എന്നൊക്കെ ചോദിക്കുക. അല്ല, അങ്ങനെയല്ലേ ചോദിക്കുക? അതെ. അതിന് സമാനമായി തന്നെ ഈ വാക്കുകൾ എപ്പോഴും ചേർന്നിരിക്കും. അങ്ങനെ ചേർന്നിരിക്കുമ്പോഴാണ് അതിനൊരു ഭംഗി ഉണ്ടാകുന്നത്. നമുക്കത് എന്ന് വിചാരിച്ച് ഇങ്ങനെ കറക്റ്റ് ഉച്ചാരണം ഫോളോ ചെയ്യണമെന്ന് ഞാൻ പറയില്ല, പക്ഷേ അങ്ങനെ നമുക്ക് പറ്റിക്കഴിഞ്ഞാൽ കുറച്ച് നല്ലതാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഐ വെൻറ്റ് ടു എന്നുള്ളത് ഒരുമിച്ച് പറയുമ്പോൾ വെൻറ്റു എന്നാക്കാം. വെൻറ്റു പറഞ്ഞു നോക്കിയേ, വെൻറ്റു. അജയ് പറയൂ. ആ, വെൻറ്റു. വെൻറ്റു. ഐ വെൻറ്റു പറഞ്ഞു നോക്കിയേ അജയ്. ഐ വെൻറ്റു. I went to. That's really good. Okay. So, അഭിനവ് എന്ന് പറഞ്ഞേ I went to Bangalore. ആണ്ടോ I went to Bangalore എന്ന് മാറ്റിയിട്ട് I went to Bangalore പറഞ്ഞു നോക്കിയേ. I went to Bangalore. Yes. ഒരുമിച്ച് പറയാൻ നമുക്ക് കേട്ടോ. I went to Bangalore. I went to Bangalore. ഇനി കൊച്ചിൻ എന്നാണെങ്കിലോ പറഞ്ഞു നോക്കൂ അഭിനവ്. I went to Kochi. I went to Cochin. I went to Cochin. I went to Cochin എന്ന് പറയുന്നേക്കാളും കുറച്ചുകൂടി ഭംഗിയില്ലെന്ന് എനിക്ക്. അതായത് നമ്മൾ ചില ആൾക്കാർ ചോദിക്കും എന്തിനാ ഇങ്ങനെയൊക്കെ ഉച്ചാരണത്തിലൊക്കെ ഇതിനൊക്കെ നമ്മൾ നോക്കണ്ട, അതിൻ്റെ ആവശ്യമില്ലല്ലോ എന്ന് നമുക്ക് തോന്നും. നമുക്കിപ്പോൾ സുരേഷ് ഗോപി, മമ്മൂട്ടിയൊക്കെ ഇംഗ്ലീഷിൽ ഡിലോഗ് പറയുന്ന സമയത്ത്, അല്ലെങ്കിൽ പൃഥ്വിരാജ് ഒക്കെ ഇംഗ്ലീഷിൽ ഡിലോഗ് പറയുന്നത് നമുക്ക് ഭയങ്കര രസമായിരിക്കും കേൾക്കാൻ. ആ കേൾക്കാനുള്ള രസം കൊണ്ട് ഒപ്പം തന്നെ നമ്മുടെ ചെറിയ ചെറിയ മിസ്റ്റേക്സുകളൊന്നും പെട്ടെന്ന് ആരെങ്കിലും നോട്ട് ചെയ്യില്ല. ഞാനൊരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഒരാൾക്ക് പറയേണ്ടത് ഞാൻ പോവുകയാണ്, ഞാൻ നാളെ വരും, നിങ്ങൾ നാളെ വരുമോ എന്നാണ് ഒരാൾക്ക് ചോദിക്കേണ്ടത്. ഞാൻ നാളെ വരും, നിങ്ങൾ നാളെ വരുമോ എന്നാണ് ഒരാൾക്ക് ചോദിക്കേണ്ടത്. അപ്പം അയാൾക്ക് ഒരുപാട് വാക്കുകളൊന്നും അറിയില്ല. ഞാൻ എന്നുള്ളതിന് ഐ ആണെന്നറിയാം, വരിക എന്നുള്ളതിന് കമ്മാന്നറിയാം, നിങ്ങൾ എന്നുള്ളതിന് യു എന്നറിയാം. ഇത്രയേ ഉള്ളൂ, അയാൾക്ക് അറിയുള്ളൂ. ഓക്കെ, നാളെ എന്നുള്ളതിന് ടുമോറോ, ഇത്രയേ ഉള്ളൂ. അതിനകത്ത് വേറെ ഗ്രാമറോ ഈ സാമാർ വാസ് വേറെ ഇതിനെപ്പറ്റി ഒന്നും അയാൾക്ക് അറിയില്ല. അപ്പം അയാൾ പറയാണ് ടുമാറോ ഐ കമ്മ്, യു കമ്മ് ടുമോറോ, ടുമോറോ ഐ കമ്മ്, യു കമ്മ് ടുമോറോ. ഇങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് എന്ത് തോന്നും അഭിനവേ? അത് അരോചകമായി തോന്നും അല്ലേ? നമുക്ക് എന്തോ ഒരു ചോദ്യമായിട്ട് തോന്നില്ലേ? എന്നാൽ ഇതേ വേർഡുകൾ കുറച്ചുകൂടി കണക്ട് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം. ടുമോറോ ഐ കം ടുമോറോ, യു കം ടുമോറോ, ഐ കം ടുമോറോ, യു കം ടുമോറോ എന്ന് ചോദിച്ചാൽ എന്ത് തോന്നും അജയ്? അപ്പോൾ ആ ഒരു ലാംഗ്വേജിൽ അയാൾക്ക് കുറച്ചുകൂടെ ഒരു ഫ്ലുവൻസി ഉള്ള പോലെ തോന്നും കേൾക്കുമ്പോൾ. ഫ്ലുവൻസി ഉള്ള പോലെ തോന്നും. സത്യത്തിൽ രണ്ടാൾ പറഞ്ഞതും തെറ്റാണ്. പക്ഷേ എങ്കിലും നമുക്ക് കേൾക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ രണ്ടാമത്തെ ആൾ പറഞ്ഞാൽ കുറച്ചുകൂടി നല്ലതായിട്ട് തോന്നാം അല്ലേ? ടുമോറോ ഐ കം, യു കം ടുമോറോ എന്നൊക്കെ പറഞ്ഞാൽ. അപ്പോൾ ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു ചെറിയൊരു മിനിമം ഫ്ലുവൻസി നമ്മൾ കീപ്പ് ചെയ്യാൻ പറ്റിയാൽ നല്ലതാണ്. അങ്ങനെ ഇല്ലെങ്കിലും ഒരു കൊലക്കുറ്റമില്ല. അങ്ങനെയൊക്കെ നമുക്ക് പോവാം. ഓക്കെ, ഇനി ഓരോ ആക്സെൻറ്റുകളൊന്നും നമ്മൾ ചെയ്യണമെന്നൊന്നുമില്ല. നമുക്ക് സ്വാഭാവികമായിട്ടും ഓരോ ആളുകൾക്കും അതിൻ്റേതായ ഓരോ ഭാഷകൾക്കും അതിൻ്റേതായ ഡയലക്റ്റിക്സ് ഉണ്ട് സ്വാഭാവികമായിട്ടും. കാരണം നമുക്കറിയാം നമ്മൾ മലയാളത്തിൽ തന്നെ അതിൻ്റെ സ്ലാങ് ഡിഫറൻസ് ഒക്കെ ഓരോ സ്ഥലത്തും ഉണ്ടാകുന്ന ഒരു കുഴപ്പമുള്ള കാര്യമില്ല. ഇപ്പോൾ ഇന്ത്യൻ ഇംഗ്ലീഷിൽ തന്നെ ഒരു സംഭവമുണ്ട്. അതുകൊണ്ട് ആ ഒരു കാര്യം കുഴപ്പമുള്ള കാര്യമല്ല. എങ്കിലും നിങ്ങൾക്ക് ട്രൈ ചെയ്യാം, കൂടുതൽ നല്ലതായിരിക്കും അങ്ങനെ പറയാൻ ശ്രമിച്ചാൽ. അപ്പോൾ ഐ വെൻറ്റ് ടു, ഇപ്പോൾ ഞാൻ പറയാണ് ഡൽഹി, ഞാൻ ഡൽഹിയിൽ പോയി എന്ന് അങ്ങനെ പറയാം അജയ്? ഐ വെൻറ്റ് ടു ഡൽഹി. ഐ വെൻറ്റ് ടു ഡൽഹി, റൈറ്റ്. ഓക്കെ, ഞാൻ കൊൽക്കത്തയിൽ പോയി പറയൂ അഭിനവ്? ഐ വെൻറ്റ് ടു കൊൽക്കത്ത. ഓക്കെ, റൈറ്റ്. ഇനി ഞാൻ പറയുന്നത് ഞാൻ ബാങ്കിൽ പോയി. ഞാൻ ഈ പറയുന്ന ഓരോ സംഭവവും നമ്മുടെ സുഹൃത്തുക്കൾ കേൾക്കുന്ന ആൾക്കാർ റിപ്പീറ്റ് ചെയ്യണം. റെപ്പിറ്റേഷൻ ഈസ് ദ കീ ടു സക്സസ്. ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്, റൈറ്റ്? ഓക്കെ, റിപ്പീറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മൾ ആ ഭാഷ നല്ല ഭംഗിയായിട്ട് പറയാൻ പറ്റുക. ഇതൊക്കെ സിമ്പിളായിട്ട് കരുതി നിങ്ങൾ തള്ളിവിടരുത്, പറഞ്ഞുകൊണ്ടേയിരിക്കുക. അതിൻ്റെ മാറ്റം ഞാൻ ഈ ഒന്നാമത്തെ ക്ലാസ് കഴിയുമ്പോൾ അതിൻ്റെ ഒരു മാറ്റം ഞാൻ നിങ്ങളെ കാണിച്ചു. ഷുവർ ഐ എം ഗോയിങ് ടു ഷോ യു ദാറ്റ് എക്സാക്ട്ലി വാട്ട് വിൽ ഹാപ്പൻ. ഓക്കെ, എന്താ സംഭവിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഞാൻ ബാങ്കിൽ പോയി എന്ന് അങ്ങനെ പറയും. ഐ വെൻറ്റ് ടു ബാങ്ക്. ഇവിടെ നമ്മൾ ചെറിയൊരു കാര്യം കൂടെ ആഡ് ചെയ്യണം. ബാങ്ക്, ഒരു ബാങ്ക്, പോസ്റ്റ് ഓഫീസ്, റെയിൽവേ സ്റ്റേഷൻ, ഇതിനൊക്കെ പുറകിൽ ദ എന്നൊരു സാധനം കൂടി ചേർക്കും. ദ. അപ്പോൾ ദ എവിടെയൊക്കെ ചേർക്കുക നമ്മളിങ്ങനെ കാണാതെ എഴുതി പഠിക്കൊന്നും വേണ്ട, ഉപയോഗിച്ച് പഠിക്കുക. എപ്പോഴും നമ്മൾ ഒരു കാര്യം ഉപയോഗിച്ച് പഠിച്ചാൽ നമുക്ക് എക്സാക്റ്റായിട്ട് എവിടെ വേണ്ടതെന്ന് പെട്ടെന്ന് നല്ലൊരു ഐഡിയ വരും. അപ്പോൾ നമുക്ക് പോസ്റ്റ് ഓഫീസ്, റെയിൽവേ സ്റ്റേഷൻ അങ്ങനെയൊക്കെ ഓരോന്ന് പറയുന്ന സമയത്ത് എന്താ പറയുക, വില്ലേജ് ഓഫീസ് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് ദ ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എങ്ങനെ ഇത വരുന്ന എങ്ങനെയാണ്? ബാങ്കിൻ്റെ തൊട്ട് മുന്നിൽ ഇത വരുമ്പോൾ എങ്ങനെ വരും അഭിനവ്? I went to the bank. I went to the bank. I went to the bank. Okay. ഇനി ഞാൻ ജിമ്മിൽ പോയി എന്ന് എങ്ങനെ പറയും?
അജയ് ഒന്ന് പറഞ്ഞു നോക്കിയേ, ഞാൻ ജിമ്മിൽ പോയി. I went to the gym. ഐ വെന്റ് ടു ദ ജിം. ഒരുമിച്ച് പറഞ്ഞു നോക്കിയേ, ആ ഒരു സ്പീഡ് ഒന്ന് കീപ്പ് ചെയ്ത് പറഞ്ഞു നോക്കിയേ. ഐ വെന്റ് ടു ദ ജിം. I went to the gym. വെരി ഗുഡ്. ഐ വെന്റ് ടു ദ ജിം. റൈറ്റ്. ഓക്കെ. ഇനി ഞാൻ ലൈബ്രറിയിൽ പോയി എന്ന് പറഞ്ഞു നോക്കിയേ. ഞാൻ I went to the library. ഐ വെന്റ് ടു ദ ലൈബ്രറി. ലൈബ്രറി അല്ല അങ്ങനെ പറഞ്ഞു വെച്ചാൽ കുഴപ്പമൊന്നുമില്ല, എന്നാലും ഇങ്ങനെ പറയാം ലൈബ്രറി. ട്രൈ ചെയ്യാം. ജസ്റ്റ് യു ട്രൈ ദാറ്റ്. ലൈബ്രറി പറഞ്ഞു നോക്കിയേ. Library. ലൈബ്രറി. ഓക്കെ, ലൈബ്രറി ഒക്കെ ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് കേട്ടോ. എന്ന് വെച്ചാൽ എല്ലാ ഉച്ചാരണം നമുക്ക് പഠിച്ച് ഒറ്റ ദിവസം കൊണ്ട് എടുക്കാൻ പറ്റുന്നില്ല. ഞാൻ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഡോണ്ട് വറി. ഓക്കെ, യെസ്. അപ്പോൾ ഞാനൊരു പലചരക്ക് കട എന്ന് പറയില്ലേ, നമ്മൾ സാധനങ്ങളൊക്കെ നിത്യോപയോഗ സാധനങ്ങളൊക്കെ വാങ്ങുന്നത്, അതിനെന്താ പറയുക? പലചരക്ക് കട. സ്റ്റേഷനറി. സോറി, ഇറ്റ്സ് നോട്ട് കറക്റ്റ്. ഓക്കെ, സ്റ്റേഷനറി എന്ന് പറഞ്ഞാൽ നമുക്ക് ബുക്ക്, പെൻസില് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നില്ല. അതിനാണ് സ്റ്റേഷനറി എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് വേണ്ടത് ഗ്രോസറി അല്ലെങ്കിൽ ഗ്രോഷറി എന്നും ചിലപ്പോൾ ഉച്ചരിക്കാറുണ്ട്. ഗ്രോസറി സ്റ്റോർ എന്ന് പറയാം, ഗ്രോസറി ഷോപ്പ് എന്ന് പറയാം, ഒരു കുഴപ്പമില്ല. ചിലപ്പോൾ ഗ്രോഷറി എന്നും പറയാറുണ്ട്. നോ പ്രോബ്ലം. ഓക്കെ, സോ ഐ വെന്റ് ടു ദ ഗ്രോസറി സ്റ്റോർ. യു ക്യാൻ ട്രൈ ദാറ്റ്. അജയ് ഒന്ന് പറഞ്ഞു നോക്കിയേ. I went to the grocery store. I went to the grocery store. Repeat. I went to the grocery store. Yes, I went to the grocery store. Okay. ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ പോയി. ഒന്ന് പറഞ്ഞു നോക്കി. ഗ്രോസറി സ്റ്റോർ എന്ന് പറഞ്ഞ അഭിനയം ഒന്ന് പറഞ്ഞ ഞാൻ ഗ്രോസറി സ്റ്റോറിൽ പോയിന്ന്. ഇത് പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുക, നിങ്ങൾ കൂടി വേണ്ടിയാണ് നിങ്ങളിത് റിപ്പീറ്റ് ചെയ്ത് പറയണം കേട്ടോ. ഓക്കെ, ഞാൻ ഈ പറയുന്ന സമയത്തുള്ള ഗ്യാപ്പിൽ നിങ്ങൾ ആദ്യം പറയണം. ഓക്കെ, ദാറ്റ്സ് റിയലി ഗുഡ്. ഓക്കെ, പറഞ്ഞോളൂ അഭിനവ്. I went to the grocery store. യെസ്, ഐ വെന്റ് ടു ദ ഗ്രോസറി സ്റ്റോർ. ദാറ്റ്സ് റിയലി ഗുഡ്. ഓക്കെ, അടുത്തത് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ പോയി എന്നാണെങ്കിൽ എങ്ങനെ വരും അജയ്? I went to the railway station. I went to the railway station. Okay. Yes. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു ചെറിയൊരു സംഭവം കൂടി ആഡ് ചെയ്യാം. അതിതാണ് എന്താ വേണ്ടതെന്ന് വെച്ചാൽ എപ്പോഴാണ് പോയതെന്നുള്ളത്. ഓക്കെ, എപ്പോഴാണ് പോയതെന്നുള്ളത് നമ്മൾ എന്ത് പറയും അജയ്? ഇന്നലെ എന്നുള്ളതിന് അതെങ്ങനെ പറയാം? ഇന്നലെ എന്നുള്ളതിന് എന്താ പറയുക? ഒരു സമയം നമ്മൾ കൊടുക്കാം. ഇന്നലെ എന്നുള്ളതിന് എന്താ പറയുക? യെസ്റ്റർഡേ എന്ന് പറയുന്നത് കറക്റ്റാണ്. എന്നാൽ ഒരു കാര്യം കൂടി, ചെറിയൊരു കാര്യം അത് മാറ്റുക. യെസ്റ്റർഡേക്ക് ആറൊന്ന് സോഫ്റ്റ് ചെയ്യുക. നമ്മൾ മലയാളികൾ ഒരുപാട് ആറുണ്ട്. സോറി, ഓക്കെ, വർക്ക്ഡ്, ആസ്ക്ഡ് എന്നൊക്കെ പറയുന്ന സമയത്ത് ആറുണ്ട്, ഡ ഉണ്ട്, കെ ഉണ്ട്. ഇതൊക്കെ നമ്മൾ ഓവറായിട്ട് പലപ്പോഴും സ്ട്രെസ് ചെയ്യാറുണ്ട്. ഓക്കെ, കുഴപ്പമില്ല, അതൊക്കെ നമുക്ക് ശരിയാക്കി എടുക്കാം. കുറേയൊക്കെ നമ്മളിങ്ങനെ ഉപയോഗിച്ച് സെറ്റ് ആവുകയാണ് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഒന്നും കൂടി ഒന്ന് സോഫ്റ്റ് ചെയ്ത് പറയാം. ഓക്കെ, ഒന്ന് സോഫ്റ്റ് ചെയ്തിട്ട് എങ്ങനെയായിരിക്കും പറയുക? യെസ്റ്റർഡേ എന്നുള്ളതിന് ആറിന് നമ്മളങ്ങ് അവോയ്ഡ് ചെയ്ത് നോക്കിയാൽ പറയുമ്പോൾ യെസ്റ്റർഡേ പറഞ്ഞു നോക്കാം. അഭിനവ് ഒന്ന് പറഞ്ഞേ. യെസ്റ്റർഡേ. അജയ് എന്ന് പറഞ്ഞു നോക്കിയേ. യെസ്റ്റർഡേ. ദാറ്റ്സ് റിയലി ഗുഡ്. യെസ്റ്റർഡേ. ഓക്കെ, അപ്പോൾ ഇന്നലെ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ പോയി എന്നാണ് പറയേണ്ടത്. അജയ് എന്ന് പറഞ്ഞു നോക്കിയേ. അപ്പോൾ ഈ സമയമുണ്ടല്ലോ, സമയം ആദ്യം വെക്കാം, അവസാനവും വെക്കാം. അതിൽ എവിടെയാണ് ശരിക്കും വെക്കേണ്ടതെന്ന് ഒന്ന് പറയാമോ? ആരാ പറയാം? അഭിനവ് പറയാം. ആദ്യം വെക്കാം, അവസാനവും വെക്കാം. രണ്ട് സ്ഥലത്തും വെക്കാം, കുഴപ്പമൊന്നുമില്ല. പലപ്പോഴും സ്മോൾ സെൻറ്റൻസ് ഒക്കെ ആണെങ്കിൽ അവസാനം വെക്കുന്നതാണ് കൂടുതൽ നല്ലത് എന്ന് കരുതി നമ്മൾ ആദ്യം പറഞ്ഞാൽ, ലോങ് സെൻറ്റൻസ് ഒക്കെ പറയുമ്പോൾ നമ്മൾ ആദ്യം പറയുമ്പോൾ കുറച്ചുകൂടി എളുപ്പമുണ്ടാവും. അതുകൊണ്ട് നമ്മൾ വേണമെങ്കിൽ നമുക്ക് ആദ്യം തന്നെ പറഞ്ഞേക്കാം, കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം, ഇപ്പോൾ ഐ വെന്റ് ടു ബാങ്ക് യെസ്റ്റർഡേ എന്ന് പറയുന്നതിന് പകരം യെസ്റ്റർഡേ. ഇപ്പോൾ നമ്മൾ ചോദിക്കുന്നത് യെസ്റ്റർഡേ, ഇന്നലെ നിങ്ങൾ എവിടെയായിരുന്നു? അപ്പോൾ നമ്മൾ പറയണം യെസ്റ്റർഡേ ഐ വെന്റ് ടു ബാങ്ക്. ഓക്കെ, റൈറ്റ്. ഐ വെന്റ് ടു ദ ബാങ്ക്, ഇതവിടെ വേണം. ഓക്കെ, യെസ്റ്റർഡേ ഐ വെന്റ് ടു ദ ബാങ്ക്. ഓക്കെ, അപ്പോൾ അഭിനവ് ഒന്ന് പറഞ്ഞു നോക്കും. ഞാൻ ഇന്നലെ പോസ്റ്റ് ഓഫീസിൽ പോയി എന്ന് പറഞ്ഞു നോക്കേ. Yesterday I went to the post office. Yes, post office. പറഞ്ഞു നോക്കേ. പോസ്റ്റ് ഓഫീസ്. ശരിക്കും ഓ എന്ന് വരുന്നതിനേക്കാൾ കൂടുതൽ ആ എന്നാണ്. പോസ്റ്റ് ഓഫീസ്.
പോലീസ് ഓഫീസർ എന്നൊക്കെ വരും, അങ്ങനെ വരിക. ഓക്കെ, നോ പ്രോബ്ലം. യെസ്. അപ്പോൾ യെസ്റ്റർഡേ ഐ വെൻറ്റ് ടു ദ പോസ്റ്റ് ഓഫീസ്. ഇപ്പോൾ നിങ്ങളിങ്ങനെ പറഞ്ഞു നോക്കിയാൽ യെസ്റ്റർഡേ ഐ വെൻറ്റ് ടു ദ പോസ്റ്റ് ഓഫീസ് എന്ന് പറയുന്നതിനേക്കാൾ കുറച്ചുകൂടി നല്ലതാണ് യെസ്റ്റർഡേ ഐ വെൻറ്റ് ടു ദ പോസ്റ്റ് ഓഫീസ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അജയ്. യെസ്റ്റർഡേ ഐ വെൻറ്റ് ടു ദ പോസ്റ്റ് ഓഫീസ്. യെസ്. അഭിനവ് എന്ന് പറഞ്ഞു നോക്ക്, ഇന്നലെ ഞാൻ കോഫി ഷോപ്പിൽ പോയി, എങ്ങനെ പറയും? Yesterday I went to the coffee shop. ദാറ്റ്സ് റിയലി ഗുഡ്. ഓക്കെ, യെസ്. ഒന്നുകൂടി പറഞ്ഞു നോക്കുക. അന്ന് അജയ് എന്ന് പറഞ്ഞേ. യെസ്റ്റർഡേ ഐ വെൻറ്റ് ടു ദ കോഫി ഷോപ്പ്. ദാറ്റ്സ് റിയലി ഗുഡ്. ഞാൻ വില്ലേജ് ഓഫീസിൽ പോയി എന്നാണെങ്കിൽ എങ്ങനെ പറയും അജയ്? യെസ്റ്റർഡേ ഐ വെൻറ്റ് ടു ദ വില്ലേജ് ഓഫീസ്. യെസ്. യെസ്റ്റർഡേ നമുക്ക് യെസ്റ്റർഡേ അവിടെ നമ്മൾ പോസ് ചെയ്യുന്നതായിരിക്കും നന്നാ. അവിടെ നമ്മൾ ചെറിയൊരു ഗ്യാപ്പ് ഇടണം. അപ്പോൾ നമ്മൾ ഇന്നലെ എവിടെയായിരുന്നു? യെസ്റ്റർഡേ ഐ വെൻറ്റ് ടു ദ പോസ്റ്റ് ഓഫീസ്. അല്ലെങ്കിൽ പറയാം യെസ്റ്റർഡേ ഐ വെൻറ്റ് ടു ദ വില്ലേജ് ഓഫീസ്. ഓക്കെ, യെസ്റ്റർഡേ ഐ വെൻറ്റ് ടു ദ വില്ലേജ് ഓഫീസ് എന്ന് തന്നെ പറയാം. ഓക്കെ, അപ്പോൾ ഒന്ന് പറഞ്ഞു നോക്കി, ഒന്നുകൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. യെസ്റ്റർഡേ ഐ വെൻറ്റ് ടു ദ വില്ലേജ് ഓഫീസ്. വില്ലേജ് വേണ്ട, വില്ലേജ് ഓഫീസ്. ഓക്കെ, റിയലി ഗുഡ്. ഓക്കെ, ഇനി ഞാൻ ഇന്നലെ പല വ്യഞ്ജന ഷോപ്പിൽ പോയി, അല്ലെങ്കിൽ പലചരക്ക് കടയിൽ പോയി എന്ന് പറയുമ്പോൾ എങ്ങനെ പറയും? നമ്മൾ വീട്ടു സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പോകുന്നത്. നേരത്തെ എന്തായിരുന്നു അതിന് പറഞ്ഞു ഓർമ്മയുണ്ടോ? വേണ്ടതായിരുന്നു Yesterday I went to the grocery store. യെസ്, ദാറ്റ്സ് റിയലി ഗുഡ്. ഗ്രോസറി സ്റ്റോർ. ഓക്കെ, യെസ്റ്റർഡേ ഐ വെൻറ്റ് ടു ദ ഗ്രോസറി സ്റ്റോർ. ഓക്കെ, ഞാൻ റിപ്പീറ്റ് ചെയ്ത് നിങ്ങളെ വെറുപ്പിക്കുകയില്ല. ഇത് കേൾക്കുന്ന ആൾക്കാർ ചിലപ്പം നമ്മളൊരു ട്രെയിനിങ് കൊടുക്കുന്ന സമയത്തെ ചിലപ്പോൾ തീരെ അറിയാത്ത ഒരാളും ഉണ്ടാവും, അത്യാവശ്യം അറിയുന്നവരുണ്ടാവും. അപ്പോൾ തീരെ അറിയാത്ത ആൾക്കാർക്കും കൂടെ അവരെ നമ്മൾ മനസ്സിൽ കണ്ടിട്ട് ക്ലാസ് കൊടുക്കുമ്പോഴാണ് കൂടുതൽ ഗുണം ഉണ്ടാവുകയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ അത്രയും ബേസിക് ലെവലിലേക്ക് വന്ന് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു പോകുന്നത്. പക്ഷേ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിലും ഒരു പക്ഷേ നിങ്ങൾ ചിലപ്പോൾ സെൻറ്റൻസ് വൈസ് ആയിരിക്കില്ല ചില ആളുകൾ പറയുക, അവർക്കൊക്കെ കുറച്ചുകൂടി യൂസ്ഫുൾ ആകുമെന്ന് കരുതിയിട്ടാണ് അങ്ങനെ വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു പോകുന്നത്. ഓക്കെ, ഇനി ഞാൻ ഇതിൻ്റെ അടുത്തൊരു ചെറിയൊരു കാര്യം കൂടി, ഒരു കൺഫ്യൂഷൻസ് വന്നേക്കാം. ഞാൻ ഇന്നലെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി, എങ്ങനെ പറയും? ഞാൻ വീട്ടിൽ പോയി എന്നാണ് എങ്ങനെ പറയും? അഭിനവ് എന്ന് പറയും. ഞാൻ വീട്ടിൽ പോയി, ഇന്നലെ ഞാൻ വീട്ടിൽ പോയി. Yesterday I went to home. ശ്രദ്ധിച്ചുള്ള അഭിനവ് പറഞ്ഞതിൽ യെസ്റ്റർഡേ ഐ വെൻറ്റ് ടു ഹോം. ടു എന്നോടെ വന്നുണ്ടോ? അത് തെറ്റാണ്. എന്താ അറിയോ അഭിനവേ, ഇതുവരെ നമ്മൾ പഠിച്ച എങ്ങനെ ഒരു സ്ഥാപനത്തിൻ്റെ മുന്നിലൊക്കെ നമ്മൾ ടു വരുന്നല്ലേ? ഐ വെൻറ്റ് ടു ദ, അല്ലെങ്കിൽ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ഐ വെൻറ്റ് ടു, സ്ഥാപനമല്ല കേട്ടോ, സ്ഥലത്തേക്ക്. ഐ വെൻറ്റ് ടു കൊച്ചിൻ, ഐ വെൻറ്റ് ടു ബാംഗ്ലൂർ, ഐ വെൻറ്റ് ടു ഡൽഹി എന്നൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. അങ്ങനെ പറഞ്ഞ ഓർമ്മയുണ്ടോ അഭിനവേ? ഓർമ്മയുണ്ട് സാർ. യെസ്. പക്ഷെ ഇവിടെ നമ്മൾ ടു പാടില്ല. ഹോമിൻ്റെ പുറകിൽ ടു പാടില്ല. ഹോമിൻ്റെ പുറകിൽ എന്ത് പാടില്ല അജയ്? ടു പാടില്ല. അതായത് ഹോമിൻ്റെ തൊട്ട് പുറകിൽ ടു പാടില്ല എന്നല്ലോ. ഇപ്പോൾ ഞാൻ യെസ്റ്റർഡേ ഐ വെൻറ്റ് ടു മൈ ഫ്രണ്ട്സ് ഹോം എന്ന് പറയാം, എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിൽ. അവിടെ ഹോമിൻ്റെ പുറകിൽ എന്താ വന്നത്? മൈ ഫ്രണ്ട്സ് ഹോം. അപ്പോൾ എന്താ വന്നത് അതിൻ്റെ തൊട്ട് പുറകിൽ? അജയ് പറയൂ. മൈ ഫ്രണ്ട്സ് ഹോം, അതാണ് അല്ലേ? അപ്പോൾ ഹോമിൻ്റെ പുറകിൽ അതാണ് വന്നത്, മൈ ഫ്രണ്ട്സ് എന്നുള്ളത് വന്നു. നേരിട്ട് ഞാൻ പറയാണ് യെസ്റ്റർഡേ ഐ വെൻറ്റ് ടു ഹോം എന്ന് പറഞ്ഞാൽ ഹോമിൻ്റെ തൊട്ട് പുറകിൽ ടു വരാൻ പാടില്ല. ഹോമിൻ്റെ പുറകിൽ എന്ത് വരാൻ പാടില്ല അഭിനവേ? മതിലല്ല. ഹോമിൻ്റെ പുറകിൽ, വീടിൻ്റെ പുറകിൽ മതിലല്ല പറയാൻ പറഞ്ഞേ. ഹോമിൻ്റെ പുറകിൽ എന്ത് വരാൻ പാടില്ല? ടു വരാൻ പാടില്ല. ദാറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് തിങ് യു ജസ്റ്റ് റിമെമ്പർ. ഓക്കെ, അത് നിങ്ങൾ ഓർത്ത് വെക്കുക. അപ്പോൾ ഹോം എന്ന് പറയുമ്പോൾ നമ്മളവിടെ ടു ഉപയോഗിക്കേണ്ട. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പോൾ പലരും ചോദിക്കാറുണ്ട് ഇതെന്ത് ഇങ്ങനെ ഒരു നിയമം വന്നത് എന്ന് ചോദിക്കാറുണ്ട്. അങ്ങനെ തോന്നാറുണ്ടോ അജയ്ക്ക്? എപ്പോഴെങ്കിലും അങ്ങനെ തോന്നാറുണ്ടോ? ഇംഗ്ലീഷിൽ എന്താ ഇങ്ങനെയൊക്കെ നിയമങ്ങൾ വന്നത്, ഇതെന്തുകൊണ്ട് അങ്ങനെ വന്നെന്ന് തോന്നാറുണ്ടോ? ഉണ്ട് സാർ, ഉണ്ട്. പിന്നെ ചില കാരണങ്ങളുണ്ട്. പക്ഷേ വളരെ സിമ്പിളായിട്ട് ഞാനൊരു കാര്യം ചോദിക്കണം. ഇപ്പോൾ അജയ് എന്നുള്ള പേര്, എന്തിനാ അജയ് എന്നുള്ള പേര് ഇട്ടത് എന്താണ്? വേറെ എന്തെങ്കിലും പേര് ഇട്ടാൽ പോരായിരുന്നു? ചൈനീസ് പേരൊക്കെ ഇടായിരുന്നല്ലോ എന്ന് ചോദിച്ചാൽ ശേഷം നമുക്ക് മറുപടി ഉണ്ടാവില്ല അല്ലേ? ഇപ്പോൾ എൻ്റെ പേര് സൂര്യ ധനീഷ്. ഇപ്പോൾ ഈ പേര് എന്തിനാ ഇട്ടെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ചില കാരണങ്ങൾ ഉണ്ടാകാം കേട്ടോ. ചിലപ്പോൾ അവരുടെ എന്താ പറയുക, വീട്ടിലുള്ള മറ്റാരെങ്കിലും പേരായിരിക്കാം, അല്ലെങ്കിൽ ഫേമസ് ആയ ഒരു വ്യക്തിയുടെ പേരാകാം, അതിനൊരു കാരണം ഉണ്ടായിരിക്കാം. എങ്കിലും വേറെ ഒരു പേര് എന്തുകൊണ്ട് ഇട്ടില്ല എന്ന് ചോദിച്ചാൽ നമ്മളതങ്ങനെ ഇട്ടു. അതേ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു കോമൺലി അങ്ങനെ ഭാഷ എപ്പോഴും നമ്മൾ സംസാരിച്ച് ഇങ്ങനെ വരുന്നതാണ്. ഓക്കെ, വാമൊഴിയിലൂടെ വരുന്നതാണ്. അങ്ങനെ വരുമ്പോൾ സംസാരിച്ച് നമ്മൾ അങ്ങനെ എത്തി, അത് പിന്നെ അതേപോലെ ആക്കി മാറ്റി. ഇനി അത് മാറ്റാൻ പറ്റുമെന്ന് ചോദിച്ചാൽ
അങ്ങനെ എളുപ്പത്തിൽ മാറ്റാൻ പറ്റില്ല. ഇപ്പോൾ അമേരിക്കൻ ഇംഗ്ലീഷ്, ബ്രിട്ടീഷ് ഇംഗ്ലീഷ് എന്നൊക്കെ പറഞ്ഞാൽ രണ്ടെണ്ണമായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇന്ത്യൻ ഇംഗ്ലീഷ് എന്നുകൊണ്ട് വേറെ വേർഷൻ ഉണ്ട്. ഇപ്പോൾ അമേരിക്കൻ ഇംഗ്ലീഷും ബ്രിട്ടീഷ് ഇംഗ്ലീഷും നമ്മൾ സ്പെല്ലിംഗ് അടക്കം വ്യത്യാസമുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അഭിനവ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അമേരിക്കൻ ഇംഗ്ലീഷ്, ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ഇതിൽ സ്പെല്ലിംഗ് ഒക്കെ ചില വേർഡ്സുകൾക്ക് വ്യത്യാസമുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും? ഇല്ല സാർ, ശ്രദ്ധിച്ചിട്ടില്ല. ഇപ്പോൾ ഫോട്ടോയുടെ സ്പെല്ലിംഗ് എന്ന് പറഞ്ഞേ. PHOTO. PHOTO ഫോട്ടോ ആണ്. ദാറ്റ്സ് കോൾഡ് ബ്രിട്ടീഷ് ഇംഗ്ലീഷ്. ബട്ട് ഇൻ അമേരിക്കൻ ഇംഗ്ലീഷ് നമ്മൾ FOTO എന്ന് എഴുതിയാലും കുഴപ്പമില്ല. ഫോണിൻ്റെ സ്പെല്ലിംഗ് ഏതാണ്? PHONE. യെസ്. ദെൻ അമേരിക്കൻ ഇംഗ്ലീഷിൽ യു ക്യാൻ റൈറ്റ് ദാറ്റ് FONE എന്ന് എഴുതാം, ഒരു കുഴപ്പമില്ല. അതായത് സംസാരിക്കുന്നത് പോലെ തന്നെ എഴുതിയാൽ പോരെ എന്നാണ് അമേരിക്കക്കാർ ചോദിക്കുന്നത്. സ്വാഭാവികമായിട്ടും അങ്ങനെ എഴുതി വെച്ചാൽ കുഴപ്പമില്ല, നോ പ്രോബ്ലം, യു ക്യാൻ യൂസ് ദാറ്റ്. ദാറ്റ്സ് അവർ ബിസിനസ്, ദാറ്റ്സ് നോട്ട് അവർ ബിസിനസ്. ഓക്കെ, സോ നമ്മൾ അതിലേക്ക് പോകണ്ട, നമുക്ക് ഇതിലേക്ക് കറക്റ്റ് ആയിട്ട് വരാം. സോ നമുക്ക് വീണ്ടും അതിൻ്റെ കണ്ടിന്യൂഷൻ ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ പറയാൻ പോകുന്നത് എന്താണ്? കാണാമല്ലോ അല്ലേ? അഭിനവ് കാണുന്നുണ്ടല്ലോ അല്ലേ? യെസ്, ഞാൻ നിങ്ങൾ കണക്ട് ചെയ്ത് വെച്ചാൽ ഇടയ്ക്ക് ഇവിടെ എനിക്കിത് സ്ക്രീനിൽ ചെറിയൊരു കാണുന്നുണ്ടോ? അജയ് കാണുന്നുണ്ടോ? സ്ക്രീൻ കാണാമല്ലോ? ഉണ്ട് സാർ. ഓക്കെ, ദാറ്റ്സ് റിയലി ഗുഡ്. യാ, റൈറ്റ്. ഓക്കെ, സോ അടുത്ത ഞാനൊന്ന് പറയാം, ശ്രദ്ധിക്കാം. ഇനി ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിൽ പോയി എന്ന് പറയാൻ നോട്ടിയോ? അപ്പോൾ എങ്ങനെ പറയും? I went to my friend's home. I went to my friend's home. ഇന്നലെ ഞാൻ സുഹൃത്തിൻ്റെ വീട്ടിൽ പോയി എന്നാണെങ്കിലോ? Yesterday I went to my friend's home. റൈറ്റ്. ഓക്കെ, ഇന്നലെ ഞാൻ എൻ്റെ അധ്യാപകൻ്റെ വീട്ടിൽ പോയി എന്നാണെങ്കിലോ? Yesterday I went to my teacher's house. യെസ്, യെസ്റ്റർഡേ ഐ വെൻറ്റ് ടു മൈ ടീച്ചേഴ്സ് ഹൗസ്, അല്ലെങ്കിൽ ടീച്ചേഴ്സ് ഹോം. ഓക്കെ, റൈറ്റ്. ഇനി ഞാൻ എൻ്റെ നെയ്ബറിൻ്റെ വീട്ടിൽ ഇന്നലെ പോയി എന്നാണെങ്കിലോ? ഒന്ന് പറഞ്ഞു നോക്കൂ അഭിനവ്. Yesterday I went to my neighbor's house. നെയ്ബേഴ്സ് ഹൗസ്. ഓക്കെ, ഇനി ഇന്നലെ ഞാൻ സിനിമാ തിയേറ്ററിൽ പോയി എന്നാണെങ്കിലോ? Yesterday I went to the theater. യെസ്, യെസ്റ്റർഡേ ഐ വെൻറ്റ് ടു ദ തിയേറ്റർ, അല്ലെങ്കിൽ യെസ്റ്റർഡേ ഐ വെൻറ്റ് ടു ദ സിനിമ തിയേറ്റർ. ഓക്കെ, ഇനി ഞാൻ സൂപ്പർ മാർക്കറ്റിൽ പോയി എന്നാണെങ്കിൽ എങ്ങനെ പറയും? അജയ് എന്ന് പറയൂ. Yesterday I went to the supermarket. യെസ്റ്റർഡേ ഐ വെൻറ്റ് ടു ദ സൂപ്പർ മാർക്കറ്റ്. ഓക്കെ, സൂപ്പർ മാർക്കറ്റായി പോകണ്ട, സൂപ്പർ മാർക്കറ്റ്. ഓക്കെ, സൂപ്പർ മാർക്കറ്റ്. ഓക്കെ, യെസ്, ഒന്ന് പറഞ്ഞു നോക്കാം അജയ്. Yesterday I went to the supermarket. ദാറ്റ്സ് റിയലി ഗുഡ്. ഓക്കെ, ഞാൻ ഇന്നലെ എൻ്റെ എന്താ പറയുക, സഹപാഠിയുടെ വീട്ടിൽ പോയി. സഹപാഠിക്ക് എന്താ പറയുക അഭിനവേ? ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ സുഹൃത്താണ്. സഹപാഠി എന്നാകുമ്പോൾ ക്ലാസ്മേറ്റ്, Colleague. കൊളീഗ് എന്ന് പറഞ്ഞാൽ സഹപ്രവർത്തകൻ, കൂടെ ജോലി ചെയ്യുന്ന. ദാറ്റ്സ് റിയലി ഗുഡ്, നല്ലൊരു വേർഡാണ് കൊളീഗ് എന്ന് പറഞ്ഞാൽ സഹപ്രവർത്തനമാണ്. കോ വർക്കർ, കൂടെ ജോലി ചെയ്യുന്ന ആളാണ്. ഇവിടെ നമുക്ക് പറയാം ഇന്നലെ ഞാൻ ക്ലാസ്മേറ്റിൻ്റെ വീട്ടിൽ പോയി എന്ന് പറയും. Yesterday I went to my classmate's home. യെസ്, അപ്പോൾ പറഞ്ഞാൽ നമുക്ക് പറയാം യെസ്റ്റർഡേ ഐ വെൻറ്റ് ടു മൈ ക്ലാസ്മേറ്റ്സ് ഹോം. യെസ്റ്റർഡേ ഐ വെൻറ്റ് ടു മൈ ക്ലാസ്മേറ്റ്സ് ഹോം. ഇന്നലെ ഞാൻ സൂപ്പർ മാർക്കറ്റിൽ പോയി എന്നാണ് എങ്ങനെ പറയും? സാർ ഒന്നുകൂടി പറയോ? ഹലോ. ഓക്കെ, അപ്പോൾ കൊളീഗ് നേരത്തെ പറഞ്ഞു, അത് വെച്ച് തന്നെ പറയാം. ഇന്നലെ ഞാൻ എൻ്റെ കൊളീഗിൻ്റെ മാരേജിന് പോയി. അത് എൻ്റെ സഹപ്രവർത്തകൻ്റെ മാരേജിന് ഞാൻ ഇന്നലെ പോയി. അപ്പോൾ എങ്ങനെ പറയും? Yesterday I went to my colleague's marriage. യെസ്, യെസ്റ്റർഡേ ഐ വെൻറ്റ് ടു മൈ കൊളീഗ് മാരേജ്. ഓക്കെ, ഇനി നമ്മൾ വളരെ പ്രധാനപ്പെട്ട അതിൻ്റെ ഒരു അടുത്ത വേർഷൻസിലേക്കാണ് നമുക്ക് പോകാനുള്ളത്. 2 സെൻറ്റൻസുകൾ നമ്മൾ കണക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ രണ്ടാമത്തെ സെൻറ്റൻസ് ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ അഭിനവ് ഞാൻ എന്താ പറയുക, ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കണ്ടു എന്നെങ്ങനെ പറയാം? ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കണ്ടു. സാർ പറഞ്ഞോട്ടെ? പറഞ്ഞോളൂ. I saw my friend. കറക്റ്റ് കണ്ടോ? കണ്ടു എന്നുള്ളതിന് സോ ഉപയോഗിക്കാം. പിന്നെ മീറ്റും വേണമെങ്കിൽ ഉപയോഗിക്കാം. ഐ മെറ്റ് എന്ന് പറയാം. കണ്ടു എന്നുള്ളതിന് എങ്ങനെ പറയാം അജയ്? I met. മീറ്റാണോ മെറ്റാണോ വരിക? Met. എന്താ ഇത് തമ്മിലുള്ള വ്യത്യാസം? ഇപ്പം മീറ്റും സിയും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഐ സോ മൈ ഫ്രണ്ട്, ഐ മെറ്റ് മൈ ഫ്രണ്ട്. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? അതായത് ഇത്രയേ ഉള്ളൂ സംഭവം.
നമുക്ക് വേണമെങ്കിൽ ഈ മീറ്റ് അധികവും ഉപയോഗിക്കുന്നത് നമ്മൾ മുൻകൂട്ടി ഒരു പ്ലാനിങ് അതിൻ്റെ പിന്നിലുണ്ട് എന്ന് ചെറുതായിട്ട് പറയാറുണ്ട്. അതായത് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഞാനിപ്പം അജയിനെ ഒന്ന് കാണാൻ വരികയാണ്. അപ്പോൾ ഞാൻ അജയ് നമുക്കൊന്ന് കാണണമെന്നുണ്ട്, കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്യുമ്പോൾ അത് മീറ്റ് പറയുന്നതാണെന്നല്ല, നമ്മൾ മീറ്റിംഗ് പറയില്ലേ, അതൊരു മീറ്റിംഗ് ആണ് അല്ലേ. അപ്പോൾ അവിടെ നമുക്ക് ഉപയോഗിക്കുന്നത് ഐ മെറ്റ് ആണ് കുറച്ചുകൂടി നല്ലത്. എന്നാൽ നമുക്കൊരാളെ കാണുന്നതിന് ജസ്റ്റ് ഒന്ന് ഞാനിപ്പോൾ അജയിൻ്റെ അല്ലെ അഭിനവിൻ്റെ വീടിൻ്റെ സൈഡിൽ കൂടെ പോയി, അപ്പോൾ അഭിനവിനെ ജസ്റ്റ് അവിടെ നിന്ന് കണ്ടു, അല്ലെ അഭിനവിൻ്റെ നാട്ടിലൂടെ പോയി അവിടെ ഞാൻ കണ്ടു, ജസ്റ്റ് സംസാരിച്ച് പോകുന്നു, അവിടെ നമ്മൾ ഐസോ എന്ന് പറഞ്ഞാലും മതി. ഇനി നമ്മളൊരാളെ കാണുന്നു, അയാൾ നമ്മളെ കണ്ടില്ല, അവിടെ നമുക്ക് ഐസോ പറയാം. ഇതാണ് അതിലുള്ള വ്യത്യാസം. രണ്ടാളുകൾ തമ്മിൽ കണ്ടുമുട്ടി സംസാരിക്കുന്നു, ഏകദേശം പ്ലാനിങ്ങും കൂടിയാണെങ്കിൽ അത് മീറ്റ് പറയുന്നതാണ് നല്ലത്. എന്ന് വിചാരിച്ച് ഐസോ എന്ന് പറഞ്ഞു വിചാരിച്ച് കൊലക്കുറ്റമൊന്നുമല്ല, അങ്ങനെയും പറയാം, അതിന് കുഴപ്പമൊന്നുമില്ല. ഇവിടെ അതേസമയം നമുക്ക് പരിചയപ്പെട്ടു പറയും. ഇപ്പോൾ ഒരു ആനയെ നമ്മൾ കാണുന്നു, ഒരു എലിഫൻറ്റിനെയാണ് നമ്മൾ കാണുന്നതെങ്കിൽ എലിഫൻറ്റിനെ കാണുമ്പോൾ നമ്മൾ മീറ്റ് ഉപയോഗിച്ചാൽ എന്താ സംഭവിക്കുക എന്ന് ചോദിച്ചാൽ എലിഫൻറ്റ് ഹലോ എന്തൊക്കെയുണ്ട് എലിഫൻറ്റ് വിശേഷം എന്ന് ചോദിക്കുമ്പോൾ ലൈഫ്. അപ്പോൾ അവിടെ നമുക്ക് ഐ സോ ആൻ എലഫൻറ്റ് എന്നാണ് പറയുന്നത് നല്ലത്. ഐ സോ ആൻ എലഫൻറ്റ്. അങ്ങനെ ടി വി കാണുന്നതിന് എന്താ പറയുക അഭിനവ്? ഐ സോ എ ടി വി. ഐ സോ എ ടി വി എന്ന് പറഞ്ഞാൽ നമ്മളൊരു ടി വി ഇങ്ങനെ മുന്നിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ടി വി ഇവിടെ വരുന്നത്, ആ ടി വി ഞാൻ ജസ്റ്റ് കണ്ടു എന്നർത്ഥം. അവിടെ എന്താവുന്നില്ല, നമ്മൾ ആ ഒരു പ്രോഗ്രാം കണ്ടു എന്നുള്ള അർത്ഥം വരുന്നില്ല. പ്രോഗ്രാം കണ്ടു എന്നുള്ള അർത്ഥം വരുന്ന സമയത്ത് ഞാൻ സ്ക്രീനിലിടുന്ന അഭിനവ് കാണുന്നുണ്ടോ? കാണാവോ? സാർ കാണാം. ഓക്കെ, ദാറ്റ്സ് റിയലി ഗുഡ്. ഓക്കെ, അവിടെ നമുക്ക് ഇപ്പോൾ പ്രോഗ്രാമുകൾ കാണുന്ന വാച്ചാണ്. ഒരു ചാനൽ യൂട്യൂബ്, വാച്ച് ഓൺ ഏഷ്യനെറ്റ്, വാച്ച് ഓൺ എന്താ പറയുക റിപ്പോർട്ടർ ചാനൽ, വാച്ച് ഓൺ യൂട്യൂബ്, വാച്ച് ഓൺ ഫേസ്ബുക്ക്. ഓക്കെ, ഇവിടെയൊക്കെ വാച്ചാണ് ഉപയോഗിക്കുന്നത്. ശ്രദ്ധിക്കുക. ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ വീട്ടിലുള്ള ഒരു ടി വി നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. ആ ടി വിൻ്റെ മുകളിൽ വലിയൊരു വാച്ച് ഇങ്ങനെ കെട്ടിവെച്ചതായിട്ട് മനസ്സിൽ കാണാം. അജയിൻ്റെ വീട്ടിലെ ടി വിൻ്റെ മുകളിൽ വലിയൊരു വാച്ച് ഇങ്ങനെ കെട്ടിവെച്ചിരുന്നതാണ്. അപ്പോൾ ടി വി കാണുന്നതിന് വാച്ചിങ് ആണ് നല്ലത്. ഐസോ എന്ന് പറഞ്ഞു വെച്ചാൽ കുഴപ്പമൊന്നുമില്ല, പക്ഷേ വാച്ചാണ് കുറച്ചുകൂടി നല്ലത്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ സാർ, ക്ലിയർ ആണ്. ദാറ്റ്സ് വെരി ഗുഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഞാൻ ഒരു സുഹൃത്തിനെ കണ്ടു എന്ന് പറയും. ഞാൻ സുഹൃത്തിനെ കണ്ടു എന്ന് എങ്ങനെ പറയാം അജയ്? അവിടെ ആളുകൾ നമ്മൾ ജസ്റ്റ് കാണുകയാണ്. അപ്പോൾ ജസ്റ്റ് ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കണ്ടാണ്, ഞങ്ങൾ മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ അങ്ങനെ പറയും ഐ സോ മൈ ഫ്രണ്ട്. ഐ സോ മൈ ഫ്രണ്ട്. എങ്ങനെ പറയും? ഐ സോ മൈ ഫ്രണ്ട്. ദാറ്റ്സ് റിയലി ഗുഡ്. അഭിനവ്, ഇന്നലെ ഞാൻ എൻ്റെ സുഹൃത്തിനെ കണ്ടു എന്നാണെങ്കിലോ, ഇന്നലെ എന്നുള്ളതിന് എന്തായിരുന്നു പറയാം അഭിനവ്? യെസ്റ്റർഡേ. അപ്പോൾ ഇന്നലെ ഞാൻ എൻ്റെ സുഹൃത്തിനെ കണ്ടു എന്നാണെങ്കിലോ? Yesterday I saw my friend. Yesterday I saw my friend. Okay. ഉണ്ടോ? Yesterday I saw my friend. ഞാൻ ഇന്നലെ എൻ്റെ കസിനെ കണ്ടു എന്നാണെങ്കിൽ എങ്ങനെ പറയും അജയ്? ഞാൻ ഇന്നലെ എൻ്റെ കസിനെ കണ്ടു. സർ പറയട്ടെ? പറഞ്ഞോ. Yesterday I saw my cousin. That's really good. Okay. ഇനി ഇന്നലെ ഞാൻ എൻ്റെ അധ്യാപകനെ കണ്ടു എന്നാണെങ്കിലോ? Yesterday I saw my teacher. That's right. Okay. Yesterday I saw my teacher. Right. Okay. ഞാൻ ഇന്നലെ ഇനിയിപ്പോൾ ഇന്നലെ എന്നുള്ളതിന് പകരം നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? കഴിഞ്ഞ ആഴ്ച. കഴിഞ്ഞത് എന്ന് പറയുമ്പോൾ ലാസ്റ്റാണ്. കഴിഞ്ഞു പോയ സംഭവം ലാസ്റ്റ്. കഴിഞ്ഞ ആഴ്ച എന്ന് പറയുമ്പോൾ ലാസ്റ്റ് വീക്ക്. എന്ത് പറയാം അഭിനവ്? ലാസ്റ്റ് വീക്ക്. കഴിഞ്ഞ മാസം എന്നാണെങ്കിലോ? ലാസ്റ്റ് മന്ത്. ഓക്കെ. കഴിഞ്ഞ വർഷം എന്നാണെങ്കിലോ? ലാസ്റ്റ് ഇയർ. ദാറ്റ്സ് റിയലി ഗുഡ്. ഓക്കെ. ദെൻ കഴിഞ്ഞ ദിവസം എന്ന് വേണമെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? ലാസ്റ്റ് ഡേ എന്ന് പറയാം, യെസ്റ്റർഡേ എന്ന് പറയാം. യെസ്റ്റർഡേ അല്ലെങ്കിൽ ലാസ്റ്റ് ഡേ. ഓക്കെ. യെസ്റ്റർഡേ. അപ്പോൾ ഇന്നലെ എന്നുള്ള യെസ്റ്റർഡേ എന്ന് പറയും. ഇന്നലെ രാത്രി എന്നാണെങ്കിലോ? യെസ്റ്റർഡേ നൈറ്റ്. അല്ല, ഇന്നലെ രാത്രി എന്നാണെങ്കിൽ നമ്മൾ ലാസ്റ്റ് നൈറ്റ് എന്ന് പറയുന്നതാണ് കൂടുതൽ നല്ലത്. യെസ്റ്റർഡേ നൈറ്റ് എന്ന് പറഞ്ഞാൽ തെറ്റൊന്നുമല്ല, പക്ഷേ ലാസ്റ്റ് നൈറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി അത് ആക്യുറേറ്റ് ആയിരിക്കും, മോർ അപ്രോപ്രിയേറ്റ് ആയിരിക്കും. സോ ലാസ്റ്റ് നൈറ്റ് എന്ന് പറയുന്നതാണ് നല്ലത്. അപ്പോൾ ഇവിടെ നമുക്ക് കഴിഞ്ഞ ആഴ്ച എന്നുള്ളതിന് ലാസ്റ്റ് വീക്കാണ്. ഓക്കെ. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞാൻ എൻ്റെ ക്ലാസ്മേറ്റ്സിനെ കണ്ടു എന്ന് എങ്ങനെ പറയുക അജയ്?
ഒന്നുകൂടി പറയുമോ കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ച ഞാൻ എൻ്റെ ക്ലാസ്മേറ്റിനെ കണ്ടു. നമ്മൾ സുഹൃത്തുക്കൾ കേട്ട് നിൽക്കുന്ന ആൾക്കാർ ഉറക്കെ പറയണം. ഇവർ പറയുന്നതിനേക്കാളും വേഗതയിൽ നിങ്ങൾ സ്പീഡിൽ പറയാൻ ശ്രമിക്കുക. തപ്പിപ്പോകുന്നുണ്ടെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് പറയാൻ ശ്രമിക്കുക. എങ്ങനെ പറയും? ലാസ്റ്റ് വീക്ക് ഐ സോ മൈ ക്ലാസ്മേറ്റ്. ലാസ്റ്റ് വീക്ക് ഇങ്ങനെ പറയാം. ലാസ്റ്റ് വീക്ക് ഐ സോ മൈ ക്ലാസ്മേറ്റ്സ്. ഓക്കെ. അപ്പോൾ അജയ് ഇതിലെയോ ഇങ്ങനെ ഒരു വഴി കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സൊക്കെ അവിടെ നിൽക്കുന്നത് കണ്ടു, അങ്ങനെ കണ്ടു നടത്തിൽ പറയാം. ഇനി നിങ്ങൾ ഒരു ഗെറ്റ് ടുഗദർ മീറ്റിംഗ് ഒക്കെ ആണെങ്കിൽ വ്യത്യാസമുണ്ട് കേട്ടോ. റൈറ്റ്. ഓക്കെ. ഇവിടെ നമുക്ക് ഇങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പോൾ ലാസ്റ്റ് വീക്ക് ഐ സോ മൈ ക്ലാസ്മേറ്റ്. ഓക്കെ. ഇനി ഞാനൊരു പുതിയ സിനിമ കണ്ടു കഴിഞ്ഞ ആഴ്ച എന്ന് എങ്ങനെ പറയും അഭിനവ്? ഐ വാച്ച് എ ന്യൂ മൂവി. ഐ വാച്ച്ഡ്. അല്ലെങ്കിൽ ഇവിടെ സിനിമയ്ക്ക് നമ്മൾ സോ ഉപയോഗിച്ചാലും മതി കേട്ടോ. ടി വിക്ക് ഉപയോഗിക്കുമ്പോൾ തന്നെ അല്ല, ഇവിടെ വേണേൽ സിനിമ കണ്ടു എന്നുള്ളതിന് സോ ഉപയോഗിച്ചാലും മതി. ഐ സോ എ മൂവി. ന്യൂ മൂവി അല്ലെങ്കിൽ ന്യൂ ഫിലിം. ഐ സോ എ ന്യൂ ഫിലിം ലാസ്റ്റ് വീക്ക്. അല്ലെങ്കിൽ ലാസ്റ്റ് വീക്ക് ഐ സോ എ ന്യൂ ഫിലിം അല്ലെങ്കിൽ ന്യൂ മൂവി. ഓക്കെ. ഞാൻ ഇന്നലെ ബാങ്ക് മാനേജറെ കണ്ടു. എങ്ങനെ പറയും അജയ്? ഞാൻ ഇന്നലെ ബാങ്ക് മാനേജറെ കണ്ടു. യെസ്റ്റർഡേ ഐ സോ ദ ബാങ്ക് മാനേജർ. യെസ്. ഒരു ബാങ്ക് മാനേജർ എന്നുള്ളത് അല്ലാത്തതുകൊണ്ട് ഇവിടെ എന്ത് പറയാം? ദ ബാങ്ക് മാനേജർ. ദ ബാങ്ക് മാനേജർ. ഓക്കെ. യെസ്റ്റർഡേ ഐ സോ ദ ബാങ്ക് മാനേജർ. അല്ലെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ആകുമ്പോൾ എങ്ങനെ പറയും അഭിനവ്? കഴിഞ്ഞ ആഴ്ച ഞാൻ ബാങ്ക് മാനേജറെ കണ്ടു. ലാസ്റ്റ് വീക്ക് ഐ സോ ദ ബാങ്ക് മാനേജർ. ലാസ്റ്റ് വീക്ക് ഐ സോ ദ ബാങ്ക് മാനേജർ. ഓക്കെ. ലാസ്റ്റ് വീക്ക് ഐ സോ ദ ബാങ്ക് മാനേജർ. റൈറ്റ്. കഴിഞ്ഞ ആഴ്ച ഞാൻ എന്താ പറയുക ഓക്കെ, നമ്മളൊരു സൂവിൽ പോവാണ് അല്ലേ, മൃഗശാലയിൽ പോവാണ്. അപ്പോൾ അവിടെ വെച്ചിട്ട് നമ്മളൊരു ടൈഗറിനെ കണ്ടു. ഓക്കെ. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞാനൊരു ടൈഗറിനെ കണ്ടു എന്നാണ് പറയുന്നതെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് പല നമ്മുടെ വയനാട്ടിലൊക്കെ കടുവ ഇറങ്ങി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കാണാറുണ്ടല്ലോ. യെസ്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞാനൊരു ടൈഗറിനെ കണ്ടു. എങ്ങനെ പറയും അജയ്? ലാസ്റ്റ് വീക്ക് ഐ സോ എ ടൈഗർ. ലാസ്റ്റ് വീക്ക് ഐ സോ എ ടൈഗർ. ലാസ്റ്റ് വീക്ക് ഐ സോ എ ടൈഗർ. ഓക്കെ. ദെൻ ഇനി നമ്മൾ ഒരു ഗാനമേള ഞാൻ കണ്ടു. കഴിഞ്ഞ ആഴ്ച ഞാനൊരു ഗാനമേള കണ്ടു എന്ന് പറഞ്ഞാൽ കേട്ടു. ഗാനമേള ആസ്വദിക്കുകയാണല്ലോ, നമ്മൾ വിഷ്വലാണ്. റൈറ്റ്. അപ്പോൾ വിഷ്വലും കൂടി അതിലുള്ളതുകൊണ്ട് ഗാനമേള കണ്ടു നമുക്ക് പറയാം. അപ്പോൾ എങ്ങനെ പറയും അഭിനവ്? എങ്ങനെ പറയും? ഇവിടെ ശരിക്കും അറ്റൻഡഡ് എന്നതിനേക്കാൾ നല്ലത് അറ്റൻഡഡ് പറയാം. അതിന് പകരമായിട്ട് സോ ഉപയോഗിച്ച് തന്നെ പറയാനിരിക്കുക. സാർ ക്ലിയർ ആയല്ലോ, ഒന്നുകൂടെ പറയാമോ? കഴിഞ്ഞ ആഴ്ച ഞാനൊരു ഗാനമേളയ്ക്ക് എന്ത് പറയും അഭിനവ്? ഗാനമേളയ്ക്ക് മ്യൂസിക് ഷോ അല്ല, കുറച്ചുകൂടെ മ്യൂസിക്കൽ കൺസേർട്ട്. ഓക്കെ. അതാണ്. എങ്ങനെ പറയും അജയ്? ഗാനമേള. മ്യൂസിക്കൽ കൺസേർട്ട്. സ്പെല്ലിംഗ് ശ്രദ്ധിക്കുക. CONCERT. മ്യൂസിക്കൽ കൺസേർട്ട്. ഓക്കെ. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞാനൊരു ഗാനമേള കണ്ടു എന്ന് എങ്ങനെ പറയും? ലാസ്റ്റ് വീക്ക് ഐ സോ എ മ്യൂസിക്കൽ കൺസേർട്ട്. ലാസ്റ്റ് വീക്ക് ഐ സോ എ മ്യൂസിക്കൽ കൺസേർട്ട്. ദാറ്റ്സ് റിയലി ഗുഡ്. കഴിഞ്ഞ ആഴ്ച ഞാൻ എൻ്റെ അയൽക്കാരനെ കണ്ടു. എങ്ങനെ പറയും അജയ്? ലാസ്റ്റ് വീക്ക് ഐ സോ മൈ നൈബർ. ലാസ്റ്റ് വീക്ക് ഐ സോ മൈ നൈബർ. കണ്ടോ? അങ്ങനെ സ്പീഡ് ഒന്ന് നിങ്ങൾ സ്ലോയിൽ പറയല്ല ചെയ്യേണ്ടത്. ആ ഗ്യാപ്പിനുള്ളിൽ സ്പീഡിൽ തന്നെ ട്രൈ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ എത്ര സ്പീഡിൽ പറയണമെന്ന് വെച്ചാൽ അതുകൊണ്ടല്ല, നിങ്ങൾ അങ്ങനെ പറഞ്ഞു പഠിക്കുകയാണെങ്കിൽ ചെറിയ സെൻറ്റൻസുകൾ പറയുമ്പോൾ സ്പീഡിൽ പറയുകയാണെങ്കിൽ വലിയ സെൻറ്റൻസുകൾ പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടി അതിനടുത്തേക്ക് എത്താൻ പറ്റും. സ്വാഭാവികമായിട്ട് നമ്മൾ പുഴയിൽ നീന്തൽ പഠിച്ച ഒരാൾക്ക് കടലിൽ നീന്താൻ ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷേ കടലിൽ നമ്മൾ നീന്തി പഠിച്ച ആൾക്ക് പുഴ എന്ന് പറയുമ്പോൾ അത്ര ബുദ്ധിമുട്ട് തോന്നാറില്ല. അതേപോലെ തന്നെയാണ്. ഓക്കെ. യെസ്. ഓക്കെ. അപ്പോൾ എങ്ങനെ പറയും? ഒന്നുകൂടി പറഞ്ഞു നോക്കിയേ. ലാസ്റ്റ് വീക്ക് ഐ സോ മൈ നൈബർ. ലാസ്റ്റ് വീക്ക് ഐ സോ മൈ നൈബർ. ഓക്കെ. ഇനി കഴിഞ്ഞ ആഴ്ച ഞാൻ എന്ത് ചെയ്തു? ഒരു എൻ്റെ അമ്മാവനെ കണ്ടു. അമ്മാവൻ എന്താ പറയുക? അങ്കിൾ. ദാറ്റ്സ് റിയലി ഗുഡ്. അങ്കിൾ. അപ്പോൾ എങ്ങനെ പറയും? അഭിനവ് പറയൂ.
Last week I saw my uncle. ആ അപ്പോൾ ആ ലാസ്റ്റ് വീക്കിൽ മാത്രം മതി ഒരു സ്പോസ്. അതിൻ്റെ ഇടയ്ക്ക് ലാസ്റ്റ് വീക്ക് അങ്ങനെ മുറിക്കരുത്. ലാസ്റ്റ് വീക്ക് ഐ സോ മൈ അങ്കിൾ. പറഞ്ഞു നോക്കിയേ. Last week I saw my uncle. കറക്റ്റ്. ഐ സോ മൈ അങ്കിൾ എന്നുള്ളത് ഒരുമിച്ചാകാൻ ശ്രമിക്കണം കേട്ടോ. ഓക്കെ റൈറ്റ്. ഇനി മെറ്റുപയോഗിച്ചും പറയാം കേട്ടോ. കണ്ടു എന്നുള്ളതിനെ ഇപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സ് തമ്മിൽ നേരത്തെ മുൻകൂട്ടി തീരുമാനിച്ചു, അപ്പോൾ അങ്ങനെ നിങ്ങൾ കാണുകയാണ്. ഓക്കെ, അപ്പോൾ ഐ മെറ്റ് മൈ ഫ്രണ്ട്സ്. ഓക്കെ, ഇപ്പോൾ ഇന്നലെ രാത്രി എന്നുള്ളത് എന്താ പറയും? ഞാൻ നേരത്തെ പറഞ്ഞ ഓർമ്മയുണ്ടോ? ഇന്നലെ രാത്രി Last night. ലാസ്റ്റ് നൈറ്റ്. യെസ്റ്റർഡേ നൈറ്റിനേക്കാളും കുറച്ചുകൂടി നല്ലത് ലാസ്റ്റ് നൈറ്റ്. ഓക്കെ, അപ്പോൾ ഇന്നലെ രാത്രി ഞാൻ ഫ്രണ്ട്സിനെ കണ്ടു. Last night I met my friends. ലാസ്റ്റ് നൈറ്റ് ഐ മെറ്റ് മൈ ഫ്രണ്ട്. കാരണം നിങ്ങൾ മുൻകൂട്ടി തീരുമാനിച്ചു കാണണമെന്ന് അങ്ങനെ കാണുകയാണ്. ഓക്കെ, അതുകൊണ്ടാണ് മീറ്റിംഗ് കുറച്ചുകൂടി നല്ലതാണ്. ലാസ്റ്റ് നൈറ്റ് ഐ മെറ്റ് മൈ ഫ്രണ്ട്സ്. ഓക്കെ, ഇവിടെ പല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. ഇവിടെ വേണമെങ്കിൽ നമുക്ക് എൻകൗണ്ടേർഡ് എന്ന് ഉപയോഗിക്കാം. എൻകൗണ്ടേർഡ് എന്ന് പറഞ്ഞാൽ വെടിവെക്കുന്നതല്ല. നമ്മൾ അപ്രതീക്ഷിതമായ ഒരാളെ കാണുന്നതിന് ഐ എൻകൗണ്ടേർഡ് മൈ ഫ്രണ്ട് ലാസ്റ്റ് നൈറ്റ് എന്ന് പറഞ്ഞാലും പറയാം. അപ്പോൾ നമ്മളവിടെ എൻകൗണ്ടർ ചെയ്യുക എന്നുള്ള അർത്ഥത്തിലല്ല, ഇവിടെ നമുക്ക് അവരെ അപ്രതീക്ഷിതമായി കാണുക എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് പറയാവുന്നതാണ് അപ്രതീക്ഷിതമായി കണ്ടെന്നുള്ളതിന്. അൺഎക്സ്പെക്റ്റഡ്ലി എന്നുള്ളതിൻ്റെ വേറൊരു സ്റ്റൈലിൽ നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടി ഐ എൻകൗണ്ടേർഡ് മൈ ഫ്രണ്ട് ലാസ്റ്റ് നൈറ്റ് എന്ന് പറയാം. ഇന്നലെ വൈകുന്നേരം ഞാൻ എൻ്റെ ബ്രദറിനെ കണ്ടു. പറഞ്ഞു നോക്കുക അഭിനവ്. ഇന്നലെ വൈകുന്നേരം എന്നാണോ? ഇന്നലെ വൈകുന്നേരം ഞാൻ എൻ്റെ ബ്രദറിനെ കണ്ടു. Yesterday evening I meet my brother. ഇവിടെ യെസ്റ്റർഡേ ഈവനിങ്ങിനേക്കാളും കുറച്ചും കൂടി നല്ലത് നമുക്ക് ലാസ്റ്റ് ഈവനിങ്. ലാസ്റ്റ് നൈറ്റ് പറഞ്ഞ പോലെ ലാസ്റ്റ് ഈവനിങ്. ഓക്കെ സർ. ലാസ്റ്റ് ഈവനിങ് ഐ മെറ്റ് മൈ ബ്രദർ. ലാസ്റ്റ് ഈവനിങ് ഐ മെറ്റ് മൈ ബ്രദർ. ഓക്കെ, ലാസ്റ്റ് ഈവനിങ് ഐ മെറ്റ് മൈ ബ്രദർ. ദാറ്റ്സ് റിയലി ഗുഡ്. ഓക്കെ, അപ്പോൾ ഐ സോ എന്നുള്ളതും ഐ മെറ്റ് എന്നുള്ളതും നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയല്ലോ. ഇനി നമ്മൾ നേരത്തെ പഠിച്ച സെൻറ്റൻസും അതായത് ഞങ്ങൾ ഒരു സ്ഥലം, ഇപ്പോൾ ഇനി എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഞാനൊരു സ്ഥലത്ത് പോയി അവിടെ വെച്ച് എൻ്റെ സുഹൃത്തിനെ കണ്ടു. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ബാംഗ്ലൂർ പോയി അവിടെ വെച്ച് എൻ്റെ ഫ്രണ്ടിനെ കണ്ടു. ഞാൻ എന്താ പറയുക, ഒരു പോസ്റ്റ് ഓഫീസിൽ പോയി അവിടെ വെച്ച് എൻ്റെ നെയ്ബറിനെ കണ്ടു. ഞാൻ ബാങ്കിൽ പോയി അവിടെ വെച്ച് എൻ്റെ അധ്യാപകനെ കണ്ട്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് പറയുന്നത്? നേരത്തെ പറഞ്ഞ സെൻറ്റൻസും ഇപ്പോൾ പറഞ്ഞ സെൻറ്റൻസും തമ്മിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ജോയിൻ ചെയ്യാണ്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. റെഡിയാണോ? യെസ് സാർ. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, ഞാൻ ഇന്നലെ ബാംഗ്ലൂർ പോയി അവിടെ വെച്ച് എൻ്റെ ഫ്രണ്ടിനെ കണ്ടു. ഒന്ന് പറഞ്ഞു നോക്കിയാൽ അഭിനവേ. Yesterday I went to Bangalore and I saw my friend. ഇവിടെ ചെറിയൊരു കാര്യം ആഡ് ചെയ്താൽ മതി. അവിടെ വെച്ച് എന്നുള്ളതിന് നമുക്ക് വെയർ, എന്താ പറയുക, വെയർ, WHERE. വെയർ എന്ന് പറഞ്ഞാൽ എവിടെ എന്നറിയുന്നുണ്ട് അല്ലേ? വെ ആർ യു നൗ, നിങ്ങളിപ്പോൾ എവിടെയാണ് എന്ന് ചോദിക്കാം. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് മറ്റൊന്ന് ചോദിക്കാവുന്നതാണ്. സ്വാഭാവികമായിട്ടും വെയർ എന്ന് ചോദിക്കുന്നത് പോലെ തന്നെ വേറിനും എവിടെയെന്ന് ചോദിക്കുന്ന പോലെ തന്നെ മറ്റൊരു മീനിങ് ആണ് അവിടെ എന്നർത്ഥത്തിൽ. നമ്മളൊരു സ്ഥലത്തെ പറ്റി പറഞ്ഞിട്ട് ഞാൻ ഇന്നലെ ബാംഗ്ലൂർ പോയി അവിടെ വെച്ച്, ആ പോയ സ്ഥലത്ത് വെച്ചെന്ന് കാണിക്കാൻ വേണ്ടിയാണ് വെയർ. ഐ വെൻറ്റ് ടു കൊച്ചിൻ വെയർ ഐ സോ മൈ ഫ്രണ്ട്. ഞാൻ ഇന്നലെ കൊച്ചിയിൽ പോയി, പിന്നെ എവിടെ നിന്നല്ല, പിന്നെ അവിടെ വെച്ച് എന്നുള്ളതിന് അവിടെ വേറെ ചേർത്താൽ മതി, വെയർ ഐ സോ മൈ ഫ്രണ്ട്. അപ്പോൾ പലർക്കും ഇങ്ങനെ ചിന്തിക്കും, ആളുകളുടെ കൺഫ്യൂഷൻ ഇതാണ്, ഈ വേറൊക്കെ ഇടയിൽ വരുമ്പോൾ എന്തായിരിക്കും മീനിങ് എന്ന ഒരു കൺഫ്യൂഷൻ. ആ ഒരു കൺഫ്യൂഷൻ ഇനി ഇവിടെ വേണ്ട. ഇനി ഈ സെൻറ്റൻസിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ വരികയാണെന്ന് നിങ്ങൾ ഉദ്ദേശിക്കുക, ആദ്യം പറഞ്ഞ സ്ഥലത്തെ പറ്റി പറയാനാണ് രണ്ടാമത് വെയർ. എന്നാൽ ഇത് ജോയിൻ ചെയ്ത് പറയാം. ഇപ്പോൾ ഞാൻ പറയാണ്, യെസ്റ്റർഡേ ഐ വെൻറ്റ് ടു ദ ബീച്ച് വെയർ ഐ മെറ്റ് വൺ ഓഫ് മൈ ടീച്ചേഴ്സ്. അവിടെ വെച്ച് എൻ്റെ ഒരു അധ്യാപകരിലൊരാളെ ഞാൻ കണ്ടു. ഓക്കെ, അങ്ങനെ പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇവിടെ വേറെ ഉപയോഗിച്ചത് ഒന്നുകൂടി ഒന്ന് കറക്റ്റായിട്ട് പറഞ്ഞു വയ്ക്കുക. പിന്നെ ഞാൻ ഇന്നലെ ബാംഗ്ലൂർ പോയി അവിടെ വെച്ച് എൻ്റെ ഫ്രണ്ടിനെ കണ്ടു. അപ്പോൾ അവിടെ വെയർ അതിൻ്റെ നടുക്ക് അവിടെ ചേർക്കുക. ബാംഗ്ലൂർ പോയി ഒപ്പം തന്നെ ഫ്രണ്ടിനെ കണ്ടു. അപ്പോൾ ആ സംഭവം അവിടെ വരിക. ഒന്ന് പറഞ്ഞു വയ്ക്കേ. Yesterday I went to Bangalore where I met my friend. Very good. That's really good. Okay. Yesterday I went to Bangalore where I met my friend. Where I met my friend. അങ്ങനെ പറയാം.
ഓക്കെ, ഇനി സോ ഉപയോഗിച്ചാലും കുഴപ്പമില്ല, അവിടെ വെച്ച് അപ്രതീക്ഷിതമായിട്ട് അല്ല ജസ്റ്റ് കണ്ടതാണ് എങ്കിൽ അങ്ങനെയും പറയാം, കുഴപ്പമില്ല. യെസ് അജയ് കേൾക്കുന്നുണ്ടോ? ഇപ്പൊ പറഞ്ഞ സെന്റൻസിൽ ഡൗട്ടാണ്. ചോദിച്ചു. ഐ മെറ്റ് മൈ ഫ്രണ്ട് ദെയർ എന്ന് പറയാൻ പറ്റും നമുക്ക് മുന്നിൽ നിന്ന് വേറെ ഒഴിവാക്കിയിട്ട്? ദെയർ എന്ന് പറഞ്ഞാലും അവിടെയും തന്നെ അർത്ഥം. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ രണ്ട് സെൻറ്റൻസിൽ കണക്ട് ചെയ്യുന്ന സമയത്ത് വെയർ കുറച്ചും കൂടി നല്ലതാണ്. നമ്മളെപ്പോഴും ലാംഗ്വേജ് ലോങ് സെൻറ്റൻസിലേക്ക് പറയുന്ന സമയത്ത് വെയർ, അതുപോലെ വിച്ച്, അതുപോലെ ഹൂ, ഇതൊക്കെ ഇടയ്ക്ക് കണക്ട് ചെയ്ത് പറയുന്ന രീതിയിൽ നമ്മൾ പഠിച്ചാൽ ലോങ് ആയിട്ട് സെൻറ്റൻസ് പറയുന്ന സമയത്ത് നമുക്ക് ഭംഗിയിൽ പറയാൻ പറ്റും. അപ്പോൾ അതാണ്. മറ്റേ നമ്മൾ നോർമലി അവിടെ എന്നുള്ള ദെയർ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണല്ലോ. അറിയാത്ത സംഭവങ്ങളൂടി നമ്മളിലേക്ക് ഇൻക്ലൂഡ് ചെയ്ത് പഠിച്ചിട്ടുണ്ടാവുക. ഓക്കെ, ദെയറിൻ്റെ അർത്ഥവും അവിടെ നിന്ന് തന്നെയാണ്. പക്ഷേ രണ്ട് സെൻറ്റൻസിൽ പറയുമ്പോൾ ഇവിടെ വേർ ഉപയോഗിക്കുന്നത് കുറച്ചുകൂടി ഭംഗി ഉണ്ടാവും. ക്ലിയർ? യെസ് സാർ. സാർ ഒരു സംശയം കൂടി ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. നേരത്തെ നമ്മൾ പോയി എന്നുള്ളതിന് വെൻറ്റ് എന്ന് പറഞ്ഞില്ലേ? അപ്പോൾ ഗോൺ എന്ന് പറഞ്ഞാലും പോയി എന്ന് തന്നെയാണോ മീനിങ് വരിക? ദാറ്റ്സ് റിയലി ഗുഡ് ക്വസ്റ്റ്യൻ. യെസ്, അതൊരു നല്ല സംശയമായിരുന്നു. പലരും എന്നോട് ചോദിക്കാറൊരു കാര്യമാണ്, ഗോ പോവുക, ഗോൺ പോയി അങ്ങനെയല്ലേ എന്ന്. ശരിക്കും പറയുകയാണെങ്കിൽ ഈ നമ്മൾ പറയുന്ന അതുപോലെ ഗോയിങ് എന്ന് പറഞ്ഞ അർത്ഥം എന്താണ് അജയ്? എന്താ ഗോയിങ് എന്ന് പറഞ്ഞ അർത്ഥം? ഗോയിങ് ആണോ സാർ? ഗോയിങ്, ഗോ പോവുക. ഗോയിങ് എന്ന് പറഞ്ഞാൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? നമുക്ക് പല ആൾക്കും പെട്ടെന്ന് അങ്ങനെ തോന്നാവുന്ന ഒരു കാര്യമാണ് ഗോയിങ്, പോയിക്കൊണ്ടിരിക്കുകയാണെന്ന്. ഇതെന്താ സംഭവം എന്നറിയോ? നമ്മളതിനെപ്പറ്റി അറിയാത്തതുകൊണ്ടാണ്, ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. ഇതൊക്കെ പാർട്ടിസിപ്പിൾ ഐഡിയകളാണ്. അതായത് പ്രസൻറ്റ് പാർട്ടിസിപ്പിളാണ് ഗോയിങ്, അതുപോലെ തന്നെ ഗോൺ എന്ന് പറഞ്ഞാൽ പാസ്റ്റ് പാർട്ടിസിപ്പിളാണ്. ഞാൻ ഗ്രാമറിലേക്ക് പോകുന്നില്ല, ജസ്റ്റ് നിങ്ങൾ ഒരു സംശയം ചോദിച്ചുകൊണ്ട് അത് ക്ലാരിറ്റി വരുത്താൻ വേണ്ടി ഞാനൊന്ന് പറയാം കേട്ടോ. ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാണ്. ഇതൊക്കെ ഒന്നുകൂടി എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടി ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെയൊക്കെ പുറകിൽ ഓരോന്ന് സംഭവങ്ങൾ വരുമ്പോഴാണ് ഇതിനർത്ഥം വരുന്നത്. ഒന്നുകൂടി ഞാൻ ക്ലിയറായി പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മളൊരു ലോറിയിൽ അതിൻ്റെ തൊട്ട് പുറകിൽ മിൽമേൻ്റെ പാൽ ഇങ്ങനെ സ്ഥിരമായിട്ട് കയറ്റിക്കൊണ്ടിരുന്ന നമ്മൾ പറയും മിൽമേൻ്റെ വണ്ടി വരുന്നുണ്ടെന്ന് പറയും. അങ്ങനെ പറയാറില്ലേ? അതേസമയം പച്ചക്കറിയാണ് നമ്മളൊരു വണ്ടിയിൽ സ്ഥിരമായിട്ട് കയറ്റിക്കൊണ്ട് നമ്മൾ പറയും പച്ചക്കറി വണ്ടി വരുന്നുണ്ട് കേട്ടോ, പച്ചക്കറി വണ്ടി വരുന്നുണ്ടെന്ന് പറയും. ഇനി അതല്ല, ഗ്യാസാണ് നമ്മൾ സ്ഥിരമായിട്ട് കയറ്റിക്കൊണ്ട് വരുന്നെങ്കിൽ നമ്മൾ പറയും നോക്കില്ല ഗ്യാസിൻ്റെ വണ്ടി വരുന്നുണ്ട്, ഗ്യാസിൻ്റെ വണ്ടി വരുന്നത്. അല്ല, ലോറി വരുന്നതാണോ പറയുക, ഗ്യാസിൻ്റെ വണ്ടി വരുന്നുണ്ടെന്നാണോ പറയാം? ഗ്യാസിൻ്റെ വണ്ടി വരുന്നതാണ് സാർ. ശരിക്കും അങ്ങനെ ഒരു വണ്ടി ഇല്ല, പക്ഷെ എന്തായാലും നമ്മൾ പറയാം, അങ്ങനെയല്ലേ പറയാം. അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഗോൺ അല്ലെങ്കിൽ ഗോയിങ് എന്ന് പറയുന്ന സമയത്ത്, ഗോൺ എന്ന് പറഞ്ഞാൽ ഗോയിങ് എന്ന് പറയുന്ന സമയത്ത് ഇത് ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴല്ല ഇതിന് മീനിങ് വരിക. അതിൻ്റെ തൊട്ട് പുറകിലൊരു സാധനം, ഈസ് ഗോയിങ് പോവുകയാണ്, വാസ് ഗോയിങ് പോവുകയായിരുന്നു. ഓക്കെ, അങ്ങനെ ഓരോ ഹാസ് ബീൻ ഗോയിങ് പോയിക്കൊണ്ടിരിക്കുകയാണ്, അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഐഡിയ പറയാൻ. അതുപോലെ തന്നെ ഗോൺ ആണെങ്കിൽ ഹാസ് ഗോൺ പോയിട്ടുണ്ട്, ഹാഡ് ഗോൺ പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, വിൽ ഹാവ് ഗോൺ പോയിരിക്കും. ഇങ്ങനെ അതിൻ്റെ പുറകിൽ ഓരോ സംഭവം വരുന്നതിനനുസരിച്ച് അതിൻ്റെ അർത്ഥം എന്തായി മാറുന്നുണ്ട്, മാറിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. എന്നാൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയേ, ഗോ പോവുക, അത് ഒറ്റയ്ക്ക് അതിന് മീനിങ് ഉണ്ട്. ഗോ പോവുക. പോയി എന്നാണെങ്കിലോ വെൻറ്റ്, പോയി. വെൻറ്റിന് വേറെ പുറകിൽ എന്ത് സാധനം ഇട്ടാലും കുഴപ്പമില്ല, വെൻറ്റിൻ്റെ അർത്ഥം പോയി എന്ന് തന്നെയുള്ളൂ. അങ്ങനെ നമുക്ക് പറയാൻ പറ്റും. ഇനി ഇതിൻ്റെ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. ഗോൺ ഏതൊക്കെ രീതിയിൽ ഉപയോഗിക്കുന്നു, ഗോയിങ്ങിനെ അല്ലാതെ ഉപയോഗിക്കുന്നുണ്ട്, ഒക്കെ ഒരു പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് അതൊക്കെ ഒരുപാട് അങ്ങനത്തെ കൺഫ്യൂഷനിലേക്ക് ഞാൻ ആദ്യം പോകുന്നില്ല, നമ്മൾ തുടക്കമായതുകൊണ്ട്. പക്ഷേ ഈ ഒരു സംഭവം മനസ്സിലായോ? ഇതിന് രണ്ടും പാർട്ടിസിപ്പിൾ ഫോമാണ്. പ്രസൻറ്റ് പാർട്ടിസിപ്പിളാണ് ഗോയിങ്, മറ്റേ പാസ്റ്റ് പാർട്ടിസിപ്പിളാണ്. പി എന്നൊക്കെ നമ്മൾ പറയും ഗോണിന്, ഗോ വെൻറ്റ് ഗോൺ, സീ സോ സീൻ, ഇതൊക്കെ പി നിങ്ങൾ എഴുതാറുണ്ടോ? V3 ഫോമാണ്. അതാണ് സംഭവം. അജയ്ക്ക് മനസ്സിലായോ സംഭവം എന്താണെന്നുള്ളത്? ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ മീനിങ് കിട്ടുന്നില്ല എന്ന് മനസ്സിലായോ? ഓക്കെ സാർ, മനസ്സിലായി. അതാണ്. ഇനി നമ്മൾ ഓരോരോ ആ ഭാഗം നമുക്ക് എടുക്കുമ്പോൾ നമുക്ക് ഒന്നുകൂടി ക്ലാരിറ്റിയോടുകൂടി മനസ്സിലാവും. അപ്പോൾ നമുക്കത് വീണ്ടും ക്ലാരിറ്റി വരുന്നതായിരിക്കും. ഇപ്പം നമുക്ക് വീണ്ടും ഇതിലേക്ക് തന്നെ വരാം. അപ്പോൾ ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കൾ ഇതേപോലെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ കരുതുകയാണ്, ഇല്ലെങ്കിൽ ഉറക്കെ പറയണം കേട്ടോ. ഓക്കെ, ഇനി ഞാൻ വേറെ ഒന്ന് പറയാം. ഞാൻ ഇന്നലെ സൂപ്പർ മാർക്കറ്റിൽ പോയി, അവിടെ വെച്ച് എൻ്റെ നെയ്ബറിനെ കണ്ടു. ഓക്കെ, ഇതാണ് പറയേണ്ടത്. ഒന്ന് പറഞ്ഞു നോക്കുക അജയ്. ഞാൻ ഇന്നലെ സൂപ്പർ മാർക്കറ്റിൽ പോയി, അവിടെ വെച്ച് എൻ്റെ നെയ്ബറിനെ കണ്ടു. I went to supermarket yesterday. യെസ്റ്റർഡേ വേണമെങ്കിൽ ആദ്യം പറയാം, അല്ലെങ്കിൽ അവസാനം പറയാം. ആദ്യം വേണമെങ്കിൽ ഒന്ന് പറഞ്ഞു വയ്ക്കാം, എന്നാൽ പിന്നെ ഗ്യാപ്പ് വരുന്ന വിഷയമില്ല. അവിടെ വേർ നമുക്ക് അവിടെ എക്സാക്ട് പ്ലേസിൽ നമുക്ക് അവിടെ വേർ ആഡ് ചെയ്യാൻ പറ്റും. ഒന്ന് പറഞ്ഞു വയ്ക്കാം. Okay, sir. Yesterday I went to supermarket where I saw my neighbor. അവിടെ അപ്പോൾ ഓരോന്നോരോന്ന് മുറിഞ്ഞു പോകാതെ ഇപ്പം നമുക്ക് പറയാം യെസ്റ്റർഡേ, അവിടെ വേണമെങ്കിൽ നമുക്ക് മുറിച്ചിടാം. ടൈം നമുക്ക് വേണമെങ്കിൽ ഒരു പോസ് അവിടെ ചെറിയൊരു ഇത് കൊടുക്കാം. യെസ്റ്റർഡേ
I went to the supermarket where I saw my neighbor. പറഞ്ഞു നോക്കിയേ. Yesterday I went to the supermarket. പറഞ്ഞോളൂ. Yesterday I went to the supermarket. I saw my friend. Where I saw my friend. Where അവിടെ വെച്ച് where I saw my friend. ഒന്നുകൂടി പറഞ്ഞു നോക്കിയേ. ഇത് ചിലപ്പോൾ ഈ രണ്ട് സെൻറ്റൻസിൽ ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോഴാണ് എല്ലാവർക്കും തെറ്റിപ്പോവുക. നമ്മുടെ മെമ്മറിയിൽ നിന്ന് ആ സാധനം അങ്ങ് വിട്ടുപോകും. ഇതാണ് ആൾക്ക് സ്വാഭാവികമായിട്ടും ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുള്ളൊരു സംഭവമാണ്. അപ്പോൾ അത് കേൾക്കുന്ന എല്ലാവരും ഉറക്കെ പറഞ്ഞു പഠിക്കണം. ഓക്കെ, ഒന്നുകൂടി പറഞ്ഞു നോക്കിയാൽ ചെയ്യ്. Yesterday I went to supermarket where I met my friend. ഇന്നലെ ഞാൻ ഹോസ്പിറ്റലിൽ പോയി, അവിടെ വെച്ച് എൻ്റെ അങ്കിളിനെ കണ്ടു. ഒന്ന് പറഞ്ഞു നോക്കിയാൽ അഭിനവ്. Yesterday I went to the hospital where I met my uncle. വെരി ഗുഡ്, ദാറ്റ്സ് റിയലി ഗുഡ്. ഇവിടെ മെറ്റ് ഉപയോഗിക്കുന്നതിനേക്കാൾ നല്ല സോയാണ്. കാരണം എന്താ അറിയോ, നമ്മളിത് മുൻകൂട്ടി ചിലപ്പോൾ ചിലപ്പോൾ പ്ലാൻ ചെയ്തായിരിക്കില്ല നമ്മൾ അവിടെ പോയത് അങ്കിളിനോട്. അവിടെ വെച്ച് അങ്കിളിനെ ജസ്റ്റ് കാണുകയാണല്ലോ. അപ്പോൾ ഐ സോ മൈ അങ്കിൾ എന്ന് പറയുന്നതാണ് കുറച്ചും കൂടി നല്ലത്. മെറ്റ് പറഞ്ഞ ശേഷം തെറ്റില്ല, സോ പറയുന്നതാണ് കുറച്ചുകൂടി നല്ലത്. അപ്പോൾ എങ്ങനെ പറയാം, ഒന്നുകൂടി പറഞ്ഞു നോക്കിയേ. Yesterday I went to the hospital where I saw my uncle. Yeah, yesterday I went to the hospital where I saw my uncle. That's really good. Okay, ഇനി ഒരു സംശയം ചോദിച്ചോട്ടെ. ചോദിച്ചോളൂ. I went to the hospital എന്ന് വേണോ ഇതാ കേട്ടണോ, അല്ലെങ്കിൽ I went to എന്ന് മാത്രം മതിയോ? ഹോസ്പിറ്റൽ ആകുമ്പോൾ എന്ത് വേണം? ഹോസ്പിറ്റൽ, സിവിൽ സ്റ്റേഷൻ, പോലീസ് സ്റ്റേഷൻ ഇതൊക്കെ വരുമ്പോൾ എന്ത് വേണം? പുറകിൽ എന്ത് വേണം? ഇതാ വേണം, വേണ്ടേ? Went to the നമ്മൾ മുമ്പ് പറഞ്ഞത് ഓർമ്മയുണ്ടോ? അതേസമയം ഒരു സ്ഥലത്തേക്കാണെങ്കിൽ യെസ്റ്റർഡേ ഐ വെന്റ് ടു കൊച്ചിൻ, ഐ വെന്റ് ടു ബാംഗ്ലൂർ, ഐ വെന്റ് ടു ഡൽഹി. അതേസമയം നമ്മൾ സ്ഥാപനം, ഐ വെന്റ് ടു ദ റെയിൽവേ സ്റ്റേഷൻ, ഐ വെന്റ് ടു ദ പോലീസ് സ്റ്റേഷൻ, ഐ വെന്റ് ടു ദ ബാങ്ക്, ഐ വെന്റ് ടു ദ സൂപ്പർ മാർക്കറ്റ്. ഓക്കെ സർ. യെസ്, അപ്പോൾ അത് ശ്രദ്ധിക്കുക. പെട്ടെന്ന് പറയുന്ന സമയത്ത് എൻ്റെ അടുത്ത് മാറിപ്പോയാലും നിങ്ങളത് പറയണം. ഓക്കെ, ദാറ്റ്സ് റിയലി ഗുഡ്. ഐഡിയ കിട്ടിയോ? Yes sir. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒന്നുകൂടി പറയാം. കഴിഞ്ഞ ആഴ്ച ഞാൻ എൻ്റെ എന്താ പറയുക കസിൻ്റെ വീട്ടിൽ പോയി. അവിടെ വെച്ച് ഞാൻ എൻ്റെ ആൻറ്റിയെ കണ്ടു. ആൻറ്റി അങ്കിൾ ആൻറ്റി എന്നല്ലേ, അല്ലെ ആൻറ്റിയെ കണ്ടു. എങ്ങനെ പറയും? Last week I went to my cousin's house where I met my uncle. യെസ്, ഒന്നുകൂടി നോക്കിയാൽ ലാസ്റ്റ് വീക്ക്. നമ്മളിപ്പോൾ ഒരാളോട് സംസാരിക്കുക, നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു സെൻറ്റൻസ് നമ്മൾ ഒരു ഓപ്പണായിട്ട് അങ്ങനെ പറയുന്നു, അതേസമയം നമ്മളത് ഫീല് മനസ്സിലാക്കി നമ്മൾ സംസാരിക്കുന്നത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ബ്രെയിനൊരു പ്രത്യേകതയുണ്ട്. ഒരു കാര്യം ഫീലോട് കൂടി പറയുന്ന സമയത്ത് ബ്രെയിൻ അത് ഭയങ്കരമായിട്ട് നോട്ട് ചെയ്യും. ഇമോഷണലായിട്ട് നമ്മളതിനെ കാണുമ്പോൾ ബ്രെയിൻ വളരെ നോട്ട് ചെയ്യും. അത് ബ്രെയിൻ്റെ ഒരു പ്രത്യേകത. ബ്രെയിൻ അത് റിയൽ ആണോ അല്ലയോ എന്ന് ബ്രെയിനിന് തിരിച്ചറിയാൻ സാധിക്കില്ല. അത് നമുക്ക് നോക്കിയാൽ അറിയാം. കാരണം അത് ഒരു ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഫിലിം, നിങ്ങൾ സിനിമ കാണാറുണ്ടോ രണ്ടാളും? യെസ് സാർ, കാണാറുണ്ട്. ഓക്കെ, ദാറ്റ്സ് ഗുഡ്. അപ്പോൾ സിനിമ കാണുന്ന സമയത്ത് നമുക്കറിയാലോ, സിനിമയിലുള്ള കഥാപാത്രങ്ങൾ ചിലപ്പോൾ കരയുന്നു, ചിലപ്പോൾ ദേഷ്യം വരുന്നു, ചിലപ്പോൾ ഫൈറ്റ്, ഇതൊക്കെ കാണുന്ന സമയത്ത് സത്യത്തിൽ നമുക്കറിയാലോ സിനിമയാണ്, ഇത് അഭിനയിക്കുന്നതെന്ന് അറിയാലോ. എന്നിട്ട് നമുക്ക് സങ്കടം വരാം, ചിലപ്പോൾ ദേഷ്യം വരാം, അങ്ങനെ തോന്നാറില്ലേ? ചില ആൾക്കാർ കരയും. യെസ് സാർ, തോന്നാറുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളതിലേക്ക് മുഴുകി പോവാണ്. അപ്പോൾ ബ്രെയിൻ സ്വാഭാവികമായിട്ടും യുക്തിപരമായിട്ട് ചിന്തിക്കുകയല്ല, അതിൽ ആ ഇമോഷണലി ഇങ്ങനെ കണക്ട് ചെയ്ത് പോയത്. ഈ ഇമോഷണൽ വേയിലൂടെ ആയിരിക്കണം ശരിക്കും നമുക്ക് ഭാഷ പഠിക്കാൻ ശ്രമിക്കേണ്ടത്. നമ്മൾ എങ്ങനെയാണ് ഒരാളോട് സംസാരിക്കുന്നത്, ആ ഒരു സ്റ്റൈൽ എപ്പോഴും ഒരു കാര്യം പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മൾ ഒരാൾ ചോദിക്കുകയാണ്, വേർ ആർ യു യെസ്റ്റർഡേ, നിങ്ങൾ ഇന്നലെ എവിടെയായിരുന്നു എന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മൾ പറയും, യെസ്റ്റർഡേ ഐ വെന്റ് ടു മൈ കസിൻസ് ഹോം, where I met one of my uncles. ഓക്കെ, കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി നാച്ചുറലായിട്ട് ഫീൽ ചെയ്യും. നമ്മൾ പറയുന്ന ഒരു ശൈലി നമുക്കറിയാതെ ബ്രെയിനിൽ വരും, ബ്രെയിൻ അത് നോട്ട് ചെയ്യപ്പെടുകയും ചെയ്യും. ഓക്കെ, അതതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഒന്ന് പറഞ്ഞു നോക്കിയാൽ, ഇനി ഒന്നുകൂടി പറഞ്ഞാൽ ചെയ്യുന്നു ഡിഫറെൻ്റായിട്ട് പറഞ്ഞാൽ, കേട്ടിരിക്കുന്ന സുഹൃത്തുക്കളെ ഇതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്ത് പറയണം കേട്ടോ. പറഞ്ഞു നോക്കിയാൽ ജയ്. Last week I went to my friend's house where I met my friend. Last week I went to my friend's house where I met my friends. അല്ലെങ്കിൽ where I met one of my friends. എന്താ ഈ one of my friends എന്ന് പറഞ്ഞാൽ? കൂട്ടുകാരിൽ ഒരാൾ. one of my friend പറഞ്ഞാൽ പോരെ, എന്താ ഫ്രണ്ട്സ് എന്ന് പറയുന്നത്?
കൂട്ടുകാരി ഫ്രണ്ട്സ് ആണോ ഫ്രണ്ടാണോ? ഫ്രണ്ട്സ് ആണ്, അതാണ്. ഒന്നിലധികം ആളുകൾ, അത് നമ്മൾ പറയല്ലോ, ഞാൻ എൻ്റെ സുഹൃത്തുക്കളിൽ ഒരാളെ കണ്ടു. ഞാൻ സുഹൃത്തിൽ ഒരാളെ കണ്ടു എന്നല്ല നമ്മൾ പറയാം. ഞാൻ എൻ്റെ സുഹൃത്തിൽ ഒരാളെ കണ്ടു എന്നല്ല പറയാം, എൻ്റെ സുഹൃത്തുക്കളിൽ ഒരാളെ കണ്ടു എന്ന്. അതുകൊണ്ടാണ് വൺ ഓഫ് മൈ ഫ്രണ്ട്സ് എന്ന് തന്നെ പറയണം. പലരും പറയുമ്പോൾ യെസ്റ്റർഡേ ഐ സോ വൺ ഓഫ് മൈ ഫ്രണ്ട് എന്ന് പറയാം. ഫ്രണ്ടല്ല, ഫ്രണ്ട്സ് ആണ്. ഓക്കെ. ഇപ്പോൾ ലാസ്റ്റ് വീക്ക് ഐ സോ വൺ ഓഫ് മൈ ബ്രദേഴ്സ്. ഓക്കെ. അപ്പോൾ ബ്രദർ പുറത്തെവിടെയെങ്കിലാണ്, അപ്പോൾ ഞാൻ എൻ്റെ ബ്രദറിൽ ഒരാളെ ഞാൻ കഴിഞ്ഞ ആഴ്ച കണ്ടു എന്നൊക്കെ, അങ്ങനെയുള്ള അർത്ഥത്തിലൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ വൺ ഓഫ് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ വേണ്ടത് ബ്രദേഴ്സ്, ഫ്രണ്ട്സ്, അങ്ങനെ പ്ലൂറൽ ഫോമായിട്ട് അത് ഉപയോഗിക്കണം, ഒന്നിലധികമായിട്ട് പറയണം. യെസ്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു സെൻറ്റൻസ് ശ്രദ്ധിച്ചോ. ഇന്നലെ വൈകുന്നേരം ഞാൻ ബീച്ചിൽ പോയി. അവിടെ വെച്ച് എൻ്റെ സഹപ്രവർത്തകരിൽ ഒരാളെ കണ്ടു. ഇന്നലെ വൈകുന്നേരം ഞാൻ ബീച്ചിൽ പോയി, അവിടെ വെച്ച് എൻ്റെ സഹപ്രവർത്തകരിൽ ഒരാളെ കണ്ടു. എങ്ങനെ പറയും? അഭിനവ് ഒന്ന് ട്രൈ ചെയ്തേ. Last evening, I went to the beach where I met my colleague. Yeah, that's really good. Last evening, I went to the beach where I met My colleague. my colleague. ഇനി എൻ്റെ സുഹൃത്തുക്കളിൽ ഒരാൾ, അല്ലെങ്കിൽ സഹപ്രവർത്തകരിൽ ഒരാളാണെങ്കിൽ വൺ ഓഫ് മൈ കൊളീഗ്സ്, അങ്ങനെയും പറയാം. ഓക്കെ. ഒന്നുകൂടി ആ വൺ ഓഫ് ഉപയോഗിച്ച് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. Okay, sir. ആ Last evening, I went to beach where I met one of my colleague. കൊളീഗ്. ദാറ്റ്സ് റിയലി ഗുഡ്. വൺ ഓഫ് മൈ കൊളീഗ്സ് വേണം. വൺ ഓഫ് ഉപയോഗിച്ചാൽ കൊളീഗ് പോരാം, കൊളീഗ്സ്. Colleagues. Okay, sir. ഓക്കെ. ഇനി നമുക്ക് ഈ സെൻറ്റൻസിനെ ഒന്നുകൂടി നമുക്ക് ഇലാബറേറ്റ് ചെയ്തിട്ട് ഒരു 3 സെൻറ്റൻസിലേക്ക് നമുക്ക് പോകാം. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, ഞാൻ ഇന്നലെ ബാംഗ്ലൂർ പോയി, അവിടെ വെച്ച് എൻ്റെ ഫ്രണ്ടിനെ കണ്ടു, ഞങ്ങൾ ഒരുമിച്ചൊരു റെസ്റ്റോറൻറ്റിലേക്ക് പോയി. ഓക്കെ. അഭിനവ് കേൾക്കുന്നുണ്ടോ? Yes, sir. കേൾക്കാം. അഭിനവ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ഈ പറയുന്ന സംഭവം നിങ്ങൾ മനസ്സിൽ കാണണം കേട്ടോ. മനസ്സിൽ കാണുമ്പോൾ ഈ പോയിൻ്റ് മറന്നുപോകില്ല. നിങ്ങളിങ്ങനെ ശരിക്കും മനസ്സിലിങ്ങനെ കാണുക. നിങ്ങൾ ബാംഗ്ലൂരിൽ പോകുന്നു, അവിടെ വെച്ച് ഫ്രണ്ടിനെ കാണുന്നു, നിങ്ങൾ രണ്ടാളും കൂടെ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് അല്ലെങ്കിൽ ഹോട്ടലിലേക്ക് പോകുന്നു, അത് നിങ്ങൾ മനസ്സിൽ കാണുക. അപ്പോൾ ഒന്ന് പറഞ്ഞു വയ്ക്കുക അഭിനവ്. കഴിഞ്ഞ ആഴ്ച ഞാൻ ബാംഗ്ലൂർ പോയി, അവിടെ വെച്ച് എൻ്റെ ഫ്രണ്ടിനെ കണ്ടു, ഞങ്ങൾ ഒരുമിച്ച് ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോയി. പറഞ്ഞു വയ്ക്കുക. Last week. Sir, okay, കേൾക്കാം. ആ പറഞ്ഞോളൂ. ലാസ്റ്റ് വീക്ക് സർ ബാംഗ്ലൂർ പോയിന്നല്ലേ? അതെ അതെ. ലാസ്റ്റ് വീക്ക് ഐ വെൻറ്റ് ടു ബാംഗ്ലൂർ വെർ ഐ മെറ്റ് മൈ ഫ്രണ്ട്. ഞങ്ങൾ എങ്ങോട്ടാണ് പോയത്? ഞങ്ങൾ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോയി, അല്ലെങ്കിൽ ഒരു കോഫി ഷോപ്പിലേക്ക് പോയി. വിൽ ഗോ ടു എ കോഫി ഷോപ്പ്. ശ്രദ്ധിക്കുക, ഞങ്ങൾ എന്നുള്ളതിന് എന്ത് പറയും? വി. WE. വി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ. ഞങ്ങൾ എന്നുള്ളത് എന്ത് പറയും അജയ്? വി. അപ്പം ഞങ്ങൾ പോയി എന്നാണെങ്കിലോ, ഞാൻ പോയി എന്നാണെങ്കിൽ ഐ വെൻറ്റ്. അപ്പം ഞങ്ങൾ പോയി എന്നാണെങ്കിലോ വി വെൻറ്റ്. വി വെൻറ്റ്. എങ്ങോട്ടാ പോയേ? കോഫി ഷോപ്പ്. എ കോഫി ഷോപ്പ്. വി വെൻറ്റ് ടു ദ കോഫി ഷോപ്പ്. നമ്മൾ ഓർമ്മയുണ്ടോ പറഞ്ഞത്? ദ കോഫി ഷോപ്പായിട്ട് വി വെൻറ്റ് ടു ദ കോഫി ഷോപ്പ്. ഓക്കെ. എങ്ങനെ പറയും? വി വെൻറ്റ് ടു ദ കോഫി ഷോപ്പ്. ഇനി ഒറ്റൊരു കാര്യം കൂടി അതിൻ്റെ കൂടെ ചേർക്കണം. ഒരുമിച്ച് എന്നുള്ളതിന് ടുഗെദർ. ഏറ്റവും അവസാനം പറയാം ടുഗെദർ. വി വെൻറ്റ് ടു ദ കോഫി ഷോപ്പ് ടുഗെദർ. ഓക്കെ. ഞങ്ങൾ ഒരുമിച്ച് ബീച്ചിലേക്ക് പോയി അങ്ങനെ പറയും അജയ്? We went to the beach together. We went to the beach together. ഞങ്ങൾ ഒരുമിച്ച് തിയേറ്ററിൽ പോയി അങ്ങനെ പറയാം അഭിനവ്? We went to the theater together. We went to the theater together. ഞങ്ങൾ ഒരുമിച്ച് ബാങ്കിൽ പോയി പറയൂ അജയ്? We went to the bank together. We went to the bank together. ഓക്കെ. ഞങ്ങൾ ഒരുമിച്ച് റെയിൽവേ സ്റ്റേഷനിൽ പോയി പറഞ്ഞു നോക്കൂ അഭിനവ്? We went to the railway station together. Together. Try that. Together. ഓക്കെ. അപ്പോൾ ഇനി പറഞ്ഞു നോക്ക്, കഴിഞ്ഞ ആഴ്ച ഞാൻ ബാംഗ്ലൂർ പോയി, അവിടെ വെച്ച് എൻ്റെ ഫ്രണ്ടിനെ കണ്ടു, ഞങ്ങൾ ഒരുമിച്ച് ഒരു കോഫി ഷോപ്പിലേക്ക് പോയി. ട്രൈ ചെയ്യും. Last week, I went to Bangalore where I met my friend. We went to the coffee shop together.
വെരി ഗുഡ്, ദാറ്റ്സ് വെരി ഗുഡ്. ഓക്കെ, യെസ്. അതേപോലെ തന്നെ അജയ്, ഇന്നലെ വൈകുന്നേരം ഞാൻ ബീച്ചിൽ പോയി. അവിടെ വെച്ച് എൻ്റെ ഫ്രണ്ടിനെ കണ്ടു. ഞങ്ങൾ ഒരുമിച്ചൊരു ടെക്സ്റ്റൈൽ ഷോപ്പിലേക്ക് പോയി. സർ പറഞ്ഞു നോക്കട്ടെ. ആ, പറഞ്ഞോളൂ. Last evening I went to the beach where I met my friend there. There ഒന്ന്. Where I met my friend. പിന്നെ എന്ത് ചെയ്തത്? ഞങ്ങൾ എങ്ങോട്ടാണ് പോയത്? We go to the textiles together. ഗോ എന്ന് പറഞ്ഞാൽ പോവുക എന്നാണ്. പോയി എന്നാകുമ്പോൾ എന്ത് വേണം? We went. അപ്പോൾ എങ്ങനെ വരും? We went to the textiles together. We went to the textile shop together. ഒന്നുകൂടി പറഞ്ഞു നോക്കിയേ. We went to the textile shop together. ഒരു കാര്യം മനസ്സിലാക്കുക, ഉറപ്പായിട്ടും ഇങ്ങനെ തെറ്റും. ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. ഓക്കെ, മിസ്റ്റേക്ക് വരിക എന്നുള്ളത് ഇറ്റ്സ് എ കോമൺ തിങ്. ഉറപ്പായിട്ടും അങ്ങനെ തെറ്റിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. കാരണം എന്താ, നമ്മളിങ്ങനെ ഒരുമിച്ച് പറയുന്ന സമയത്ത് ലോങ് സെൻറ്റൻസുകൾ പറയുമ്പോൾ ഇങ്ങനെ പ്രയാസം വരും. ഇപ്പോൾ ഇവിടെ നമ്മൾ വീണ്ടും, അവിടെയാണ് ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റ്, റെപ്പിറ്റേഷൻ ഈസ് ദ കീ ടു സക്സസ്. ഓക്കെ, ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. ഒരു തവണ പറഞ്ഞു നോക്കി തെറ്റിപ്പോയി എന്ന് വെച്ച് നിർത്താൻ ഒരിക്കലും നിങ്ങൾ നിർത്തരുത്, വീണ്ടും പറഞ്ഞു നോക്കണം. അപ്പോൾ അജയ് ആ സെൻറ്റൻസ് മുഴുവനായി എന്ന് പറഞ്ഞു നോക്കുക. കേൾക്കുന്ന എല്ലാ സുഹൃത്തുക്കളും ചിലപ്പോൾ ഇതേപോലെ ഒരേ സമയം പറയാൻ പറ്റണമെന്നില്ല. അപ്പോൾ വീണ്ടും വീണ്ടും പറഞ്ഞ് ഓക്കെ ആക്കുക. ഈ വീഡിയോ തന്നെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കാണുക. അങ്ങനെ കാണുമ്പോഴാണ് അതിൻ്റെ മാറ്റം ഉണ്ടാവുക. പറഞ്ഞു നോക്കിയേ. Last evening I went to the beach where I met my friend. We go for a coffee together. We go for a coffee together. ശരിയാണോ അഭിനവ്? അല്ല സർ. എന്താ വേണ്ടത്? കോഫി ഷോപ്പ്. ഞങ്ങൾ പോയിന്നുണ്ടേ. അപ്പോൾ ഇങ്ങനെ വി ഗോ എന്ന് മതിയോ? പോയി We went. അതെ, മനസ്സിലായോ അജയ്? എങ്ങനെ വരും? We went to the coffee shop. ടുഗെദർ. റിലാക്സ് ചെയ്ത് പറയാം, അങ്ങനെ കാണാതെ പഠിച്ച് പറയണമെന്നില്ല. നമുക്ക് പറയാലോ, ലാസ്റ്റ് ഈവനിങ് ഐ വെൻറ്റ് ടു ദ ബീച്ച് വെയർ ഐ മെറ്റ് വൺ ഓഫ് മൈ ഫ്രണ്ട്സ്. വി വെൻറ്റ് ടു ദ ടെക്സ്റ്റൈൽ ഷോപ്പ് ടുഗെദർ. ഓക്കെ, ട്രൈ ചെയ്ത് നോക്കിയേ. Last evening I went to beach where I met my friend. We went to the coffee shop together. വെരി ഗുഡ്, വെരി ഗുഡ്. ഇനി ടെക്സ്റ്റൈൽ ഷോപ്പാണ് ടെക്സ്റ്റൈൽ ഷോപ്പ്, കോഫി ഷോപ്പാണ് കോഫി ഷോപ്പ്, നോ പ്രോബ്ലം. ഓക്കെ, യെസ്. ഇനി ഇതേപോലെ ഒരു സെൻറ്റൻസ് ഒന്ന് പറഞ്ഞു നോക്കൂ. കഴിഞ്ഞ ആഴ്ച ഞാൻ ഹോസ്പിറ്റലിൽ പോയി. അവിടെ വെച്ച് എൻ്റെ നെയ്ബറിനെ കണ്ടു. ഞങ്ങൾ ഒരുമിച്ച് മെഡിക്കൽ ഷോപ്പിലേക്ക് പോയി. അഭിനവ് മനസ്സിൽ കാണണേ, കഴിഞ്ഞ ആഴ്ച എവിടെ പോയത് അഭിനവ്? ഹോസ്പിറ്റലിൽ പോയി. അവിടെ വെച്ച് ആരെയാണ് കണ്ടത്? നെയ്ബറിനെ കണ്ടു. നിങ്ങൾ ഒരുമിച്ച് അങ്ങോട്ടാണ് പോയത്? മെഡിക്കൽ ഷോപ്പിലേക്ക്. യെസ്, ഇതാണ് നമ്മൾ ആ മനസ്സിൽ ആ സംഭവം കാണും. ഹോസ്പിറ്റലിൽ പോയി, പിന്നെന്താ ചെയ്തേ? നെയ്ബറിനെ കണ്ടു. എങ്ങോട്ട് പോയി? ഞങ്ങൾ ഒരുമിച്ച് മെഡിക്കൽ ഷോപ്പിലേക്ക് പോയി. ദാറ്റ്സ് റിയലി ഗുഡ്. ഓക്കെ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. Last week I went to the hospital where I met my neighbor. We went to the medical shop together. റൈറ്റ്. അപ്പോൾ അധികം ആൾക്കാർ വീവിൽ നിന്ന് അങ്ങനെ പറഞ്ഞ് പോകാറുണ്ട്. അത് സ്വാഭാവികമാണ് കേട്ടോ. തെറ്റിപ്പോയിന്ന് വിചാരിച്ച് നിങ്ങൾ ഒന്നുകൊണ്ട് ടെൻഷൻ ആവണ്ട, വീണ്ടും വീണ്ടും പറയാം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ മലയാളികൾക്കല്ല, പൊതുവിൽ മലയാളികൾക്കൊരു സ്വഭാവമാണ്. നമ്മൾ ഇംഗ്ലീഷ് പറയുമ്പോൾ, ആരെങ്കിലും പറയുമ്പോൾ ഉടനെ അവനെ ഗ്രാമർ മിസ്റ്റേക്ക് അത് ഇതെന്ന് പറഞ്ഞിട്ട് അവനെ പിന്നെ അവൻ പറയുന്നുള്ളത് കൊണ്ട് ഇൻട്രസ്റ്റ് പോയി പോകും. നമുക്കാണെങ്കിലോ ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറയുന്നത് കേട്ടാൽ മതി, തെറ്റിപ്പോയെന്ന് പറഞ്ഞാൽ അതോട് പിന്നെ നമുക്ക് പറയാനുള്ള എല്ലാ കോൺഫിഡൻറ്റും പിന്നെ നമ്മൾ പറയില്ല. സോ യു ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. യു ട്രൈ അഗെയിൻ ആൻഡ് അഗെയിൻ. വൺ ഡേ യു വിൽ ബി ദെയർ. ഓക്കെ, നിങ്ങളവിടെ എത്തിച്ചേരുക തന്നെ ചെയ്യും. ഓക്കെ, സോ അങ്ങനെ ഒന്നും നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യമില്ല. ഞാൻ നിങ്ങളെ സഹായിക്കും. ഐ എം ഹിയർ ഓൺലി ഫോർ യു. നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഞാനുള്ളത്. സോ യു ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. ഓക്കെ, സോ കമൺ, ഒരിക്കൽ കൂടി ആ സെൻറ്റൻസ് ഒന്ന് പറഞ്ഞു നോക്കിയാൽ അഭിനവ്. ഓക്കെ സർ. Last week I went to the hospital where I met my neighbor. We went to the medical shop together. That's really good. Okay, so അജയ് ഈ സെൻറ്റൻസ് ഒന്ന് പറഞ്ഞു നോക്കിയേ. Last week I went to the hospital where I met my friend. ലാസ്റ്റ് വീക്ക് ഒന്നുകൂടി പറഞ്ഞേ. മെറ്റെന്നാണോ പറഞ്ഞേ? മാറിപ്പോയോ? ഞാൻ കേട്ടതിൻ്റെ പ്രശ്നമാണോ? ഒന്നുകൂടി പറയാവോ? Last week I went to the hospital where I met my neighbor. We went to the medical shop together.
യെസ്, ഇവിടെ മെറ്റിനേക്കാൾ നല്ലത് സോയാണ്. കാരണം നമ്മൾ ചിലപ്പോൾ അവിടെ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അപ്രതീക്ഷിതമായിട്ട് അവരെ കാണുകയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അവിടെ ഈ സോ എന്ന് പറഞ്ഞാൽ മതി. അതേസമയം നിങ്ങൾ വിളിച്ച് പറഞ്ഞിട്ട് ചെല്ലുന്നതല്ലല്ലോ, നമ്മളവിടെ നിന്ന് ചിലപ്പോൾ ബൈ ചാൻസിൽ കാണുന്നതാണല്ലോ. ചിലപ്പോൾ വിളിച്ച് പറഞ്ഞിട്ട് ആകാം. അതും മെറ്റ് കൊണ്ട് തെറ്റല്ലേ പറഞ്ഞാൽ ഇവിടെ സോയാണ് കുറച്ചുകൂടി നമ്മുടെ അപ്രോപ്രിയേറ്റ് ആവുക എന്ന് തോന്നുന്നു. ഓക്കെ, യെസ്. ഓക്കെ സർ. അപ്പോൾ ഇനി ഞാൻ വേറൊന്ന് പറയാം. കഴിഞ്ഞ ആഴ്ച ഞാൻ എവിടെയാണ് പോയത്? ഒരു സ്ഥലം പറയൂ, നിങ്ങൾ പോയ ഒരു സ്ഥലം പറഞ്ഞു, ഇഷ്ടമുള്ള സ്ഥലം പറ. ലുലു മാൾ. കഴിഞ്ഞ ആഴ്ച ഞാൻ ലുലു മാളിൽ പോയി. അവിടെ വെച്ച് ആരെയാണ് കണ്ടത്? എൻ്റെ ഫ്രണ്ടിനെ കണ്ടു. ഫ്രണ്ട് നമ്മൾ പറഞ്ഞല്ലോ. ഇനി വേറെ ആരെങ്കിലും ആകാം. നമ്മൾ വേണമെങ്കിൽ ഒരു എന്താ പറയുക, ഒരു നിങ്ങളുടെ ഒരു സഹപ്രവർത്തകനെ കണ്ടു, കൊളീഗ് അല്ലെങ്കിൽ കോവർക്കർ. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ആഴ്ച ലുലു മാളിൽ പോയി. അവിടെ വെച്ച് നിങ്ങളെ സഹപ്രവർത്തകനെ കണ്ടു. നിങ്ങൾ ഒരുമിച്ച് ഓഫീസിലേക്ക് പോയി. ഓക്കെ, ഒന്ന് പറഞ്ഞു നോക്കിയാൽ അഭിനവ്. ട്രൈ ചെയ്യാം. അഭിനവ് ഒന്ന് ട്രൈ ചെയ്യൂ. Last week I went to Lulu Mall where I met my colleague. We went to office together. That's really good. Yeah, we went to office together. Okay. Last week I went to the Lulu Mall where I saw one of my colleagues. We went to office together. സർ Okay. ഹലോ. പറഞ്ഞോളൂ. വി വെന്റ് ടു ദ ഓഫീസ് എന്ന് വരിക. അപ്പോൾ വെന്റ് ടു ദ ഓഫീസ്. ഒരു ഓഫീസിലേക്ക് ടു ദ എന്ന് പറയും. ഞാൻ എന്താ പറഞ്ഞില്ലായിരുന്നു? ഇല്ല പറഞ്ഞു. അല്ല സാർ, ഞാനും പറഞ്ഞില്ലായിരുന്നു. അത് വേണം കേട്ടോ. ദാറ്റ്സ് റിയലി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഇത് വേണം കേട്ടോ. അപ്പോൾ ഒന്നുകൂടി ഒന്ന് പറഞ്ഞു നോക്കാം നമുക്ക്. ഏതായാലും ഒന്നുകൂടി പറഞ്ഞേ. Last week I went to Lulu Mall where I saw my colleague. We went to the office together. Yes, last week I went to Lulu Mall where I saw one of my friends, or one of my colleagues. We went to the office together. Really good. Then Ajay ഒന്ന് പറഞ്ഞു നോക്കത്. സെയിം സെന്റൻസ്. സർ പറഞ്ഞു നോക്കട്ടെ. ലാസ്റ്റ് വീക്ക് ഐ വെന്റ് ടു ദ ലുലു മാൾ വേർ ഐ സോ മൈ ഫ്രണ്ട്. വി വെന്റ് ടു ദ ഓഫീസ് ടുഗദർ. വെരി ഗുഡ്, ദാറ്റ്സ് റിയലി ഗുഡ്. ഓക്കെ, യെസ്. ഇനി അടുത്തൊരു വേറൊരു സെന്റൻസ് ആണ്. സാർ ഒരു സംശയം ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. വെന്റ് ടു ദ ലുലു മാൾ ആണോ അല്ലെങ്കിൽ വെന്റ് ടു ലുലു മാൾ ആണോ? വെന്റ് ടു ലുലു മാൾ ആണ്. ലുലു മാൾ എന്നുള്ളൊരു പേരായതുകൊണ്ട് വെന്റ് ടു ലുലു മാൾ മതി. അവിടെ ഇതാ വേണ്ട. അതേസമയം വെന്റ് ടു ദ സൂപ്പർ മാർക്കറ്റ് എന്ന് പറയും. അതേസമയം വെന്റ് ടു ലുലു മാൾ മതി. വെന്റ് ടു ദ ലുലു മാൾ വേണ്ട. വെന്റ് ടു ലുലു മാൾ മതി. സൂപ്പർ മാർക്കറ്റ് ആണെങ്കിൽ നമുക്ക് വെന്റ് ടു ദ സൂപ്പർ മാർക്കറ്റ് എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ അത് നേരത്തെ പറഞ്ഞാൽ നമ്മൾ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ സുഹൃത്തുക്കൾ, ശ്രദ്ധിച്ചോളണം. ഓക്കെ, പെട്ടെന്ന് പറഞ്ഞ സമയത്ത് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ഈ തോന്നുന്നു നമ്മൾ നേരത്തെ പറഞ്ഞാൽ ആദ്യം പറഞ്ഞ പ്രാവശ്യം നമ്മളെ മാറിപ്പോയിട്ടുണ്ടായിരുന്നേ. ഓക്കെ, യെസ്. ക്ലിയർ ആണോ അഭിനവ്? സാർ ക്ലിയർ ആണ്. അതെ സർ. ഓക്കെ, ഫൈൻ. ഓക്കെ, അടുത്ത് ശ്രദ്ധിക്കുക. ഇന്ന് രാവിലെ എന്നുള്ളതിന് എന്താ പറയുക? ടുഡേ മോർണിംഗ്. ടുഡേ മോർണിംഗ് അല്ലെങ്കിൽ ദിസ് മോർണിംഗ് എന്ന് പറയാം. ദിസ് മോർണിംഗ്. ഇന്ന് രാവിലെ എന്നുള്ളതിന് ടുഡേ മോർണിംഗ് അല്ലെങ്കിൽ ദിസ് മോർണിംഗ്. ടുഡേ അല്ലെങ്കിൽ ദിസ് മോർണിംഗ്. റൈറ്റ്. ഓക്കെ, ഇന്ന് രാവിലെ ഞാൻ സൂപ്പർ മാർക്കറ്റിൽ പോയി. അവിടെ വെച്ച് എൻ്റെ ആരെയാണ് കണ്ടത്? എൻ്റെ ഒരു ഒരാളെ പറഞ്ഞോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പറഞ്ഞു. കസിനെ കണ്ടു. ഓക്കെ, കസിനെ കണ്ടു. ഞങ്ങൾ ഒരുമിച്ച് ഒരു വെജിറ്റബിൾ ഷോപ്പിലേക്ക് പോയി. ഓക്കെ, ഇന്ന് രാവിലെ ഞാൻ സൂപ്പർ മാർക്കറ്റിൽ പോയി. അവിടെ വെച്ച് എൻ്റെ കസിനെ കണ്ടു. ഞങ്ങൾ ഒരുമിച്ച് ഒരു വെജിറ്റബിൾ മാർക്കറ്റിലേക്ക് പോയി, അല്ലെങ്കിൽ ഫിഷ് മാർക്കറ്റിലേക്ക് പോയി. ഓക്കെ, ഓക്കെ സർ. ഒന്ന് ട്രൈ ചെയ്യുക. അജയ് ഒന്ന് ട്രൈ ചെയ്തേ ഇതൊന്ന്. സർ ഇന്ന് രാവിലെ എന്നാണ്. ഇന്ന് രാവിലെ എന്നാകുമ്പോൾ എന്ത് വേണം? ദിസ് മോർണിംഗ്. ദിസ് മോർണിംഗ്. ദാറ്റ്സ് റിയലി ഗുഡ്. എങ്ങനെ പറയും? സൂപ്പർ മാർക്കറ്റിൽ പോയിന്നല്ലേ സർ? അതെ. ഓക്കെ. ദിസ് മോർണിംഗ് ഐ വെന്റ് ടു ദ സൂപ്പർ മാർക്കറ്റ്. യെസ്. വേർ ഐ സോ മൈ കസിൻ. വി വെന്റ് ടു ദ ഫിഷ് മാർക്കറ്റ് ടുഗദർ. വെരി ഗുഡ്, വെരി ഗുഡ്. വി വെന്റ് ടു ദ ഫിഷ് മാർക്കറ്റ്സ് ടുഗദർ. റൈറ്റ്. ഓക്കെ, ഇപ്പം ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ വെയർ എന്നുള്ള സംഭവമൊക്കെ വരാനൊക്കെ ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ട് ആദ്യം തോന്നിയേക്കാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക എന്താ അറിയോ, ഇതൊക്കെ അത് വേണോ ഇത് വേണോ എന്നൊക്കെ ചോദിച്ചാൽ ഓരോരുത്തർ ഒഴിവായിക്കളെ. അതായത് എൻ്റെ ഒരു സുഹൃത്തുണ്ട്, പുള്ളിക്കാരെന്ന് വെച്ചാൽ എല്ലാ ടൂൾസും വാങ്ങി വെക്കും. ഇങ്ങനെ എന്താ പറയുക, സ്ക്രൂ ഡ്രൈവർ, അതുപോലെ തന്നെ പ്ലെയർ, ഇതൊക്കെ വാങ്ങി വെക്കും. ഇത് ഓരോ സാധനം അഴിക്കുന്ന എല്ലാം നല്ല വാങ്ങി വെക്കും.
പക്ഷേ എവിടെയെങ്കിലും ചിലപ്പോൾ സ്ക്രൂ ഡ്രൈവറോട് ഒരു സ്ക്രൂ അഴിക്കേണ്ട സംഭവമാണെങ്കിൽ എന്ത് ചെയ്യണം, ചിലപ്പോൾ കടിച്ചഴിക്കും. അപ്പോൾ ഈ ടൂളൊക്കെ ഇവിടെ ഉണ്ട്, പക്ഷേ ഇത് ഉപയോഗിച്ചിട്ട് കടിച്ചഴിക്കുക എന്ന് പറഞ്ഞാൽ അതിപ്പോൾ എടുക്കാൻ പോകണ്ടേ എന്നുള്ള മടിച്ചിട്ട് അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ റിയൽ ആയിട്ട് അത് ഉപയോഗിക്കേണ്ട ആ സാധനം ഉപയോഗിക്കാതിരുന്നു കഴിഞ്ഞാൽ നമ്മളിത് ഉപയോഗിക്കാൻ പഠിക്കില്ല. ഒന്നത്. രണ്ടാമത് അതുകൊണ്ട് നമുക്ക് പല പ്രശ്നങ്ങളും വരും, കറക്റ്റ് ആവില്ല സെൻറ്റൻസ്. അതുകൊണ്ട് ഇങ്ങനെ ഉപയോഗിച്ച് പഠിക്കുക നിങ്ങളെപ്പോഴും. നിങ്ങൾക്ക് ഒരു സംഭവം കിട്ടുന്നില്ലെങ്കിൽ മനസ്സിലാക്കുക നമ്മളത് ഉപയോഗിക്കാത്തതുകൊണ്ടാണ്. റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഉറപ്പായിട്ട് അത് കിട്ടുക തന്നെ ചെയ്യും. ഓക്കെ, യെസ്. അജയ് അല്ല, അടുത്ത അഭിനവ്. ഞാൻ വേറൊരു സെൻറ്റൻസ് തരാം. ഇന്നലെ ഞാൻ തിയേറ്ററിൽ പോയി. അവിടെ വെച്ച് എൻ്റെ ഒരു ആരെയെ കണ്ടേ പറഞ്ഞോ? ക്ലാസ്മേറ്റിനെ കണ്ടു. അവിടെ വെച്ച് എൻ്റെ ഒരു ക്ലാസ്മേറ്റിനെ കണ്ടു. ഞങ്ങൾ ഒരുമിച്ച് തിയേറ്ററിൽ നിന്ന് പിന്നെ എങ്ങോട്ടായിരിക്കും പോയിട്ടുണ്ടാവുക? ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോയി. ഓക്കെ ഓക്കെ. ഒന്ന് പറഞ്ഞു. ഇന്നലെ ഞാൻ എൻ്റെ കസിനെ ആയിരുന്നു കണ്ടത്. ഇന്നലെ ഞാൻ തിയേറ്ററിൽ പോയി. അവിടെ വെച്ച് എൻ്റെ ക്ലാസ്മേറ്റിനെ കണ്ടു. ഞങ്ങൾ ഒരുമിച്ച് ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോയി. സാർ ഞാൻ ഒന്ന് മലയാളത്തിൽ ഒന്ന് റിപ്പീറ്റ് ചെയ്തോട്ടെ, ഒന്ന് ഇമാജിൻ ചെയ്യാം. പറഞ്ഞോ, കുഴപ്പമില്ല. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അത് പറയാം, ഒരു കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ പറയണം ഇങ്ങനെ പറയാം, അങ്ങനെ ഒന്നുമില്ല. നിങ്ങൾക്ക് പറഞ്ഞു നോക്കാം, കംഫർട്ടബിളായിട്ട് പറയാൻ നോക്കുക, തെറ്റിപ്പോയി കുഴപ്പമില്ല. ഇന്നലെ ഞാൻ ഒരു തിയേറ്ററിലേക്ക് പോയി. അവിടെ വെച്ച് ഞാൻ എൻ്റെ ക്ലാസ്മേറ്റിനെ കണ്ടു. ഞങ്ങൾ ഒരുമിച്ച് ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോയി. യെസ്. ലാസ്റ്റ് ഡേ ഐ വെന്റ് ടു ദ തിയേറ്റർ. ഐ സോ മൈ ഫ്രണ്ട്. ഓക്കെ, സോറി സാർ, ഒറ്റ പ്രാവശ്യം കൂടെ. ഓക്കെ, റിപ്പീറ്റ്. Last day I went to the theater where I saw my friend. We went to the restaurant together. We went to the restaurant together. വെരി ഗുഡ്, വെരി ഗുഡ്. നമ്മളിങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് തെറ്റിപ്പോകും കേട്ടോ. അതിനെപ്പറ്റി നിങ്ങൾ ടെൻഷൻ ആവണ്ട. സ്വാഭാവികമായിട്ട് അങ്ങനെ തെറ്റിപ്പോകും. തെറ്റിപ്പോയില്ലെങ്കിൽ അത്ഭുതമില്ല. അതെന്താ തെറ്റാത്തെന്ന് തോന്നുന്നു, കാരണം അതങ്ങനെ സംഭവിക്കുന്നതാണ്. ഓക്കെ, യെസ്. ഇനി അടുത്തത്, ഇനി നമുക്ക് ഒരു സെൻറ്റൻസും കൂടി ഇതിനകത്ത് അഡീഷണൽ വരാൻ പോവാണ്. അപ്പോൾ നിങ്ങൾ കൺഫ്യൂഷൻ ആവണ്ട, ഒരു സെൻറ്റൻസ് കൂടി അഡീഷണൽ. അപ്പോൾ ഞാൻ ഈ പറയുന്ന സംഭവം 1 by 1 ആയിട്ട് നിങ്ങൾ മനസ്സിൽ കാണണം. ഇപ്പോൾ ഉദാഹരണം പറയുകയാണ്, ഇന്നലെ വൈകുന്നേരം ഞാൻ ബീച്ചിൽ പോയി. അവിടെ വെച്ച് എൻ്റെ ഫ്രണ്ടിനെ കണ്ടു. ഓക്കെ, ഞങ്ങൾ ഒരുമിച്ച് ഒരു ഐസ്ക്രീം പാർലറിലേക്ക് പോയി. ഓക്കെ, ഞങ്ങൾ ഒരുമിച്ച് ഒരു ഐസ്ക്രീം പാർലറിലേക്ക് പോയി. ഞാൻ അവിടുന്ന് ഒരു ഐസ്ക്രീം കഴിച്ചു. ഞങ്ങൾ അവിടുന്ന് 2 ഐസ്ക്രീം കഴിച്ചു. ഓക്കെ, അജയ് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് സാർ. അപ്പോൾ ആദ്യം എന്താ നമ്മൾ ചെയ്ത് എങ്ങോട്ടാണ് പോയത്? സാർ ഒന്നുകൂടി പറയാമോ? ശ്രദ്ധിച്ചോ. ഞങ്ങൾ ആദ്യം ബീച്ചിൽ പോയി. ഞാൻ ബീച്ചിൽ പോയി. ഇന്നലെ വൈകുന്നേരം ഞാൻ ബീച്ചിൽ പോയി. മനസ്സിൽ കാണണേ, ഇന്നലെ വൈകുന്നേരം ഞാൻ ബീച്ചിൽ പോയി. അവിടെ വെച്ച് ആരെയാണ് കണ്ടത്? നമ്മുടെ ഫ്രണ്ടിനെ കണ്ടു. ഓക്കെ, ഞാൻ എന്നിട്ട് എന്ത് ചെയ്തു? ഫ്രണ്ട് ഞങ്ങൾ ഒരുമിച്ച് അങ്ങോട്ടാണ് പോയത്? ഒരു ഐസ്ക്രീം പാർലറിലേക്ക് പോയി. ബീച്ചിൻ്റെ അടുത്തൊക്കെ ഐസ്ക്രീമൊക്കെ ഉള്ള ഷോപ്പുകൾ ഒരുപാടുണ്ടാവുമല്ലോ. ഓക്കെ, ഐസ്ക്രീം പാർലറിലേക്ക് പോയി. അവിടെ നിന്ന് ഞങ്ങൾ 2 ഐസ്ക്രീം കഴിച്ചു. അപ്പോൾ കഴിച്ചു എന്നുള്ളതിന് എന്താ പറയും? അജയ്, ഈറ്റ് എന്ന് പറഞ്ഞാൽ കഴിക്കുക. കഴിച്ചു എന്നാകുമ്പോൾ 8 എന്ന് പറയണം. 8 ഈറ്റൻ. അപ്പോൾ കഴിച്ചു എന്നാകുമ്പോൾ 8 എന്ന് പറയണം. അത് ഓർത്തിരിക്കാൻ ഞാൻ വേണേൽ ഒരു കാര്യം പറയാം. 8 ഇംഗ്ലീഷിൽ എന്താ പറയുക അജയ്? 8. അപ്പോൾ 8 എണ്ണം കഴിച്ചു നിങ്ങളെങ്കിലും ഓർത്താൽ മതി. എന്ത് സാധനം കഴിക്കുകയാണെങ്കിലും 8 എണ്ണം കഴിച്ചു എന്ന് പറയാം. 8 കഴിക്കുക. അപ്പോൾ കറക്റ്റ് ഉച്ചാരണമായിരിക്കും. 8. I ate an ice cream. I ate 2 ice cream. ഓക്കെ, we ate. ഞങ്ങൾ 2 ഐസ്ക്രീം കഴിച്ചു എന്നാണ് എങ്ങനെ പറയും അജയ്? We ate 2 ice cream. Yeah, we ate 2 ice creams. We ate 2 ice creams. ഓക്കെ, അപ്പോൾ സംഭവം ഓർമ്മയുണ്ടോ? സംഭവം പെട്ടെന്ന് പറഞ്ഞാൽ എന്താ മലയാളത്തിൽ എന്ന് പറഞ്ഞേ? ഞാൻ ബീച്ചിൽ പോയി, എൻ്റെ കൂട്ടുകാരനെ കണ്ടു. ഞങ്ങൾ ഒരുമിച്ച് ഒരു ഐസ്ക്രീം പാർലറിൽ പോയി 2 ഐസ്ക്രീം കഴിച്ചു. വെരി ഗുഡ്, ദാറ്റ്സ് വെരി ഗുഡ്. പറഞ്ഞു നോക്കേ സാറേ, സ്ലോലി പറഞ്ഞാൽ പോരെ? മതി, ഒരു കുഴപ്പമില്ല. നമ്മൾ സാധാരണ ഒരാളോട് ഇങ്ങനെ പറയുന്ന രീതിയിലാണ് പറഞ്ഞാൽ മതി, ഒരു കുഴപ്പമില്ല. ലാസ്റ്റ് ഈവനിങ് ഐ വെന്റ് ടു ദ ബീച്ച് വേർ ഐ മെറ്റ് മൈ ഫ്രണ്ട്. ഓക്കെ, പിന്നെ എങ്ങോട്ട് പോയി? We went to the ice cream parlor together. Good. We ate 2 ice creams. വെരി ഗുഡ്. ഇപ്പോൾ ഒരു സെൻറ്റൻസ് അടുത്ത സെൻറ്റൻസിലേക്ക് നമ്മളിങ്ങനെ മനസ്സിൽ ഓർത്തിട്ടല്ലേ പറയുന്നത്. കുറച്ച് കഴിയുന്ന സമയത്ത് ഇത് വീണ്ടും നമ്മളിങ്ങനെ പ്രാക്ടീസ് ചെയ്താൽ
പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് അത് വരും. സ്വാഭാവികമായിട്ടും ആദ്യം പറയുമ്പോൾ അടുത്ത സെൻറ്റൻസ് ഏതായാലും നമ്മൾ മനസ്സിലിങ്ങനെ ഓർക്കും. നമ്മൾ വിഷ്വൽ കാണണം, വിഷ്വൽ കണ്ടിട്ട് വരണം. നമ്മൾ മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാതെ ഈ വിഷ്വൽ കണ്ടിങ്ങനെ പറഞ്ഞു പോകുമ്പോൾ നന്നായി പറയാൻ പറ്റും. പലരും ചെയ്യാന്ന് വെച്ചാൽ മലയാളത്തിൽ മനസ്സിൽ ചിന്തിച്ചിട്ട് ഇംഗ്ലീഷിലേക്ക് പറയാൻ ശ്രമിക്കുക. അപ്പോൾ അവിടെ എന്താ പ്രശ്നം വരികയെന്ന് ചോദിച്ചാൽ ഭയങ്കര ലാഗ് വരും. ഓരോ സെൻറ്റൻസ് ഇങ്ങനെ പറഞ്ഞ് മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് മാറ്റി ഇങ്ങനെ വരുമ്പോൾ ഒരുപാട് ലാഗ് വരും. പക്ഷേ ഇങ്ങനെ നമ്മൾ റിയൽ ലൈഫിലുള്ള സിറ്റുവേഷൻസിൽ എങ്ങനെയാണോ പറയുന്നത് ആ രീതിയിൽ പറഞ്ഞു പോകുമ്പോൾ നമുക്ക് ആ ലാഗ് കുറയ്ക്കാൻ പറ്റും. ഞാൻ ഈ പറഞ്ഞ സെൻറ്റൻസ് തന്നെ ഇപ്പോൾ വെൻറ്റ് എന്നൊക്കെയുള്ള റെപ്പിറ്റേഷനാണ് വരുന്നത്. പക്ഷേ വേറെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സെൻറ്റൻസ് ഉപയോഗിച്ച് മനോഹരമായിട്ട് പറയാം. പക്ഷേ ഇങ്ങനെ പറഞ്ഞു പഠിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ തുടക്കത്തിൽ അങ്ങനെയാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ കൊച്ചു കുട്ടികൾ നമ്മൾ പറയുന്ന സമയത്ത് ഇപ്പോൾ അവർ പറയും അച്ഛ ഷർട്ട്, അമ്മ ബുക്ക്, അച്ഛ പേന എന്നൊക്കെ പറയും. അച്ഛൻ്റെ പേന, അമ്മയുടെ ബുക്ക് എന്നൊന്നും പറയാൻ കുട്ടികൾ പറയാൻ പറ്റണമെന്നില്ല. അപ്പോൾ ആദ്യം തുടക്കത്തിൽ അച്ഛ പേന, അമ്മ ബുക്ക്, അച്ഛ കാറ്, അങ്ങനെയൊക്കെ ആയിരിക്കും പറയുക കുട്ടികൾ. അപ്പോൾ ആ പറഞ്ഞാൽ അപ്പോൾ നമ്മൾ പറയും ഇതെന്താടാ പറയുന്നത്, തെറ്റാണ്, മാറ്റി പറയൂ എന്ന് നമ്മൾ വാശി പിടിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ കുട്ടികൾ പറഞ്ഞു വരുന്ന സമയത്ത് മിസ്റ്റേക്സിലുണ്ടാവും. അപ്പോൾ അതേപോലെ തന്നെയാണ് നമ്മൾ ചിലപ്പോൾ ചെറിയ ചെറിയ വാക്കുകൾ ഉപയോഗിച്ച് നമ്മൾ സംസാരിക്കാൻ പഠിക്കുക എന്നുള്ളതാണ്. ചെറിയ ചെറിയ സെൻറ്റൻസുകൾ ഉപയോഗിച്ച് നമ്മൾ സംസാരിക്കാൻ പഠിക്കുക. അതിനെ നമ്മൾ ദീർഘമായി ഇങ്ങനെ കൂട്ടി ഇങ്ങനെ കൊണ്ടുവരിക. ഓക്കെ, നമ്മൾ ഈ ഉറുമ്പുകൾ ഓരോന്ന് കൂട്ടി വെച്ചാലും കുറേ കഴിയുമ്പം അങ്ങനെ ഒരു കൂമ്പാരമായി മാറുമെന്ന് പറഞ്ഞ പോലെ അങ്ങനെ നമ്മൾ ഉപയോഗിച്ചും പറഞ്ഞും പഠിച്ചു പോവുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി നമുക്ക് ഒന്ന് പറഞ്ഞു നോക്കാം. ഇതേ സെൻറ്റൻസ്, ഇതേ ഐഡിയ ഒന്ന് അഭിനവ് ഒന്ന് പറഞ്ഞു നോക്കിയേ. ഓക്കെ സാർ. ഇന്നലെ വൈകുന്നേരം എന്നാണോ അല്ലെങ്കിൽ ഇന്നലെ വൈകുന്നേരം ഇഷ്ടമുള്ള ടൈം എടുത്തോ, as you like. Last evening I went to beach where I met one of my friend. We went to a ice cream parlor. We went to ice cream parlor together. Yes. We ate 2 ice creams. ഓക്കെ, വെരി ഗുഡ്. അതിൽ ആ വൺ ഓഫ് മൈ ഫ്രണ്ട് എന്ന് പറയാൻ പാടില്ല, വൺ ഓഫ് മൈ ഫ്രണ്ട്സ്. ഓക്കെ, അപ്പോൾ കറക്റ്റാണ്. ഒന്നും കൂടി ഒന്ന് പറയാമോ? Can you say once again? Last evening I went to beach where I saw one of my friend. We went to the ice cream parlor together. We ate 2 ice creams. അപ്പോൾ നിങ്ങൾ നോക്കിക്കേ, ഈ പറഞ്ഞ രീതിയിൽ സെൻറ്റൻസ് ആയിട്ട് 1 by 1 ആയിട്ട് ഇപ്പോൾ ആദ്യം നമ്മളൊരു ചെറിയ ഞാൻ പറഞ്ഞ സെൻറ്റൻസിലാണ് തുടങ്ങിയത് അല്ലേ. ഇപ്പോൾ നമ്മൾ അതിൻ്റെ അടുത്ത സെൻറ്റൻസ് പറഞ്ഞു, ഇങ്ങനെ സെൻറ്റൻസിൻ്റെ ലെങ്ത് കൂടി വന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ? അജയ് ശ്രദ്ധിച്ചോ? ശ്രദ്ധിച്ചു. ഇല്ലേ? അപ്പോൾ നമ്മൾ ആദ്യം നമ്മളിപ്പോൾ ഈ സ്റ്റെപ്പ് കയറി പോകുമ്പോൾ ഒരു സ്റ്റെപ്പ് 2 സ്റ്റെപ്പ് അങ്ങനെ ഓരോരോ സ്റ്റെപ്പ് വെച്ച് പോകുമ്പോൾ നമ്മളിത് പോകുന്നത് അറിയില്ല, അത് പറഞ്ഞു പോകുന്നത്. അടുത്തടുത്ത കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകാൻ പറ്റും. പക്ഷെ നമുക്ക് ടോട്ടലി നല്ലൊരു റിസൾട്ടുമായിട്ട് വരും. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ശരിക്കും അടുത്ത ഒരു സെൻറ്റൻസും കൂടി പറഞ്ഞാലും ഇതേപോലെ നിങ്ങൾ പറയും. വേണമെങ്കിൽ ഞാൻ ഒരു സെൻറ്റൻസും കൂടി, ഒരു മോഡലും കൂടി ആണെന്ന് നിങ്ങൾക്ക് പറയാം. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇവിടെ നിങ്ങൾ മനസ്സിൽ കാണണേ, ഞാൻ പറയുന്നത് നിങ്ങൾ മനസ്സിൽ കാണണം. മനസ്സിൽ കണ്ടാൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ. ശ്രദ്ധിക്കുക. ഇന്നലെ ഞാൻ കൊച്ചിയിൽ പോയി. ഓക്കെ, ഇന്നലെ ഞാൻ കൊച്ചിയിൽ പോയി. അവിടെ വെച്ച് എൻ്റെ ഫ്രണ്ടിനെ കണ്ടു. ഞങ്ങൾ ഒരുമിച്ച് ഒരു ഹോട്ടലിലേക്ക് പോയി. ഓക്കെ, ഞാൻ ഹോട്ടലിലേക്ക് പോയി. ഞങ്ങൾ അവിടുന്ന് ലഞ്ച് കഴിച്ചു. അല്ലെങ്കിൽ എന്താണ് ചപ്പാത്തി കഴിച്ചു. പിന്നീട് ഞങ്ങൾ ഒരു സിനിമയ്ക്ക് പോയി. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി ശ്രദ്ധിക്കുക. ആദ്യം എന്താ നമ്മൾ ചെയ്ത അഭിനവ്? എവിടെ പോയത്? കൊച്ചിയിൽ പോയി. അവിടെ വെച്ച് ആരെ കണ്ടു? ഫ്രണ്ടിനെ കണ്ടു. നമ്മൾ അങ്ങോട്ടാ പോയത്. അതിനുശേഷം ഞങ്ങൾ ഒരു ഹോട്ടലിലേക്ക് പോയി. അവിടെ നിന്ന് എന്താ കഴിച്ചത്? ലഞ്ച് കഴിച്ചു. അല്ലെങ്കിൽ ലഞ്ച് കഴിച്ചാൽ ചപ്പാത്തി കഴിച്ചു. ഓക്കെ, ചപ്പാത്തി കഴിച്ചു. അതിനുശേഷം എങ്ങോട്ടാ പോയത്? ഒരു സിനിമയ്ക്ക് പോയി, തിയേറ്ററിൽ പോയി. അപ്പോൾ അതിനുശേഷം അതിൽ പിന്നീട് എന്നുള്ളതിന് എന്താ പറയുക? പിന്നീട് എന്നുള്ളതിന് എന്താ പറയുക? ആഫ്റ്റർ അല്ല, ലേറ്റർ എന്ന് വേണമെങ്കിൽ പറയാം. ലേറ്റർ എന്ന് പറയണ ലേറ്റർ. I went to the theater together. ഓക്കെ, അപ്പോൾ ലേറ്റർ എന്ന് പറയാം. അപ്പോൾ ഇത്രയും സെൻറ്റൻസുകൾ നമ്മൾ 1 by 1 ആയിട്ട് പറയാം. എന്തൊക്കെയായിരുന്നു സെൻറ്റൻസ് മലയാളത്തിൽ ഒന്ന് പറഞ്ഞാൽ ചെയ്? ഞാൻ കൊച്ചിയിൽ പോയി.
അവിടെ വെച്ച് എൻ്റെ ഫ്രണ്ടിനെ കണ്ടു. ആ ഞങ്ങൾ ഒരുമിച്ച് ഹോട്ടലിൽ പോയി. ആ എന്താ കഴിച്ചത്? അവിടെ നിന്ന് ചപ്പാത്തി കഴിച്ചു. ആ പിന്നീട് തിയേറ്ററിൽ പോയി. വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ അജയ്. അഭിനവ് ഒന്ന് ട്രൈ ചെയ്യുന്ന ഫസ്റ്റ്. എന്നാൽ അഭിനവല്ല ആദ്യം പറഞ്ഞു. എന്നാൽ അഭിനവ് ഒന്ന് പറഞ്ഞു നോക്കേ. സാർ സ്ലോ ആക്കി പറഞ്ഞാൽ പോരെ സാർ? No problem. Whether it's right or wrong, you don't worry about that. Maybe അത് നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് തെറ്റൊക്കെ പറ്റും. അതിനെപ്പറ്റി ഒന്നും നിങ്ങൾ പറയേണ്ട, നിങ്ങൾ പറഞ്ഞു നോക്കുക വെറുതെ. ഓക്കെ, നിങ്ങൾക്ക് പറ്റും, ഇത് നമുക്ക് സാധിക്കും. മറ്റേത് പറഞ്ഞല്ലോ, നമുക്ക് സാധിക്കും. ഓക്കെ, യെസ്, ഓക്കെ സാർ. യു ക്യാൻ ഡു ദാറ്റ്. Yesterday I went to Kochi where I saw one of my friend. We went to one of my friends. Friends, sorry sir. Ah. One of my friends. ആദ്യം തൊട്ട് പറഞ്ഞോട്ടെ. ആ ഓക്കെ. Yesterday I went to Kochi where I meet one of my friends. We went to a hotel together. Yes. We ate chapati. Later we went a cinema. Went to the cinema theater. Cinema. അല്ലെങ്കിൽ we went to a cinema. Okay, we went to a cinema. Very good, very good. That's really awesome. Very good. Okay. Yes, അജയ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. സാർ പറഞ്ഞോട്ടെ? ആ പറഞ്ഞോളൂ. Last day I went to Kochi where I meet my friend. വേറെ മീറ്റ് അല്ല, വേറെ മെറ്റ്. നേരത്തെ അഭിനവ് പറഞ്ഞു മീറ്റ് പോലെ ഞാൻ എനിക്ക് കേട്ടത്. മെറ്റാണോ പറഞ്ഞത്? മെറ്റാണ് കേട്ടോ. ഓക്കെ സാർ. ഓക്കെ, സാർ ഒന്നുകൂടി പറയാം. ആ Last day I went to Kochi where I met my friend. ഓക്കെ. We went to a ആ എവിടേക്ക് we പോയത്? went to the hotel ആ ഒരുമിച്ച്. together. We went to the hotel together. ആ We ate chapati. യെസ്, Later we went to the theater. വെരി ഗുഡ് വെരി ഗുഡ്. സൂപ്പർ സൂപ്പർ കേട്ടോ. നമ്മളിങ്ങനെ സെൻറ്റൻസ് ഇങ്ങനെ കൂടി വരുന്നുണ്ടോ? ഇതേപോലെ സുഹൃത്തുക്കളിൽ ചിലപ്പോൾ ബേസ് ചിലപ്പോൾ പ്രയാസമുള്ള സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവർക്ക് കുറച്ചുകൂടി ബുദ്ധിമുട്ട് വന്നേക്കാം. ഇത്രയും ലോങ് സെൻറ്റൻസ് വൺ സ്ട്രെച്ചിൽ പറയാൻ ചിലപ്പോൾ ബുദ്ധിമുട്ട് വന്നേക്കാം. പക്ഷെ ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാം. ഒരു പ്രശ്നവുമില്ല, നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാം. ഇതേപോലെ നമുക്ക് സെൻറ്റൻസുകൾ ലെങ്ത് ഉണ്ടാവും. നമ്മൾ തുടങ്ങിയത് ചെറിയൊരു വാക്കിൽ നിന്ന്, ഒരു ഐ എന്ന് പറഞ്ഞതിൽ നിന്ന് തുടങ്ങി ഇപ്പം നമ്മളൊരു ലോങ് ഐഡിയ പറയുകയാണ്. ഇതേപോലെ നമുക്ക് സ്വന്തമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കൾക്ക് വേണ്ടി, ഇംഗ്ലീഷ് ഇങ്ങനെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി നമ്മുടെ ഓൺലൈനായിട്ടുള്ള സ്പെഷ്യൽ ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ട്. റെക്കോർഡഡ് ക്ലാസ്സുകൾ ഇതേപോലെ നിങ്ങൾക്ക് ലഭിക്കും. കണ്ടും കേട്ടും പഠിക്കും. അതുകൂടാതെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ആക്സെൻറ്റോട് കൂടിയിട്ടുള്ള ഓഡിയോ ക്ലിപ്പുകളുടെ ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. അതിലൂടെ നിങ്ങൾക്ക് കേട്ട് റിപ്പീറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്ന സെഷൻസ് ഉണ്ടാവും. ഇതെല്ലാം ഉൾപ്പെടുന്ന സ്പെഷ്യൽ പ്രോഗ്രാം നമ്മൾ നടത്തുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ള സുഹൃത്തുക്കൾക്ക് നമ്മുടെ വാട്സപ്പ് നമ്പറായിട്ടുള്ള 99955824 എന്നുള്ള വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി. കാണുന്ന സുഹൃത്തുക്കളിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ക്ലാസ്സുകൾ ലഭിക്കുന്നതായിരിക്കും. അതിൻ്റെ ഡീറ്റെയിൽ എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. കോഴ്സ് ഫീസ് ഉണ്ട്. കോഴ്സ് ഫീസും മറ്റ് കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് അറിയിക്കുന്നതാണ്. അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽ അറിയാൻ വേണ്ടി വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ട ഡൗട്ടുകളും തീർച്ചയായിട്ടും ചോദിക്കാം. ഒരു കുഴപ്പമില്ല. ഇംഗ്ലീഷ് നമ്മൾ പഠിക്കുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ ഒരുപാട് സ്ട്രെസ് ടെൻഷനൊന്നും കൊണ്ട് കൂളായിട്ട് പഠിച്ചു പോകുക. ഇപ്പോൾ ഒരു തവണ നിങ്ങൾ ഈ വീഡിയോ കംപ്ലീറ്റ് കണ്ട് ഇതിൽ നിർത്തരുത്. ശരിക്കും പറയുകയാണെങ്കിൽ ഒരു വീഡിയോ 3 തവണ നിങ്ങൾ കണ്ടാൽ പിന്നെ നിങ്ങൾക്ക് അതിൽ ഒരു കൺഫ്യൂഷനും ഉണ്ടാവില്ല. നല്ല ക്ലാരിറ്റിയോടുകൂടി മനസ്സിലാവും. ആ ഭാഗം ഓക്കെയാവും. നിങ്ങളൊന്ന് സംശയം ഉണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ 3 ടൈം. ബുദ്ധിമുട്ട് വന്ന ആൾക്കാർക്ക്, ചില ആൾക്കാർക്കൊക്കെ ഒറ്റ തവണ കാണുമ്പോൾ തന്നെ ഈസി ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും. ഇല്ലാത്ത ആളുകൾക്ക് ഒരു 3 ടൈം റിപ്പീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കും. ഇതിൻ്റെ 1 by 1 ആയിട്ടുള്ള ഓരോ യൂസേജുകളും കാര്യങ്ങളൊക്കെ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഇപ്പോൾ കഴിഞ്ഞതിൽ അജയ് ആൻഡ് അഭിനവ് അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ, തീർച്ചയായിട്ടും. ഹലോ പറഞ്ഞോളൂ സാർ. ഇപ്പോൾ എനിക്ക് നാളെ നിങ്ങളെ കാണണം എന്നുള്ളത് നമ്മളെങ്ങനെ ഒരാളെടുത്ത് പറയാ? എനിക്ക് കാണുന്നതാണ്. അതായത് എനിക്ക് എന്താ പറയുക, ഒരു സുഹൃത്തിനെ കാണേണ്ടതുണ്ടെന്ന അർത്ഥത്തിലാണോ ചോദിക്കുന്നത്? അതെ. ഐ വാണ്ട് ടു മീറ്റ് യു നമ്മൾ പറയുമ്പോൾ ശരിയാവും. ഈ വാണ്ട് ടു മീറ്റ് വേണം പറയാം, കുഴപ്പമൊന്നുമില്ല. ഈ വാണ്ട് പല സ്ഥലത്തും ആൾക്കാരോട് പറയാം. ഐ വാണ്ട് സം വാട്ടർ എന്നൊക്കെ ആൾക്കാർ പറയാറുണ്ട്. അല്ലെങ്കിൽ ഐ വാണ്ട് ടു മീറ്റ് യു എന്നൊക്കെ പറയേണ്ട ആൾക്കാർ. അങ്ങനെ പറയുമ്പോൾ എന്താ പറയുക, ഈ വാണ്ട് ഒരുപാട് ഉപയോഗിക്കുന്നത് റൂഡായിട്ടാണ്, ഭയങ്കര പരുഷമായിട്ട്, എന്താ പറയുക, ഒരു അധികാരം പ്രയോഗിച്ച് പറയും പോലെ തോന്നും വാണ്ട്.
ഇവിടെ കുറച്ചുകൂടി നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. നീഡ് ഉപയോഗിക്കാം. നമ്മുടെ ഒരു ആവശ്യമുണ്ട്. ഐ നീഡ് യുവർ ഹെൽപ്പ്. എനിക്ക് നിങ്ങളെ സഹായം ആവശ്യമുണ്ട്. ഐ വാണ്ട് യുവർ ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ ഭയങ്കര ഒരു അരഗൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര എന്താ പറയുക, കുറച്ച് റൂഡായിട്ട് പെരുമാറുന്ന ആളാണെന്ന് തോന്നുന്നവർക്ക് അതൊക്കെ പറയാൻ ഐ നീഡ് യുവർ ഹെൽപ്പ്, എക്സ്ക്യൂസ് മീ, ഐ നീഡ് യുവർ ഹെൽപ്പ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഓക്കെ. അതേപോലെ തന്നെ ഇവിടെ കുറച്ചുകൂടി വേറെ രീതി ഉപയോഗിക്കാം. ഐ ഹാവ് ടു HAVE ഹാവ് TO2. I have to go to താമരശ്ശേരി. I have to go to കൊച്ചിൻ. I have to go to ബാംഗ്ലൂർ. ഓക്കെ, എനിക്ക് നാളെ ബാംഗ്ലൂരിൽ പോകാനുണ്ട്, എനിക്ക് നാളെ കൊച്ചിയിൽ പോകാനുണ്ട്. ഓക്കെ, ഐ ഹാവ് ടു മീറ്റ് മൈ ഫ്രണ്ട് ടുമോറോ. ഒന്ന് പറഞ്ഞു നോക്കൂ അജയ്, എങ്ങനെ പറയും? I have to meet you tomorrow. I have to meet my friend tomorrow. എനിക്ക് എൻ്റെ സുഹൃത്തിനെ നാളെ കാണേണ്ടതുണ്ട്. I have to go to bank tomorrow. ഒന്ന് പറഞ്ഞു നോക്കുക അഭിനവ്, എനിക്ക് നാളെ ബാങ്കിൽ പോകേണ്ടതുണ്ട്. എങ്ങനെ പറയും? I have to go to Bangalore. അപ്പോൾ ഈ ഹാവ് ടു എന്ന് പറയുന്നത് ഒരു കാര്യം ചെയ്യേണ്ടതുണ്ട്, എനിക്ക് ഒരു സ്ഥലത്ത് പോകേണ്ടതുണ്ട് എന്ന അർത്ഥത്തിലാണ്. ഇനി ഹാഡ് ടു എന്നാണ് പോകേണ്ടതുണ്ടായിരുന്നതാണ്. നമുക്ക് ഈ സെഷൻ എടുക്കാനുണ്ട്, പിന്നീട് നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് എടുക്കാൻ, അതുകൊണ്ട് ഞാനത് ഇപ്പോൾ പറയുന്നില്ല. ഏതായാലും ഒരു ഔട്ട്ലൈൻ കിട്ടിയല്ലോ. അതേപോലെ അങ്ങനെ എന്തെങ്കിലും വേറെ സംശയങ്ങളുണ്ടോ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ, തീർച്ചയായിട്ടും ചോദിക്കാം. ഹലോ സാർ. പറഞ്ഞോളൂ. അജയ് ആണോ ചോദിക്കുന്നത്? ചോദിച്ചോളൂ അജയ്. സാർ, നമ്മൾ ഈ ഹൗ ആർ യു എന്ന് പറയുന്നതും ഈ ഹൗ ആർ യു ഡൂയിങ് എന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസം എന്തെങ്കിലും ഉണ്ടോ? അതോ ഹൗ ആർ യു ആൻഡ് ഹൗ ആർ യു ഡൂയിങ്, ഇത് തമ്മിലുള്ള വ്യത്യാസം അല്ലേ? ഓക്കെ. ഞാൻ തുടക്കത്തിലാണ് ഹലോ ഹൗ ആർ യു മൈ ഡിയർ ഫ്രണ്ട്സ് എന്നൊക്കെ പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ഹൗ ആർ യു ഡൂയിങ്, ഇവ തമ്മിലുള്ള വ്യത്യാസം ശരിക്കും നമുക്ക് ഞാനൊരു കാര്യം ചെയ്യാം, അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ഒന്ന് പറഞ്ഞു തരാം നിങ്ങൾക്ക്. നമ്മളൊരാളെ കാണുമ്പോൾ ആദ്യം എന്താണ് പറയുക അഭിനവേ? ഒരാളെ കാണുമ്പോൾ ഹലോ എന്ന് തന്നെയാണ് പറയാം ശരിക്കും. ഹലോ അങ്ങനെ പറയും. ഞാൻ ക്ലിയർ ആവത്തുകൊണ്ട് ഹലോ എന്ന് പറഞ്ഞത് ചോദ്യം ഒന്നോട് ചോദിക്കാം. അതെ, എനിക്ക് മനസ്സിലായി. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. നമ്മളൊരാൾ ഹലോ അല്ലെങ്കിൽ ഹായ് എന്ന് പറയാം അല്ലേ? നമ്മൾ കുറച്ചുകൂടി ഫ്രണ്ട്സ് ആണെങ്കിൽ നമ്മൾ ഹായ് എന്ന് പറയും. എക്സ്ക്യൂസ് മീ. അതേസമയം നമുക്ക് അത്ര ഫ്രണ്ട്സ് അല്ലെങ്കിൽ നമുക്ക് പറയാം ഹലോ എന്ന് പറയാം. പിന്നെ നമ്മൾ ഹൗ ആർ യു എന്നായി പോരുത്, ഹൗ ആർ യു അല്ലെങ്കിൽ ഹൗ യു അങ്ങനെ ഇരിക്കും. ആദം ഹവ്വയിലെ ഹൗവ ഇല്ലേ? ഏതാണ്? ഹൗവ. പിന്നെ യു എന്ന് പറഞ്ഞു നോക്കിയേ. ഹൗ യു പറഞ്ഞു നോക്കിയേ. ഹൗ യു റൈറ്റ്. ഓക്കെ, ഹൗ യു റൈറ്റ്. നമ്മൾ പണ്ട് പഠിക്കല്ലേ ഫൈൻ ഹൗ യു എന്നൊക്കെ പറയില്ലേ? ഓക്കെ, അപ്പോൾ എങ്ങനെ പറയാം അജയ്? ഹൗ യു എന്ന് പറഞ്ഞേ. ആദം ഹവ്വയിലെ ഹൗവ ഇല്ലേ? ഹൗവ. പിന്നെ യുവും കൂടെ പറഞ്ഞാൽ മതി, ഷോർട്ടായിട്ട് പറയാം. ഹൗ യു. ഹേ ഹൗ യു പറഞ്ഞു നോക്കിയാ അജയ്. ഹൗ ആർ യു? യാ, ഹൗ യു. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മൾ അതിന് ആൻസർ പറയാം? ഐ ആം ഫൈൻ. നമ്മൾ മലയാളികൾക്കൊരു ശീലമുണ്ട്, നമ്മളുടെ ഹലോ ഹൗ യു എന്ന് നമ്മൾ പറയും ഐ ആം ഫൈൻ. അങ്ങനെ പറഞ്ഞാലേ അത് മാത്രം നമ്മൾ പറയുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ പ്രശ്നം എന്നറിയോ? ഞാനിപ്പോൾ അഭിനവനോട് ഇങ്ങനെ ചോദിക്കണം. ഞാനിങ്ങനെ പോകുന്ന സമയത്ത് അഭിനവ് ഇങ്ങനെ വഴിവെക്കിലൊക്കെ, അപ്പോൾ അഭിനവനോട് ചോദിക്കുകയാണ് എന്തൊക്കെയുണ്ട് വിശേഷം എന്നോട് ചോദിക്കുക. വളരെ സന്തോഷം. നമ്മളൊക്കെ ചോദിക്കില്ല ആൾക്കാരോട്, ഇങ്ങനെ ആളുകൾ പോകുമ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ചോദിക്കില്ല. അപ്പോൾ നമ്മളെന്ന് പറയും സുഖം തന്നെ എന്ന് പറഞ്ഞാൽ ഞാനങ്ങനെ പോയാൽ എന്ത് തോന്നുന്നു? എന്തോ ഒരു സുഖക്കേടുണ്ടല്ലോ, എന്തോ ഒരു പ്രശ്നം പുള്ളിക്കാരനുണ്ട് കേട്ടോ എന്ന് തോന്നുമില്ലയോ? തോന്നും. അപ്പോൾ അവിടെ നമ്മളെങ്ങനെ ശരിക്കും മലയാളത്തിൽ എങ്ങനെ സംസാരിക്കുക? എന്തൊക്കെയുണ്ട് വിശേഷം എന്നൊരാൾ ചോദിച്ചാൽ സുഖമായിരിക്കുന്നു, എന്തൊക്കെയുണ്ട് വിശേഷം തിരിച്ച് ചോദിക്കല്ലേ? തിരിച്ച് നമ്മൾ ചോദിക്കുക എന്തൊക്കെയാണ് വിശേഷം എന്ന് ചോദിക്കും അല്ലേ? ചോദിക്കില്ലയോ അജയ്? അത് തന്നെ നമ്മൾ ഇവിടെയും ആവശ്യമാണ്. ഒരാൾ നമ്മളോട് ഹലോ ഹൗ യു എന്ന് ചോദിച്ചാൽ നമ്മൾ ഐ ആം ഫൈൻ എന്ന് മാത്രം പറയല്ലേ ഉണ്ട്. ഐ ആം ഫൈൻ, താങ്ക് യു. നമ്മളോട് സുഖമാണോ എന്ന് ചോദിച്ചതിന് ഒരു താങ്ക് യു കൊടുക്കണം. പിന്നെ നിങ്ങൾക്ക് സുഖമാണോ എന്ന് ചോദിക്കണം. ആറിൻറ്റ് യു എന്ന് വെച്ചാൽ നിങ്ങൾക്കും സുഖമല്ലേ? ആറിൻറ്റ് യു. അതിൻ്റെ ഷോർട്ടാണ് ആൻഡ് യു. ഒന്നുകൂടി ഞാൻ പറയാൻ ശ്രദ്ധിച്ചോ. ഒരാൾ നിങ്ങളോട് ഹലോ ഹൗ യു എന്ന് വെച്ചാൽ നമ്മൾ പറയും ഐ ആം ഫൈൻ വലിച്ചു കിട്ടണ്ട. ഐ ആം ഫൈൻ എങ്ങനെ പറയും? ഐ ആം ഫൈൻ താങ്ക് യു എന്ന് പറയും. ഐ ആം ഫൈൻ താങ്ക് യു പറഞ്ഞു നോക്കിയേ. ഐ ആം ഫൈൻ താങ്ക് യു. ആൻഡ് യു, ആറിൻറ്റ് യു എന്നുള്ളതിൻ്റെ ഷോർട്ടാണ് കേട്ടോ. ആൻഡ് യു എന്ന് പറഞ്ഞാൽ ആൻറ്റിക്കും സുഖമല്ലേ എന്നുള്ള അർത്ഥത്തിലല്ല. ഐ ആം ഫൈൻ താങ്ക് യു ആൻഡ് യു എങ്ങനെയൊക്കെയും ആൻഡ് യു. അപ്പോൾ ഒരുമിച്ച് പറഞ്ഞു നോക്കിയേ. ഞാൻ നിങ്ങളോട് ചോദിക്കണം, അജയിനോട് ചോദിക്കാം ഹലോ ഹൗ ആർ യു അജയ്? ഹലോ. അപ്പോൾ അജയ് ഇങ്ങനെ ആൻസർ പറയും ഐ ആം ഫൈൻ താങ്ക് യു. ആൻഡ് യു ചോദിച്ചു നോക്കിയേ. ഐ ആം ഫൈൻ താങ്ക് യു. ആൻഡ് യു നിങ്ങൾക്ക് സുഖമല്ലേ എന്ന് ചോദിക്കണം.
ഐ എം ഫൈൻ, താങ്ക് യു ആൻഡ് യു, ഇങ്ങനെ ഇത്രയും ചോദിക്കണം. ഐ എം ഫൈൻ എന്ന് പറഞ്ഞാൽ എനിക്ക് സുഖമാണ്. താങ്ക് യു എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നോട് ചോദിച്ചതിന് ഞാൻ താങ്ക് യു കൂടെ പറയാം. പിന്നെ നിങ്ങൾക്കും സുഖം അല്ലെങ്കിൽ തിരിച്ചു ചോദിക്കുകയാണ്. ആർ എൻ ഡി യു എന്നുള്ളതിൻ്റെ ഷോർട്ടാണ് ആൻഡ് യു. അപ്പോൾ ഞാൻ ഇപ്പോൾ എന്നോട് ചോദിച്ചേ ഹലോ ഹൗ ആർ യു എന്ന്. I am fine and you? അല്ല തിരിച്ച് എന്നോട് ഇങ്ങോട്ട് ചോദിച്ചേ ഹലോ ഹൗ ആർ യു എന്ന് ചോദിക്കുക, ഞാൻ പറയാം. ഹലോ ഹൗ ആർ യു? ഐ എം ഫൈൻ താങ്ക് യു ആൻഡ് യു. ഉണ്ടാവും ഇതേപോലെയാണ് ഉദ്ദേശിക്കുന്നത്. ഒന്നുകൂടി ചോദിക്കാം അജയ്, ഹലോ ഹൗ ആർ യു എന്ന് ചോദിച്ചേ. Hello, how are you? ഐ എം ഫൈൻ താങ്ക് യു ആൻഡ് യു. റൈറ്റ്, ഇതേപോലെയാണ് റെസ്പോണ്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കാം, ഓരോരുത്തരോട്. അഭിനവിനോട് ചോദിക്കാം. ഹലോ അഭിനവ്, ഹൗ ആർ യു? ഐ എം ഫൈൻ താങ്ക് യു, ഹൗ ആർ യു? കറക്റ്റ്, വെരി ഗുഡ്. അതുപോലെ ഹേ അജയ്, ഹൗ ആർ യു മാൻ? I am fine, thank you. Haven't you? വെരി ഗുഡ്, വെരി ഗുഡ്. അങ്ങനെ ഈ രീതിയിലാണ് ചോദിക്കേണ്ടത്. കേട്ടിരിക്കുന്ന സുഹൃത്തുക്കൾ ഇത് റിപ്പീറ്റ് ചെയ്തൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഹൗ ആർ യു എന്ന് പറഞ്ഞാൽ സുഖാണെന്നാണ്. ഹൗ ആർ യു ഡൂയിങ് എങ്ങനെയെന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ സംഭവം. നിങ്ങൾ സംശയം അതായിരുന്നല്ലോ, ഹൗ ആർ യു ഡൂയിങ്. ഹൗ ആർ യു ഡൂയിങ് എന്നാണെങ്കിൽ എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ, എങ്ങനെ പോകുന്നു നമ്മൾ ചോദിക്കില്ല, അതിൻ്റെ വേറെ രീതിയാണ്. നമ്മൾ ചോദിക്കില്ല. ഒരാൾ മലയാളത്തിൽ തന്നെ പറയുകയാണെങ്കിൽ എന്തൊക്കെയാണ് വിശേഷം, സുഖാണോ? സാർ സംശയം ചോദിച്ചോട്ടെ? ചോദിച്ചോ. ഈ ഹാവിൻ യു എന്ന് ചോദിക്കുന്ന അതേപോലെ തന്നെയാണോ വാട്ട് അബൌട്ട് യു എന്ന് ചോദിക്കുമ്പോഴും? അതിൻ്റെ വാട്ട് അബൌട്ട് യു എന്ന് ചോദിക്കുന്ന ഒരു ഷോർട്ട് വേ ആണ് ആൻഡ് യു. ആർ ഇൻ ഡി യു, നിങ്ങൾക്കും സുഖമല്ലേ എന്ന് ചോദിക്കുന്നത് ഷോർട്ടാണ് ആൻഡ് യു. അതാണ് സംഭവം. ഓക്കെ, അതേപോലെ തന്നെയാണ് നമ്മളിപ്പോൾ ഹൗ ആർ യു ഡൂയിങ് എന്ന് ചോദിച്ചാൽ നമ്മൾ മലയാളത്തിൽ ചോദിക്കില്ലേ, സുഖമാണോ എന്ന് ചോദിച്ചിട്ട് പറയില്ലേ, എന്തൊക്കെയാണ് എങ്ങനെ പോകുന്നു കാര്യങ്ങളൊക്കെ, എന്തൊക്കെയാണ് വിശേഷം, പരിപാടികളൊക്കെ എങ്ങനെ പോകുന്നുണ്ട് എന്നൊക്കെ ചോദിക്കില്ല. നമ്മളൊരു ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യുന്ന ആൾക്കാരാണ്. എന്തൊക്കെയുണ്ട് വിശേഷം, സുഖമാണോ, കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു, ഇങ്ങനെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു, അല്ലെങ്കിൽ പരിപാടികളൊക്കെ എങ്ങനെ പോകുന്നു, വർക്കൊക്കെ എങ്ങനെ പോകുന്നു എന്നൊക്കെ ചോദിക്കേണ്ട വേറൊരു ഷോർട്ട് ഫോമും കൂടിയാണ്. ആ ഒരു ഫീലാണ് അതിന് കിട്ടുന്നത്. ഹൗ ആർ യു ഡൂയിങ്, ഹൗ ആർ യു ഡൂയിങ്, ഹേ ഹലോ ഹൗ ആർ യു ഡൂയിങ്. അപ്പോൾ നമുക്ക് ആൻസർ പറയാം, യാ ഐ എം ഡൂയിങ് ഗ്രേറ്റ്, ഐ എം ഡൂയിങ് ഗ്രേറ്റ്, ഐ എം ഡൂയിങ് ഗ്രേറ്റ്, യാ ഐ എം ഗ്രേറ്റ്. ഷോർട്ടായിട്ട് വേണമെങ്കിൽ പറയാം ഐ എം ഗ്രേറ്റ്. ഐ എം ഗ്രേറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ മഹാനാണെന്നുള്ള അർത്ഥത്തിലല്ല. ഐ എം ഗ്രേറ്റ്. യാ ഹൗ ആർ യു ഡൂയിങ്, യാ ഇറ്റ്സ് ഡൂയിങ് വെൽ, ഐ എം ഗ്രേറ്റ് എന്നൊക്കെ പറയാം. നമുക്ക് ഐ എം ഡൂയിങ് ഗ്രേറ്റ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ആ അർത്ഥത്തിൽ നമുക്ക് പറയാൻ പറ്റും. ആ രീതിയിൽ ചോദിക്കാം. എപ്പോഴും നമ്മളൊരു ഷോർട്ടായിട്ട് ഇപ്പോൾ എന്നിട്ട് നമ്മൾ പിന്നെ സ്വാഭാവികമായിട്ടും ആദ്യമായിട്ടാണ് ഒരാളെ കാണുന്നത്, നമ്മൾ അവരോട് എന്താ ചോദിക്കുക, പിന്നെ ഒരാളെ ജസ്റ്റ് ഹലോ ഹൗ ആർ യു പറഞ്ഞു, പിന്നെ എന്താ ചോദിക്കുക, അയാളുടെ പേരൊക്കെ ചോദിക്കൂലേ, എങ്ങനെ ചോദിക്കുക നിങ്ങൾ? ആദ്യമായിട്ടാണ് ഒരാൾ കാണുന്നതെങ്കിലാ? അതെ, അയാളോട് ഹലോ ഹൗ ആർ യു ഒക്കെ പറഞ്ഞു, പിന്നെ നമ്മൾ പേര് ചോദിക്കില്ലേ, പേരെങ്ങനെ ചോദിക്കുക? അയാളുടെ പേര് ചോദിക്കില്ലേ? എങ്ങനെ Your ചോദിക്കും? good name, please. What's your name? Good name, please. അഭിനവ് എന്താ പറഞ്ഞത്? What is your name? വാട്ട് ഈസ് യുവർ നെയിം ചോദിക്കുന്നു, ഒരു ഗുഡ് നെയിം ചോദിക്കുന്നു. നമ്മൾ മലയാളികൾ ചോദിക്കുന്ന രീതിയാണ് യുവർ ഗുഡ് നെയിം പ്ലീസ്. അപ്പോൾ ഗുഡ് നെയിം എന്ന് പറഞ്ഞാൽ അയാൾക്കൊരു ബാഡ് നെയിം വേറെ ഉണ്ടോ ജയ്? അവർക്കൊരു ബാഡ് നെയിം ഉണ്ടാവുമോ? ഇല്ല. അപ്പോൾ നമ്മൾ അങ്ങനെ അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും യുവർ ഗുഡ് നെയിം പ്ലീസ് എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. എല്ലാവരുടെയും പേര് മനോഹരമാണ്, ബ്യൂട്ടിഫുള്ളാണ്. സോ വി ക്യാൻ സേ എക്സ്ക്യൂസ് മീ, യുവർ നെയിം പ്ലീസ്, യുവർ നെയിം പ്ലീസ്. ഒരു കാര്യം നമ്മൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് നല്ലതായിരിക്കും. എക്സ്ക്യൂസ് മീ എന്താ പറയുക? എക്സ്ക്യൂസ് മീ അല്ല, എക്സ്ക്യൂസ് മീ. സ്ക്യൂസ് ചെയ്യല്ല, ഇങ്ങനെ പിടിഞ്ഞെടുക്കുക. സ്ക്യൂബീഡിയ എന്നൊക്കെ പറയില്ല, അതുപോലെ സ്ക്യൂ ആക്കിയൊക്കെ. സ്ക്യൂ Excuse me. പിന്നെ സ്ക്യൂ എന്ന് പറഞ്ഞേ. സ്ക്യൂവിൻ്റെ കൂടെ നീട്ടി പറഞ്ഞു സ്ക്യൂസ് പറഞ്ഞു നോക്കിയേ. ക്യൂവിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ എസ് ചേർത്താൽ സ്ക്യൂ എന്നല്ല വയ്ക്കുക. ക്യൂ എന്നുള്ള ലെറ്റർ നിങ്ങൾ മനസ്സിൽ കാണുക, അതിൻ്റെ തൊട്ട് മുന്നിൽ എസ് വന്നാൽ എങ്ങനെ ഉണ്ടാവും? സ്ക്യൂ എന്നല്ല വയ്ക്കുക. എങ്ങനെ പറയും? സ്ക്യൂ അല്ല, എസ്സിൽ സ്റ്റാർട്ട് ചെയ്യേ. സ്ക്യൂ. ഹലോ പറഞ്ഞു നോക്കിയേ, സ്ക്യൂ എന്ന് പറഞ്ഞു നോക്കിയേ. ക്യൂ അല്ല, ക്യൂവിൻ്റെ തൊട്ട് മുന്നിൽ ഒരു എസ്സും കൂടി ഉണ്ടെങ്കിലോ? സ്ക്യൂ. എക്സ്ക്യൂസ് മീ എന്നായിരിക്കും? വെരി ഗുഡ്. എക്സ്ക്യൂസ് മീ ഒന്ന് പറഞ്ഞു നോക്കാം ജയ്. Excuse me. എക്സ്ക്യൂസ് മീ. അപ്പോൾ എക്സ്ക്യൂസ് മീ എന്നുള്ളതിൻ്റെ ഒരു ഷോർട്ടാണ് എക്സ്ക്യൂസ് മീ. നമ്മളിപ്പോൾ ആൾക്കാർ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്, നമുക്ക് അതിലേക്ക് ഒന്ന് പോകണം എന്ന് തോന്നുന്നത്, ഒന്നും വേണ്ട എക്സ്ക്യൂസ് മീ എന്ന് ചോദിച്ചാൽ അവർ മാറി തരും. ഓക്കെ, അപ്പോൾ അവരോടൊന്ന് ചോദിക്കുന്നത് പ്ലീസ് എന്നുള്ളതിൻ്റെ വേറൊരു രീതിയാണ് എക്സ്ക്യൂസ് മീ.
അപ്പോൾ ഒരാൾ നമ്മൾ പേര് ചോദിക്കുന്നതിന് മുമ്പ് നമുക്ക് ചോദിക്കാം എക്സ്ക്യൂസ് മീ യുവർ നെയിം പ്ലീസ്. എന്താ നിങ്ങളുടെ പേര് എന്നുള്ള അർത്ഥത്തിൽ എക്സ്ക്യൂസ് മീ യുവർ നെയിം പ്ലീസ്. യുവർ എന്നൊന്നും വേണ്ട, യുവർ നെയിം പ്ലീസ്. യുവാവ് എന്നുള്ളതല്ലേ യുവ. പറഞ്ഞു നോക്കിയേ, എക്സ്ക്യൂസ് മീ യുവർ നെയിം പ്ലീസ്. പറഞ്ഞു നോക്കിയേ. എക്സ്ക്യൂസ് മീ യുവർ നെയിം പ്ലീസ്. വെരി ഗുഡ്. അജയ് എന്ന് പറഞ്ഞു നോക്കിയേ. Excuse me, your name please. വെരി ഗുഡ്. എക്സ്ക്യൂസ് മീ യുവർ നെയിം പ്ലീസ്. അപ്പോൾ വാട്ട് ഈസ് യുവർ നെയിം എന്നൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇങ്ങനത്തെ പറഞ്ഞാൽ നമ്മൾ അങ്ങനെയല്ല ചോദിക്കുക. നമ്മൾ മലയാളത്തിൽ എങ്ങനെയാണ് ചോദിക്കുക? ഒരാൾ വന്ന് നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുക, അപ്പോൾ നമ്മളോട് പേര് ചോദിക്കാൻ നേരത്ത് എന്താണ് താങ്കളുടെ പേര് എന്ന് ചോദിക്കുമോ? ഇല്ല. നമ്മളെന്താ ചോദിക്കുക? നമ്മൾ സ്വാഭാവികം ചോദിക്കുക ഇങ്ങനെ തന്നെയല്ലേ, വാട്ട്സ് നെയിം, അല്ലെങ്കിൽ നമ്മൾ പേരെന്തായിരുന്നു എന്നൊക്കെ നമ്മൾ ചോദിക്കുക. അതേപോലെ തന്നെയാണ് എക്സ്ക്യൂസ് മീ യുവർ നെയിം പ്ലീസ്. സിമ്പിൾ. അങ്ങനെ എപ്പോഴും നമ്മൾ ഈ സിമ്പിളായിട്ട് ഉപയോഗിച്ച് ശീലിക്കുന്നത് എപ്പോഴും നല്ലതാണ് കേട്ടോ. ഇപ്പോൾ ഞാനൊക്കെ മുമ്പ് സ്കൂളിലൊക്കെ പഠിച്ചൊരു സംഭവമുണ്ട്. ഇപ്പോൾ ഒരാൾ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കുന്നതിന് അവർ ചോദിക്കുന്ന ഒരു രീതിയുണ്ട്. അതിന് മുമ്പ് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ സ്കൂളിൽ നിന്നൊക്കെ പഠിച്ചൊരു രീതിയാണ്, വുഡ് യു മൈൻഡ് ഡ്രിങ്കിങ് സം ടീ, അല്ലെങ്കിൽ വുഡ് യു മൈൻഡ് ഡ്രിങ്കിങ് ഹാവ് സം ടീ. അതിൻ്റെ അർത്ഥം എന്താ? നിങ്ങൾക്കല്പം ചായ കുടിക്കുന്നതിൽ വിരോധമില്ലല്ലോ. ഇങ്ങനെ സംസാരിക്കുമോ? ഇല്ലേ? നമ്മളൊരാൾ വീട്ടിലേക്ക് വരുമ്പോൾ, അജയ് വീട്ടിലേക്ക് വരുമ്പോൾ ഞാൻ പറയണ, അജയ് നിങ്ങൾക്കല്പം ചായ കുടിക്കുന്നതിൽ വിരോധമില്ലല്ലോ എന്ന് ചോദിച്ചാൽ മൊത്തം അജയ് പറയും, ഈ പുള്ളിക്കാരന് ചായ തരാൻ ഒരു താല്പര്യമില്ല എന്ന് തോന്നുമില്ലയോ? തോന്നും. ഇതാണ് പ്രശ്നം. എക്സാക്ട്ലി നമുക്ക് തോന്നും. അപ്പോൾ നമ്മൾ ശരിക്കും എങ്ങനെ പറയാ, മലയാളത്തിൽ എങ്ങനെ പറയാ, നമുക്ക് ചായ കുടിച്ചാലോ, നമുക്ക് കുറച്ച് ചായ കുടിച്ചാലോ എന്നൊക്കെ ചോദിക്കില്ലേ? അതേപോലെ തന്നെ ഇംഗ്ലീഷിൽ സമാനമായ രീതിയുണ്ട്. ലെറ്റ്സ് ഹാവ് സം ടീ. ലെറ്റസ് എന്നുള്ള നമുക്ക്, ലെറ്റസ് ഹാവ് സം ടീ, ചായ കഴിക്കാം. അല്ലെങ്കിൽ ലെറ്റ്സ് ഡ്രിങ്ക് സം ടീ, അങ്ങനെ പറയാം. അല്ലെങ്കിൽ ഒന്നും വേണ്ട, ഹാവ് സം ടീ, ചായ കുടിക്കാം. ഹാവ് സം ടീ, ഹാവ് സം ടീ, ഹാവ് സം ടീ ഒന്ന് പറഞ്ഞു നോക്കിയാൽ അഭിനവേ. ഹാവ് സം ടീ. ഇനി ഒന്നുകൂടി വേണേ നമുക്ക് ഒരുമിച്ച് ചായ കുടിക്കാന്നുള്ള പറയുന്നത് ലെറ്റ്സ് ഹാവ് സം ടീ പറയാം. എങ്ങനെ പറയും? ലെറ്റ്സ് ഹാവ് വൺസ് മോർ ടീ. ലെറ്റ്സ് ഹാവ് സം ടീ. സൗണ്ട് ബ്രേക്ക് ആയി പോകുന്നുണ്ട് അഭിനവിൻ്റെ. ഹലോ. പറഞ്ഞോളൂ. ലെറ്റ്സ് ഹാവ് സം ടീ. ഓക്കെ, വെരി ഗുഡ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ പറയാം. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ടൈമിൻ്റെ ഒരു പരിമിതി കൂടി ഉള്ളതുകൊണ്ടാണ് ഇതേപോലെ സിമ്പിളായി നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് സംസാരിക്കാൻ പഠിക്കാം. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് സാർ. ഒരു സംശയം. ചോദിച്ചോളൂ സാർ. നമ്മൾ ഈ മലയാളം പറയുമ്പോൾ പലരും പല സ്ലാങ്ങിലേക്ക് പോകാറില്ലേ? ഓരോ ഉച്ചാരണത്തിൽ പോകുന്ന ഓരോ ഉച്ചാരണം നമ്മൾ പറയും, പല ജില്ലകളിലും പല രീതിക്കല്ലേ പറയാ, വ്യത്യസ്തമായ രീതിയിലാണ് പറയാം. തീർച്ചയായിട്ടും. അപ്പോൾ ഇംഗ്ലീഷിൽ അങ്ങനെ പല സ്റ്റൈലുകൾ അങ്ങനെ എന്തെങ്കിലും? ഒരുപാടുണ്ട്. ഇപ്പോൾ അമേരിക്കൻ ഇംഗ്ലീഷ്, ബ്രിട്ടീഷ് ഇംഗ്ലീഷ്, ഓസ്ട്രേലിയൻ, ഇന്ത്യൻ ഇംഗ്ലീഷ്, ഓരോന്നും പറയുന്ന രീതി, സ്ലാങ് ഒക്കെ കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ, രണ്ട് അമേരിക്കൻ ഇംഗ്ലീഷും ബ്രിട്ടീഷ് ഇംഗ്ലീഷും സ്പെല്ലിംഗ് തമ്മിലുള്ള വ്യത്യാസം ഒക്കെ ഞാൻ മുമ്പ് ഒരു തവണ സൂചിപ്പിച്ചില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ വ്യത്യാസങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കോമൺലി ബ്രിട്ടീഷ് ഇംഗ്ലീഷ് എല്ലായിടത്തും ഫോളോ ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഏറ്റവും കൂടുതലായ ആളുകൾ യൂസ് ചെയ്യുന്ന അമേരിക്കൻ ഇംഗ്ലീഷാണ്. കാരണം നമ്മുടെ സോഷ്യൽ മീഡിയ സംഭവങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ വരുന്നത്. അത് പറയുന്ന സമയത്ത് ഇപ്പോൾ ഡിഡ് യു ഗോ എന്നുള്ളതിന് ജിജിയ എന്ന് പറയാം. ജിജിയ ഗോ അങ്ങനെ. ഡിഡ് യു ഗോ എന്നുള്ളതിന് ഡിഡ് യു എന്ന് പറഞ്ഞാൽ ജിജിയ എന്ന് പറയാം. ജിജിയ, റൈറ്റ്. അപ്പോൾ നമുക്കത് തീർച്ചയായിട്ടും അഡ്വാൻസ് ലെവൽ സെഷൻസ് എടുക്കുമ്പോൾ അതിനെപ്പറ്റി ഞാൻ പറയുന്നുണ്ട്, ഓരോന്നായി എടുക്കുന്നുണ്ട്. നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കും. തീർച്ചയായിട്ടും ആ സെഷൻസ് ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഐഡിയ ജസ്റ്റ് കിട്ടിയല്ലോ അല്ലേ? ഇതിനെപ്പറ്റി ഒരു ഐഡിയ കിട്ടിയല്ലോ? യെസ് സാർ. അതെ. അപ്പോൾ കേട്ടുകൊണ്ടിരുന്ന സുഹൃത്തുക്കൾക്കും ഇതിനെപ്പറ്റി ഒരു ഐഡിയ മനസ്സിലായിട്ടുണ്ട്. നിങ്ങൾ നോക്കിയാൽ അറിയാം, നമ്മൾ തുടക്കത്തിൽ ഒരു ഒറ്റ ഐ എന്ന വാക്കിൽ നിന്നുകൊണ്ട് പിന്നെ ഒരു ലോങ് ഐഡിയ ഇവരെ കൊണ്ട് പറയിപ്പിച്ചു. അതുപോലെ തന്നെ ചില യൂസേജുകൾ നമ്മളതിലേക്ക് വന്നിട്ടുണ്ട്. ഇത്തരത്തിലായിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുക. ഇതേപോലെ ഈ റെക്കോർഡഡ് ക്ലാസ് നിങ്ങളൊരു 3 times കേൾക്കുക. ഒരു തവണ കേട്ടാൽ നമുക്ക് പെട്ടെന്ന്, വളരെ നന്നായിട്ട് അറിയുന്ന ആൾക്കാർക്ക് കുഴപ്പമില്ല, ഒറ്റ തവണ കേട്ടാൽ മതി. എന്നാൽ നിങ്ങൾക്ക് വേണ്ടത്ര രീതിയിൽ ഓർമ്മയിലേക്ക് വരുന്നില്ല, നിങ്ങൾ ആദ്യമായിട്ട് ഇതിലെ ചില സെൻറ്റൻസുകൾ കേട്ടിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങൾ ഒരു 3 times യു ഹാവ് ടു റിപ്പീറ്റ് ദാറ്റ്. ഓക്കെ, 3 തവണ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുക. അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ഭംഗിയായി ഇത് സംസാരിക്കാൻ പറ്റും. ഈ ഒരു ഐഡിയ സ്കിപ്പ് ചെയ്ത് നിങ്ങൾ വീഡിയോ കാണരുത്. നിങ്ങൾ തോന്നുന്നു ഇതെനിക്ക് അറിയാമല്ലോ, അങ്ങനെ സ്കിപ്പ് ചെയ്ത് പോയാൽ നമ്മുടെ ഫ്ലുവൻസി കട്ടായി പോകും, നമ്മൾ ആ വിചാരിച്ച രീതിയിലേക്ക് എത്താൻ പറ്റില്ല. അപ്പോൾ സുഹൃത്തുക്കൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ റിപ്പീറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. റിപ്പീറ്റ് ചെയ്ത് ഈ വീഡിയോ കാണുക. മിനിമം 3 തവണയെങ്കിലും കണ്ടാൽ നിങ്ങൾക്ക് ഈ സംഭവം ഓക്കെ ആയിരിക്കും. അതിനുശേഷം നമ്മുടെ ക്ലാസ് എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ ആദ്യം നിങ്ങൾക്ക് ഇതേപോലൊരു വീഡിയോ ഉണ്ടാവും. വീഡിയോ അപ്ലോഡ് ചെയ്ത് തരും. ആ വീഡിയോ നിങ്ങൾക്ക് കാണുക. കണ്ടതിന് ശേഷം
പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി വേറൊരു ഓഡിയോ സെഷൻ കൂടി തരും. ഇപ്പം നമ്മൾ ഈ പറഞ്ഞ സംഭവങ്ങൾ നിങ്ങൾക്ക് എക്സാക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടോ അറിയാൻ വേണ്ടി വേറൊരു ടെലിഗ്രാം ഗ്രൂപ്പിലൊരു ഓഡിയോ സെഷൻ കൂടി ഉണ്ടാവും. അപ്പോൾ അത് കേട്ട് നിങ്ങൾക്ക് പറഞ്ഞു പഠിക്കാം. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് വാട്സപ്പിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. നിങ്ങൾ ഡൗട്ടുകൾ ക്ലിയർ ചെയ്ത് തരുന്നേക്കും. പരമാവധി എന്തുണ്ടെങ്കിലും ചോദിക്കും, ഒരു കുഴപ്പമൊന്നുമില്ല. പിന്നെ തീരെ അറിയാത്ത ഒരാൾക്ക് വേണമെങ്കിലും പഠിക്കാൻ പറ്റും. ആ രീതിയിൽ ബേസ് മുതലാണ് പറഞ്ഞു പോകുന്നത് കേട്ടോ. അതുകൊണ്ട് ആ ഒരു കാര്യമൊന്നും ടെൻഷൻ ആവണ്ട. ഇപ്പോൾ കണ്ടില്ലേ, ഇന്നൊരു ദിവസം തന്നെ ഇത്രയും ഒരു സെൻറ്റൻസ് ആദ്യം തുടക്കത്തിൽ ഒരു ഐഡിയ കിട്ടാത്ത ആൾക്കാർ പറഞ്ഞില്ലേ, ഇതിന് ലോങ് ഐഡിയകളാവും, പിന്നെ നിന്ന് സംസാരിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മാറും. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതാണല്ലേ നമുക്ക് വേണ്ടത്. ആ രീതിയിലേക്കൊരു ചേഞ്ച് വരുത്തുക. ക്വസ്റ്റ്യൻ ചോദിക്കാൻ പഠിക്കുക. ക്വസ്റ്റ്യൻ ചോദിക്കാൻ നന്നായി പഠിക്കണം. എങ്കിലും നമുക്കൊരാളോടൊരു കാര്യം ചോദിക്കാം. ഇൻ്റർവ്യൂവിനൊക്കെ പോകുന്ന സമയത്ത് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പഠിച്ചില്ലെങ്കിൽ അവരിങ്ങോട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ നമുക്ക് മനസ്സിലാവില്ല. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ കുറച്ചൊക്കെ ഉച്ചാരണങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കണം. അല്ലെങ്കിൽ നമ്മളോട് ഒരാൾ ഇങ്ങോട്ട് സംസാരിക്കുമ്പോൾ അപ്പോൾ വാട്ട് ഈസ് എ ഹോട്ടൽ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് കൊട്ടയിലാണ് ചോദിച്ചതെന്നല്ല, ഹോട്ടലാണ് ചോദിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കണം. തമാശയിട്ട് പറഞ്ഞാണ്. ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്. ചില ആളുകൾക്ക് ഉച്ചാരണം പഠിക്കുമ്പോൾ ആൾക്കാർ ചോദിക്കും, ഇത് ഉച്ചാരണം നമ്മളിവിടെ ഇങ്ങനെയൊക്കെ സംസാരിക്കാറുണ്ടോ, നമ്മൾ മലയാളികളോട് സംസാരിക്കുമ്പോൾ ഒക്കെ ഇങ്ങനെ ഉച്ചാരണത്തിൽ പറയാറുണ്ടോ എന്ന് ചോദിക്കും. മലയാളികളോട് സംസാരിക്കാനാണെങ്കിൽ മലയാളം പോരെ, ഇംഗ്ലീഷിൻ്റെ ആവശ്യമില്ല. നമുക്ക് മലയാളം അറിയാത്ത ഒരു ഇംഗ്ലീഷ്കാരനോട് അല്ലെങ്കിൽ പുറത്ത് പോകുന്ന സമയത്ത് അവരോട് സംസാരിക്കുമ്പോൾ ഇംഗ്ലീഷ് തന്നെ സംസാരിക്കേണ്ടി വരും. അപ്പോൾ അവരുടെ ഇങ്ങോട്ട് ചോദിക്കുന്നതിൻ്റെ ആ ചോദ്യം എന്താണെന്ന് മനസ്സിലാക്കണേ അതിൻ്റെ കുറച്ച് ഉച്ചാരണം കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അതും കൂടി നമ്മൾ പഠിച്ചു പോകണം. എന്ന് വെച്ചാൽ എല്ലാം നല്ല സായിപ്പ് പറയും പോലെ പറയണമെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഉച്ചാരണം അനുകരിക്കണമെന്നോ അല്ല ഞാൻ പറയുന്നത്. ഒരു കോമൺ ആയിട്ടുള്ള ന്യൂട്രൽ ആക്സെൻറ്റ് നിങ്ങൾക്കുണ്ടാകുന്നത് നല്ലതാണ്. തീർച്ചയായിട്ടും അതും കൂടി ഈ ട്രെയിനിങ് പ്രോഗ്രാമിൻ്റെ ഭാഗമായി പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും ഞാൻ കരുതുന്നു. അപ്പോൾ സുഹൃത്തുക്കൾക്ക് ഈ പ്രോഗ്രാമിൽ ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതിൻ്റെ കോഴ്സ് ഫീസ് ഉണ്ട്. തീർച്ചയായിട്ടും അതിൻ്റെ കോഴ്സ് ഫീസും മറ്റ് കാര്യങ്ങളൊക്കെ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് 9995558247 എന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി. എല്ലാം ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ 1 by 1 ആയിട്ട് നമുക്ക് കൊച്ചു കാര്യങ്ങളിലൂടെ പഠിച്ച് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ കേട്ടില്ലേ, എ ജേർണി ഓഫ് 1000 miles ബിഗിൻസ് വിത്ത് എ സിംഗിൾ സ്റ്റെപ്പ്. ഏതൊരു മഹായാത്രയുടെയും തുടക്കം ഒരു കൊച്ചു കാൽവെപ്പിൽ നിന്നുകൊണ്ടാണ്. യു നെവർ മിസ് ഇറ്റ്. ഇറ്റ്സ് മീ സൂര്യ ധനേഷ്. ഹാവ് എ ഗ്രേറ്റ് ഡേ. ബൈ ഫോർ നൗ.